അവൾക്ക് അവനെ കണ്ടപ്പോഴേ ഇഷ്ടായി. പിറകെ നടന്ന് അങ്ങനെ അവനും അതേ ഇഷ്ടം തിരിച്ചു തോന്നി തുടങ്ങിയപ്പോ അവര് മനോഹരമായി പ്രണയിക്കാനും ആരംഭിച്ചു. പക്ഷെ പിന്നീട് അവർക്കിടയിൽ ബ്രേക്കപ്പ് സംഭവിക്കുന്നു. അങ്ങനെ പിന്നീട് കുറെ നാള് ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 10 വർഷങ്ങൾക്ക് ഇപ്പൊ ലൈഫിൽ പല മേഖലകളിൽ സെറ്റിൽ ആയിട്ടുള്ള അവർ വീണ്ടും കണ്ടുമുട്ടുമ്പോ കാര്യങ്ങൾ അത്ര സ്മൂത്ത് ആയി പോകുന്നില്ല. ആരാണവർ, എന്താണ് അവിടെ സംഭവിച്ചത്, എങ്ങനെയാണ് അവർ ബ്രേക്കപ്പ് ആയത്, ശേഷം കണ്ടുമുട്ടിയപ്പോൾ സംഭവിച്ച രസകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതെല്ലാം വളരെ മനോഹരമായി പറഞ്ഞ 2023 റിലീസായ ദ റെയിൻ ഇൻ എസ്പാന എന്ന ഒരു ഫിലിപ്പീൻ ഡ്രാമയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രസകരമായ ഡ്രാമയാണ്. വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ലൂസി, നറ്റാഷ, ലൂണ, വാലറിയെ കാണിച്ചുകൊണ്ടാണ്. സംശയിക്കേണ്ട, ഇത് 4 പേരല്ല, ഒരാൾ തന്നെയാണ്. ഇത്രയും വലിയ പേരുള്ള നമ്മുടെ നായികയെ നമുക്ക് ലൂണ എന്ന് സ്നേഹത്തോടെ വിളിക്കും. കാരണം അവളെ ഒട്ടുമിക്ക ആളുകളും ലൂണ എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. ഒരു ആർക്കിടെക്റ്റ് ആയി ഇപ്പൊ ജോലി ചെയ്യുന്ന ലൂണ അവളുടെ ഓഫീസിലേക്ക് രാവിലെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ തന്നെ അസിസ്റ്റന്റ് ഫോൺ ചെയ്ത് 8:30 ലൂണയുടെ പേരൻസിനെ കാണാൻ പോകേണ്ട കാര്യത്തെ പറ്റി ഓർമ്മിപ്പിക്കുന്നു. പക്ഷെ അതിനു മുന്നേ ഓഫീസിലെ ചില ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യാനായി 8:15 ആകുമ്പോഴെങ്കിലും ഓഫീസിലേക്ക് എത്തണമെന്ന കാര്യവും അവർ ഓർമ്മിപ്പിക്കുകയാണ്. കറക്റ്റ് ഞാൻ വരൂ എന്നൊക്കെ പറഞ്ഞ് ലൂണ കോള് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ഒരു കിടുക്കൻ ട്രാഫിക് ജാമിൽ പെട്ടുപോകുന്നു. അതിന്റെ ഒപ്പം ഒടുക്കത്തെ മഴയും. അങ്ങനെ അത് രണ്ടും ഒരുവിധം സഹിച്ച് ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് അകത്തേക്ക് പോകാനേ കൂടെയില്ല. നനഞ്ഞു കുളിച്ചാണ് അവൾ അങ്ങനെ അകത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ അകത്ത് അവൾക്കായി വെയിറ്റ് ചെയ്തിരിക്കുന്ന 2 പേരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ആ 2 പേർ മറ്റാരും അല്ല, ലൂണയുടെ സ്വന്തം അച്ഛനും അമ്മയും തന്നെയാണ്. ഇവരൊക്കെ ചേർന്നാണ് ഒരു കമ്പനി നടത്തുന്നത്. അവിടേക്ക് എത്തുന്ന അവൾ അല്ലിപ്പോ ധൃതിയില് ഇങ്ങനെ കാണണമെന്ന് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാ, എന്തെങ്കിലും എമർജൻസി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ടീം നമ്മുടെ കമ്പനിയിലേക്ക് ഒരു അഡ്വക്കേറ്റിനെ നിയമിക്കുന്ന കാര്യത്തെ പറ്റി നീയുമായി സംസാരിക്കാനായിട്ടാണ്. നമുക്ക് ലീഗൽ കാര്യങ്ങൾ നോക്കാനായി മുന്നേ ഉണ്ടായിരുന്ന ആളിനെ ഇനിയിപ്പം അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് ഒരു പുതിയ ആളിനെ നിയമിക്കുന്നതിനെ പറ്റി ആലോചിച്ചൊരു സെലക്ഷൻ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാനായിട്ടാണ് അവർ പറയുമ്പോൾ എന്തായാലും അച്ഛന്റെ അമ്മയുടെ സെലക്ഷൻ നല്ലതായിരിക്കുമല്ലോ എന്ന് അവള് സംസാരിക്കുന്നു. എന്തായാലും അവരുടെ സെലക്ഷൻ സൂപ്പർ ആയിരിക്കും എന്ന് ആളിനെ കാണാതെ പറയുന്നവൾ ആളിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അവർ കാണിക്കുന്ന സമയത്ത് ആകെ ഷോക്കായി പോന്നു. കാലിക്സോ, ഇവനോ, ഈ പറ്റില്ല, ഇതൊന്നും ശരിയാവില്ല, ഇയാളൊന്നും വേണ്ടാന്ന് അവള് പറയുമ്പോ അതെന്താ ഇപ്പോഴല്ലേ നീ ഞങ്ങളുടെ സെലക്ഷൻ മോശാവില്ല എന്ന് പറഞ്ഞത്, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ പറ്റില്ല, ഇവനെ ഹയർ ചെയ്യാനായി ഞാൻ സമ്മതിക്കില്ല. ഇവൻ എത്ര വലിയ പ്രൊഫഷണൽ ലോയർ ആണെന്ന് പറഞ്ഞാലും എന്ത് സംഭവമാണെന്ന് പറഞ്ഞാലും ഇവനെ നമ്മുടെ കമ്പനിയിൽ ഹയർ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഓൾറെഡി അവനെ ഹയർ ചെയ്തു എന്നത് അറിയുമ്പോ ആകെ ടെൻഷനായി അവൾ ഷൗട്ട് ചെയ്ത് ദേഷ്യത്തിൽ ഗ്ലാസ് ഒക്കെ തട്ടിപ്പോകുന്നുണ്ട്. അത്രയേറെ എന്തോ ഇഷ്യൂ ആ ലോയറുമായി ലൂണയ്ക്കുണ്ട് എന്നത് തീർച്ച. അത്രയേറെ എന്തോ ഇഷ്യൂ ആ ലോയറുമായി ലൂണയ്ക്കുണ്ട് എന്നത് തീർച്ച. സംഭവം എന്താണെന്ന് അറിയാനായി നമുക്ക് ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. അന്നത്തെ കാലത്ത് കോളേജിൽ പഠിക്കുന്ന ലൂണ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ വെക്കേഷൻ കഴിഞ്ഞ് വന്നൊന്ന് ഒത്തുകൂടി ഫുഡ് കഴിച്ചും ലൈറ്റ് ആയിട്ട് ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുകയാണ്. അവരുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഡ്രിങ്ക്സ് അടി കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ആ ഒരു സമയത്ത് ഇപ്പോഴത്തെ പോലെ അവൾ അന്നും അറിയാതെ കൈ തട്ടി ഗ്ലാസ് മറിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു കൊണ്ട് അവളോട് ഫ്രണ്ട്സ് ചൂടാവുന്നു. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണ്ടേന്നൊക്കെ പറഞ്ഞു. അവൾ പെട്ടെന്ന് യോ സോറി എന്നൊക്കെ പറയുമ്പോൾ എന്നോട് എത്ര തവണ ഒന്ന് കമ്മിറ്റ് ആവാൻ പറഞ്ഞാലും നീ അത് ചെയ്യില്ലല്ലോ, നിനക്കൊന്ന് ലൈൻ അടിച്ചൂടെ, ഇങ്ങനെ ലൈൻ അടിക്കാതിരിക്കുന്ന നിന്റെ കുഴപ്പത്തിന് കാരണം എന്നൊക്കെ അവരിങ്ങനെ പറയുമ്പോ കൈ തട്ടി ഗ്ലാസ് ഒന്നും പറഞ്ഞതിനാണോ ഇങ്ങനെ ലൈൻ അടിക്കാൻ പറയുന്നത്? എനിക്ക് അങ്ങനെ നിങ്ങളൊക്കെ പറഞ്ഞൊന്നും പറഞ്ഞ് ലൈൻ അടിക്കാനൊന്നും പറ്റില്ല. ലൈൻ അടിക്കാൻ വേണ്ടി ലൈൻ അടിക്കുന്ന ഒരു ആളെ അല്ല ഞാൻ. മറിച്ച് ഒരാളെ കാണുമ്പോ അയാൾക്ക് എനിക്കിടയിൽ ഒരു സ്പാർക്ക് വരണം, അയാളെ പ്രണയിക്കണമെന്ന് എനിക്ക് തോന്നണം. അല്ലാതെ പ്രണയിക്കണമെന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരാളെ കണ്ടുപിടിക്കാനൊന്നും കഴിയില്ല. തൽക്കാലം എന്റെ ഫോക്കസ് പഠിത്തത്തിൽ മാത്രമാണെന്ന് അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആർക്കിടെക്ചർ വിദ്യാർത്ഥിനിയായിരുന്നു അന്ന് ലൂണ. അവളിപ്പോ ഈ കൂടിയിരിക്കുന്ന ഗ്യാങ്ങില് അവളുടെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിന് പുറമെ വേറെ കോഴ്സുകൾ പഠിക്കുന്ന ഫ്രണ്ട്സും ഉണ്ട്. എന്തായാലും അവരങ്ങനെ അവിടെ ഇങ്ങനെ ഒത്തുകൂടി ചില്ല് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് സാം, എന്റെ പുതിയ ക്രഷ് ദോ നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവിടേക്ക് അപ്പോ എത്തിയ ഒരു കൂട്ടം പയ്യന്മാരെ നോക്കി ഭയങ്കര എക്സൈറ്റഡ് ആയി നിൽക്കുമ്പോ അവിടെ ഒന്നിലധികം പയ്യന്മാര് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിൽ ആരെയാ ഇവളി ക്രഷ് അടിച്ചു എന്ന് പറയുന്നതെന്ന് എല്ലാവരും ആകാംക്ഷയിൽ നോക്കുമ്പോ ആ ബ്ലൂ ഷർട്ട് ഇട്ട പയ്യനാണെന്ന് സാം അല്പം നാണത്തിൽ പറയുന്നു. ആ സമയത്ത് ആ പയ്യനെ ശ്രദ്ധിക്കുന്നതിന് പകരം ലൂണയുടെ കണ്ണുപെടുന്നത് അവന്റെ അപ്പുറത്തിരിക്കുന്ന മറ്റൊരു പയ്യനിലാണ്. ആ പയ്യനാണ് നമ്മുടെ കഥാനായകനായ കാലിക്സ്. ഇവളിപ്പോ ഇത്രയും അട്രാക്ഷനോട് കൂടി നോക്കുന്ന അതേ കാലിക്സിനെ തന്നെയാണ്
മുന്നേ നമ്മൾ കണ്ടില്ലേ, ഓ അവനെ ജോലിക്ക് എടുക്കണ്ട, അവൻ ആള് ശരിയല്ല, അവൻ എന്ത് വലിയ സംഭവമാണേലും നമ്മുടെ കമ്പനിയിൽ അവനെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവള് ബഹളം വെച്ചത്. ഓ എന്ത് ഹാൻസം പയ്യനാണെന്ന് അവൾക്ക് അവനെ കണ്ട് കണ്ണെടുക്കാനേ തോന്നാതെ അങ്ങനെ വായി നോക്കിയിരിക്കുമ്പോ അത് കാണുന്ന അവളുടെ ഫ്രണ്ട്സ്, അല്ല ഇപ്പൊ ആരോ പറയുന്ന കേട്ടല്ലോ, പ്രേമിക്കാനും വായി നോക്കാനും ഒന്നും സമയമില്ല, പഠിക്കാൻ മാത്രമേ സമയമുള്ളൂ എന്നല്ല. എന്നിട്ട് അവള് നോക്കിയിരിക്കുന്ന കണ്ടില്ലേന്ന് കൂട്ടുകാരി ലൂണയെ കളിയാക്കുന്നു. അതിനാര് പറഞ്ഞു ഞാൻ വായി നോക്കിന്ന്? ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതല്ലേ ഉള്ളൂ എന്ന് അവള് പറയുമ്പോ, നീ വായി നോക്കോ നോക്കാതിരിക്കോ ചെയ്യുന്ന പറയുന്ന സാം, ഞാൻ എന്തായാലും എന്റെ ക്രഷിനെ ഒന്ന് പോയി മുട്ടി നോക്കട്ടെ, സംസാരിക്കാനും നമ്പർ വാങ്ങാനും ഒരു ചാൻസ് കിട്ടിയാലോ എന്ന് പറഞ്ഞ് അവള് നേരെ ആ പയ്യന്മാരിരിക്കുന്ന അടുത്തേക്ക് പോകുമ്പോ ഫ്രണ്ട്സും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ സാം അവൾക്ക് ക്രഷ് അടിച്ച പയ്യനോട് സംസാരിക്കാനായി ശ്രമിക്കുമ്പോ അവൻ അവളെ ഇഗ്നോർ ചെയ്ത് വിടാണ്. ഈ സമയത്ത് ലൂണയുടെ നോട്ടെല്ലാം അവിടെ ഇരിക്കുന്ന കാലക്സിലാണ്. അവൾ ഇങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത് വേണം, എന്തിനിങ്ങനെ നോക്കുന്നതെന്ന് അവൻ ഇഷ്ടപ്പെടാതെ ചോദിക്കുമ്പോ, ഒന്നുമില്ലാന്ന് പറഞ്ഞ് ലൂൺ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. കാലക്സും അവന്റെ സുഹൃത്തും ഈ പെമ്പിള്ളേരുടെ അടുത്തേക്ക് വന്നപ്പോ സാധാരണ പയ്യന്മാര് സിംഗിൾ ആൻഡ് റെഡി ടു മിംഗിൾ എന്ന രീതിയിൽ ഇടപെടുന്നത് പോലെയല്ലല്ലോ, കുറച്ച് സീരിയസ് ആയിട്ട് മൈൻഡ് ആക്കാതെ താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തല്ലോ. അതുകൊണ്ട് ഒരു സ്ത്രീ വിരോധിയാണ് കാലക്സ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇപ്പൊ കണ്ടില്ലേ, ഒരു പെണ്ണിനോട് വളരെ അടുത്തിരുന്ന് സംസാരിക്കുകയും ആ പെണ്ണവനെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് അവിടെ നിന്ന് പോകാനായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്ന ലൂണ കറക്റ്റായി തിരിഞ്ഞു നോക്കുമ്പോ കാണുകയും ചെയ്യുന്നു. അവളത് ഒരുമാതിരി ഇഷ്ടക്കേടോടുകൂടി നോക്കുന്നുണ്ട്. ഞാനൊന്ന് നോക്കിയപ്പോ എന്തോ ജാടയായിരുന്നു, ഇപ്പൊ എന്താ ഇവളോട് മിണ്ടുമ്പോ ഒരു കുഴപ്പമില്ല എന്ന രീതിയിലായിരിക്കാം അവള് നോക്കുന്നത്. അങ്ങനെ പിന്നീട് തന്റെ ഫ്രണ്ട് സാമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലൂണ സാം മുന്നേ അവളുടെ ക്രഷിനോട് വലിയ കാര്യത്തിൽ സംസാരിക്കാൻ പോയിട്ട് ആകെപ്പാടെ ചമ്മി തിരിച്ചു വന്നതിന്റെ നിരാശയിൽ ഇരിക്കുകയാണെന്ന് മനസ്സിലാക്കി അവൻ വലിയ ജാടക്കാരനാ, നീ അവനെ പറ്റി ഒന്നും ഓർക്കണ്ട, നിനക്ക് അതിലും നല്ല പയ്യനെ സെറ്റ് ആവുന്നല്ല മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ കാര്യം പോട്ടെ, എന്റെ ക്രഷിന്റെ അടുത്ത് നിന്റെ ക്രഷ് ഇരിപ്പില്ലായിരുന്നോ, സത്യം പറ നീ അവനെ വായി നോക്കുമല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോ അല്ല എന്നെല്ലാം ആദ്യം ലൂണ തർക്കിക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു ക്രഷ് ഇല്ലാതില്ല എന്ന് പിന്നെ സമ്മതിക്കുന്നു. അങ്ങനെ പിന്നീട് അവരുടെ പഠനവും മറ്റ് ഫ്യൂച്ചർ പ്ലാൻസും ഒക്കെ ആയിരുന്നു അവർക്കിടയിൽ നടക്കുന്ന ഡിസ്കഷൻ. ആ സമയത്താണ് ലൂണയുടെ ഫോണിലേക്ക് അവളുടെ ഫ്രണ്ട് സെവി വിളിക്കുന്നത്. അതൊരു പയ്യനാണ്. അവൻ വിളിച്ചിട്ട് നാളെ അവനെ കുറച്ച് ചിക്കൻ കഴിക്കാൻ കൊണ്ടുവരണമെന്ന് പറയുന്നു. അത് പ്രകാരം ലൂണ അടുത്ത ദിവസം ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. കാരണം അവിടെയാണ് അവളെ മുന്നേ ഫോൺ ചെയ്ത് ചിക്കൻ വേണമെന്ന് പറഞ്ഞ സെവി ട്രീറ്റ്മെന്റിൽ ഇപ്പൊ കഴിയുന്നത്, അവന്റെ കാലിലും പരിക്കേറ്റിട്ട്. അങ്ങനെ അവൾ ആ ലിഫ്റ്റിലേക്ക് ചെന്ന് കയറാനായി നിൽക്കുമ്പോൾ ലിഫ്റ്റ് ഓപ്പൺ ആയി അതിൽ നിന്ന് 2 ഇണക്കുരുവികൾ ഇറങ്ങി വരുമ്പോ പ്രേമിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രേമിക്കണം എന്നുള്ള രീതിയിൽ അവരെ തന്നെ നോക്കി നേരെ ലിഫ്റ്റിലേക്ക് ചെന്ന് കയറുമ്പോ അവളുടെ കയ്യിലിരുന്ന സാധനം താഴെ വീഴുന്നു. അവൾ അത് എടുക്കാനായി കുനിയുന്ന സമയത്ത് ലിഫ്റ്റിലേക്ക് ഒരു പയ്യൻ വന്ന് നിൽപ്പുണ്ട്. അവൾ അത് എടുത്തിട്ട് നിവരുമ്പോഴാണ് ആ പയ്യനെ കാണുന്നത്. അത് മറ്റാരുമല്ല, കഴിഞ്ഞ ദിവസം അവൾക്ക് കണ്ടപ്പോഴേ ക്രഷ് അടിച്ച കാലക്സ് ആണ്. അവൾ അങ്ങനെ അവനെ അന്തം വിട്ട് നോക്കുമ്പോ അവൻ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് അവളോട് ഒന്ന് സൈഡ് ഒതുങ്ങാനായി പറയാതെ പറഞ്ഞ് നേരെ ലിഫ്റ്റിന്റെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അവൻ ഇവളെ മനസ്സിലായോ ഇല്ലയോ, എന്തായാലും അവൾക്ക് ഇവനെ കണ്ടപ്പോ തൊട്ട് കാലൊന്നും നിലത്തുറക്കുന്നില്ല. എന്റെ ദൈവമേ, ഞാൻ എന്റെ ക്രഷിന്റെ കൂടെ ലിഫ്റ്റില്, അയ്യോ എനിക്ക് വയ്യാന്നില്ല. അവൾ വളരെ എക്സൈറ്റഡ് ആവുന്നുണ്ട്, നെഞ്ചൊക്കെ പടപട ഇടിക്കുന്നുണ്ട്. കൂടാതെ അടുത്ത് നിന്ന് അവൻ അടിച്ചിരിക്കുന്ന പെർഫ്യൂമിന്റെ സ്മെൽ അവൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവനൊരു ഫോൺ കോൾ. വിളിച്ചിരിക്കുന്നത് അവന്റെ അച്ഛനാണ്. അച്ഛൻ കോളില് കാലക്സ് എന്ന് അവനെ വിളിക്കുമ്പോഴാണ്, അത് നമ്മൾ ഈ ഫോണിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അടുത്ത് നിൽക്കുന്നവർക്കും കേൾക്കാൻ കഴിയുമല്ലോ മറുവശത്തുള്ള ആള് പറയുന്നത്. അതേപോലെ വിളിച്ചിരിക്കുന്ന ആൾ ഇവനെ കാലക്സ് എന്ന് വിളിക്കുന്നത് അടുത്ത് നിന്നിരുന്ന ലൂണ കേൾക്കുന്നുണ്ട്. സത്യം പറഞ്ഞ അപ്പോഴാണ് അവൾക്ക് ഇവന്റെ പേര് മനസ്സിലാവുന്നത്. അച്ഛൻ ഞാൻ ഹോസ്പിറ്റലാ, അച്ഛനെ വിളിക്കാന്ന് പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്യുന്നു. അങ്ങനെ ലിഫ്റ്റ് ഓപ്പൺ ആകുമ്പോ ലൂണയുടെ കൈ നിറയെ സാധനമാണ്. ഒരു ഷോൾഡറിൽ ഹാൻഡ് ബാഗ്, മറ്റൊരു ഷോൾഡറിൽ ഫ്ലാസ്ക്. അവളുടെ ഫ്ലാസ്ക് ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ സ്ലിപ്പ് ആകുമ്പോ അത് കാണുന്ന കാലക്സ് അത് പിടിച്ച് നേരെ വെച്ചു കൊടുത്ത് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോ അവൻ ആ ചെയ്ത പ്രവൃത്തിയുടെ സന്തോഷത്തിലും ഒപ്പം അവന്റെ പേരറിയാൻ പറ്റിയ എക്സൈറ്റ്മെന്റിലുമായിരുന്നു അവള്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്രഷ് അടിച്ച് നടക്കുമ്പോ ആ ക്രഷിന്റെ പേരൊന്നും മനസ്സിലാക്കുമ്പോൾ ലോട്ടറി അടിച്ച സന്തോഷമായിരിക്കും. ചേച്ചിക്ക് ഇതുപോലെ ലോട്ടറി അടിച്ചതായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന കമന്റ് നിരോധിച്ചിരിക്കുന്നു. അങ്ങനെ അവൾ നേരെ സെവി അഡ്മിറ്റ് ആയിരിക്കുന്ന റൂമിലേക്ക് ചെന്ന് അവൻ ആവശ്യപ്പെട്ടതുപോലെ ചിക്കൻ കൊടുക്കുമ്പോ എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്നല്ലോ എന്ന് പറ്റിയൊന്നും വലിയ മൈൻഡില്ല. അവള് കാലക്സിനെ കണ്ട സന്തോഷത്തിലാണ്. വേഗം തന്നെ ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയ തുറന്ന് കാലക്സ് എന്ന് സെർച്ച് ചെയ്യുന്നു. അതിപ്പോ ക്രഷിനെ പറ്റി വലിയ ഡീറ്റെയിൽ ഒന്നും അറിയില്ലെങ്കിൽ പേര് വെച്ച് ആളിനെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗം സോഷ്യൽ മീഡിയയിലെ സെർച്ചിങ് ആണല്ലോ. അവൾ അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോ നീ എന്തെടുക്കുക
എന്തെടുക്കുകയാണെന്ന് സെവി ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് എന്റെ ക്രഷിനെ കണ്ടു. ആക്ച്വലി ഇന്നലെയാണ് ഞാൻ അവനെ കണ്ട് ക്രഷ് അടിച്ചത്. ഇന്നതേ വീണ്ടും ലിഫ്റ്റ് വെച്ച് കണ്ടു. നല്ല ഹാൻസം പയ്യനാ, നല്ല ഹൈറ്റാ, അവന്റെ പേര് കാലക്സ് എന്നാ. ഞാൻ സെർച്ച് ചെയ്യാണെന്ന് പറഞ്ഞ് അവൾ അത് നോക്കിയിട്ടും കിട്ടാതെ വരുമ്പോ ഇവൾക്ക് ഇങ്ങനെ ക്രഷ് ഉണ്ടെന്ന് പറയുമ്പോഴേ സെവിയുടെ മുഖം വാടുന്നത് നമുക്ക് കാണാം. എന്തായാലും തപ്പിയിട്ട് ആളെ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നവൻ ഇനി ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാത്ത ഒരു പയ്യനായിരിക്കും അവൻ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൾക്ക് നിരാശ. ഇല്ലില്ല, ഞാൻ അവനെ തപ്പി കണ്ടുപിടിച്ചിട്ട് അടങ്ങുമെന്ന് പറഞ്ഞ് അവൾ ഇരുന്ന് തപ്പലോട് തപ്പല്. കാലക്സ് എന്ന ആ ഒരു പേരും കൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാനാ? എത്രയോ കാലക്സ് കാണും. ഫുൾ നെയിം ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്യാനേ സെവി ഒരു ഐഡിയ പറയുമ്പോ ഫുൾ നെയിമോ എനിക്ക് എങ്ങനെ അതറിയാനാ? ഞാനിപ്പോ അവനെ കാണുന്നത് തന്നെ രണ്ടാമത്തെ തവണയാ. എനിക്ക് അവന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്ന് അവൾ അങ്ങനെ പറയുന്നു. എന്തായാലും സെവിയെ കണ്ടു കഴിഞ്ഞ് പിന്നീട് അവളുടെ അന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാനായി ബസ് സ്റ്റോപ്പിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിലെ കൂടെയില്ല. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ അവള് വെയിറ്റ് ചെയ്യുമ്പോ ഇപ്പൊ എവിടാ, എന്തെടുക്കാ എന്നൊക്കെ ചോദിച്ച് അമ്മ വിളിക്കുന്നു. എന്തായാലും ഒത്തിരി ലേറ്റ് ആക്കാതെ വാന്നൊക്കെ പറഞ്ഞ് അമ്മ കോള് കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അവൾ ഒരു കാഴ്ച കാണുന്നത്. അവൾ ഇരിക്കുന്ന അതേ ബസ് സ്റ്റോപ്പിലേക്ക് ദേ വരുന്നു കാലക്സ്. അവള് വളരെ എക്സൈറ്റഡ് ആവുന്നു. അവളിങ്ങനെ അവനെ നോട്ടീസ് ചെയ്യുന്നത് അവനും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. ഈ സമയത്ത് അവള് കൊട ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നെടുവീർപ്പിടുമ്പോ സോറി എന്റെ കയ്യിൽ കൊടയില്ലാന്ന് അവനോടാണ് എന്ന് കരുതി അവൻ മറുപടി പറയുമ്പോ അയ്യോ ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണെന്നും പറഞ്ഞ് അവള് പിന്നീട് വേഗം ഫോൺ എടുത്ത് അതിലോട്ട് ആരും വിളിച്ചിട്ടുമില്ല, അവൾ ആരെയും വിളിച്ചിട്ടും ഇല്ലെങ്കിലും ഫോണിലെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെ ആക്ഷൻ കാണിക്കുകയാണ്. അയ്യോ ഞാൻ എന്ത് ചെയ്യാനാ, ഇവിടെ മഴയത്ത് പെട്ടിരിക്കുക, ഞാൻ കഴിച്ചിട്ട് കുറെ നേരമായി, എനിക്ക് നല്ല വിശക്കുകയും ചെയ്യുന്നു, ബോയ് ഫ്രണ്ട് ഇല്ലാത്തതുകൊണ്ട് എന്നെ പിക്ക് ചെയ്യാൻ ആരും ഇല്ല എന്നൊക്കെ അവളിങ്ങനെ അവൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ല എന്ന കാര്യം അവളുടെ അടുത്തിരിക്കുന്ന കാലക്സ് അറിയണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തില് ഇങ്ങനെ വാചകം അടിച്ചോണ്ടേ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞ അവൻ ഇതൊക്കെ നോക്കുന്നുണ്ട്. നോക്കാൻ കാരണം മറ്റൊന്നുമല്ല, അവൾ ഇതൊക്കെ ഫേക്ക് ചെയ്യുകയാണെന്ന് അവൾ ഈ ഫോൺ തിരിച്ചു പിടിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോഴേ അവന് മനസ്സിലാവുന്നു. അവൻ പക്ഷെ അതിനെപ്പറ്റി ഒന്നും അവളോട് പറയുന്നില്ല. അതറിയാതെ വീണ്ടും വീണ്ടും വാചകം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ ഫോണിലേക്ക് മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പൊ തന്നെ സ്ക്രീൻ ഇങ്ങനെ ഓൺ ആവുമല്ലോ. ആ ഒരു ടൈം അവൾ ഒരു കോളിലും അല്ല, ഇതൊക്കെ ഉടായിപ്പാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് സ്ക്രീൻ ഇങ്ങനെ തിരിച്ചും കൂടി പിടിച്ചേക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഇതെല്ലാം മനസ്സിലാക്കി എന്ന് മനസ്സിലാക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ചമ്മല്. എന്തായാലും അവൾ ഈ കാണിച്ച കണ്ട് കാലക്സിന് ചിരി വരുന്നുണ്ട്. അവൾ കാണാതെ ചിരിക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും ചമ്മലും മറച്ചു വെച്ച് അവനോട് സംസാരിക്കാനായി അവൾ ഈ അവസരവും ഉപയോഗിക്കുന്നു. അവൾ വേഗം തന്നെ അവളുടെ ഫ്രണ്ട് സാം പഠിക്കുന്ന കോളേജിന്റെ പേര് പറഞ്ഞിട്ട് അവിടെയാണോ പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ അതെ എന്ന് പറയുന്നു. അവിടെ പല കോഴ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആർക്കിടെക്ചർ സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് അവൻ എന്താണ് പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ നിയമ വിദ്യാർത്ഥിയാണെന്നും 3rd ഇയർ ആണെന്നും പറയുന്നു. എന്തായാലും മഴ ഒന്നുകൂടെ കനക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അവള് തനിക്ക് ഇഷ്ടപ്പെട്ട ആള് വേറെ ആരും അടുത്തില്ലാതെ തന്റെ കൂടെ ഇങ്ങനെ മറ്റൊരു ശല്യവും ഇല്ലാതെ ഇരിക്കുമ്പോൾ ആ മഴയ്ക്ക് ഒന്നുകൂടെ സൗന്ദര്യം കൂടിയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അവിടേക്ക് ബസ് വരുമ്പോ ഈ ബസ്സും കൂടി മിസ്സായ അത് മണ്ടത്തരമാണെന്ന് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ വേഗം ബസ്സിൽ കയറി പോകുന്നു. അങ്ങനെ അവള് പോകുമ്പോ കാലക്സ് അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അടുത്ത ദിവസം തന്റെ ക്ലാസ് കഴിയുമ്പോ കിറയും കൂട്ടി സാം പഠിക്കുന്ന കോളേജിന്റെ അവിടേക്ക് ലൂണ പോകുന്നുണ്ട്. അവിടെ കഫറ്റീരിയ സൈഡിൽ പോയി അവൾ ഇരിക്കുന്ന ടീം ദേ കാലക്സ് വരുന്നെന്ന് കീറ പറയുമ്പോൾ വളരെ ആകാംക്ഷയിൽ ലൂണ തിരിഞ്ഞു നോക്കുന്നു. പക്ഷെ തന്നെ പറ്റിക്കാനായി കീറ പറഞ്ഞതാണെന്ന് അറിയുന്ന ലൂണ അവളോട് എന്തിനിങ്ങനെ പറ്റിക്കുന്നതെന്നൊക്കെ ചോദിച്ചു വഴക്കുണ്ടാക്കുന്നു. കാരണം അവനെ കാണാനായിട്ട് വന്നതാണ്. അപ്പൊ കേട്ടപ്പോ വലിയ ആകാംക്ഷയിൽ തിരിഞ്ഞു നോക്കി ചമ്മയില്ല. അല്പം കഴിഞ്ഞ് ദേ കാലക്സ് വന്നിട്ടുണ്ടെന്ന് കീറ വീണ്ടും പറയുമ്പോൾ മുന്നേ അവൾ പറ്റിച്ചത് കൊണ്ട് തന്നെ ലൂണ ഇത്തവണ വിശ്വസിക്കുന്നില്ല. അവള് നോക്കാതിരിക്കുമ്പോ ഇടി പൊട്ടി നോക്ക്, ചാൻസ് മിസ്സാക്കല്ലേ എന്ന് പറഞ്ഞ് കിറ അവളെ നിർബന്ധിച്ച് നോക്കിക്കുമ്പോഴാണ് ശരിക്കും അവിടെ കാലക്സ് നിൽക്കുന്നത് അവൾ കാണുന്നത്. അവള് വളരെ എക്സൈറ്റഡ് ആവുന്നു. അവൻ എന്ത് ഹാൻസം ആണെന്നൊക്കെ അവൾ ഇങ്ങനെ വായി നോക്കി ഇരിക്കുമ്പോഴാണ് അവന്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടിയെ ലൂണ ശ്രദ്ധിക്കുന്നത്. ആരിവള്, മുന്നേ ഇവന്റെ അടുത്തുണ്ടായിരുന്നല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ, എന്താ ഇവര് തമ്മിലുള്ള റിലേഷൻ എന്നല്ല വല്ലാതെ ദേഷ്യം വരുന്നവൾ കിറയോട് ഇനി അവന്റെ ഗേൾ ഫ്രണ്ട് എങ്ങാണോ ആയിരിക്കുമോ എന്ന സങ്കടത്തോടു കൂടി ചോദിക്കുമ്പോ ഗേൾ ഫ്രണ്ട് ഒന്നും ആവില്ല, ജസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും എന്ന് കിറ പ്രോത്സാഹിപ്പിക്കുന്നു. ആക്ച്വലി ആദ്യമായി കാലക്സിനെ ലൂണ കണ്ടതും കാലക്സിന്റെ കൂടെ അന്ന് സാമിന് ക്രഷ് അടിച്ച അവന്റെ ഫ്രണ്ടും ഉണ്ട്. ഇപ്പൊ സാം ഇവരോട് സംസാരിക്കാനായി വരുമ്പോ ദേ നിന്റെ ക്രഷ് എന്ന് പറഞ്ഞ് കൂട്ടുകാര് കളിയാക്കുമ്പോ അവൾ വീണ്ടും അവനോട് സംസാരിക്കാനായി ചെല്ലുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെ അവനെ ടാർഗറ്റ് ചെയ്യാതെ എന്റെ വീട്ടിൽ ഇന്ന് ഫ്രണ്ട്സിനൊരു പാർട്ടി ഉണ്ട്, നിങ്ങളും ജോയിൻ ചെയ്യുന്നോ, നിങ്ങളുടെ ഗ്രൂപ്പും വേണമെങ്കിൽ വന്നോ എന്ന് പറയുമ്പോൾ അവളുടെ ക്രഷ് കാലക്സിനോട് പോണോ എന്ന് ചോദിക്കുമ്പോൾ ഞാനില്ല എന്ന് കാലക്സ് പറഞ്ഞു ഒഴിയുന്നു. ഇത് മാറിയിരുന്ന ലൂണ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാലക്സ് വരുമോ എന്ന് വലിയ ആകാംക്ഷയിൽ ശ്രദ്ധിച്ചിരുന്ന അവൾക്ക് അവൻ വരില്ല എന്നാണ് പറയുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ നല്ല നിരാശ വരുന്നുണ്ട്. എന്തായാലും
മനസ്സ് മാറിയാല് തീർച്ചയായും വരണമെന്നും പറഞ്ഞ് സാമും അങ്ങ് പോകുന്നുണ്ടെങ്കിലും അന്ന് പാർട്ടിക്ക് കാലക്സ് ഒഴിച്ച് അവന്റെ മറ്റു ഫ്രണ്ട്സ് വരുന്നുണ്ട്. അത് ലൂണയെ വളരെ നിരാശയിലാക്കുന്നു. പക്ഷെ ഇവനെന്താ വരാത്തെന്നൊക്കെ അവള് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോ അങ്ങോട്ടേക്ക് അപ്രതീക്ഷിതമായി അവൻ എത്തുകയാണ്. അങ്ങനെ വളരെ ഹാപ്പി ആവുന്ന അവൾ അന്ന് പാർട്ടിയിലുടനീളം അവനെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശ്രദ്ധിക്കുന്ന കിറ, നീ ഇങ്ങനെ നോക്കിയിരിക്കാതെ എന്തെങ്കിലും ചെന്ന് മിണ്ടാൻ നോക്കെന്ന് പറഞ്ഞ് ലൂണയെ എരിപിരികേറ്റുന്നു. അങ്ങനെ അവൾ സംസാരിക്കാനായി ചെല്ലുന്നതും അവൻ പാർട്ടിയിൽ നിന്ന് തിരിച്ചു പോകാനായി എഴുന്നേൽക്കുന്നതും ഒരേ സമയത്താണ്. എന്താ ഡ്രിങ്ക്സ് ഒന്നും അടിച്ചില്ലേന്ന് അവൾ ചോദിക്കുമ്പോൾ, ഇല്ല ഞാനൊരു ബുക്ക് വായിച്ചിവിടെ ഇരിക്കായിരുന്നു, ഡ്രിങ്ക്സ് ഒന്നും അടിച്ചില്ല എന്ന് അവനും പറയുന്നു. അവൾ ആ സമയത്ത് എന്തൊക്കെയോ അവനോട് സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ എല്ലാത്തിനും വൺ വേർഡിൽ ആൻസർ ഒന്നൊക്കെ ഒറ്റ വാക്കിൽ ഒതുക്കി എന്തൊക്കെയോ പറയാണ്. അവൾക്ക് ഭയങ്കര നിരാശ. അവൾ വേഗം ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ചെന്ന് നോക്ക്, ഞാൻ അവനോട് സംസാരിക്കാൻ നോക്കിയിട്ടും അവൻ എന്നെ ഇഗ്നോർ ചെയ്യുകയാണെന്ന് സങ്കടം പറയുമ്പോൾ കിറ വീണ്ടും സമാധാനിപ്പിക്കുന്നു. അങ്ങനെ എടുപിടിന്നൊക്കെ വലിയ കണക്ഷൻ ഒന്നും ഫോം ചെയ്യാൻ പറ്റുമോ, സമയം എടുക്കും, നീ ട്രൈ ചെയ്യണോന്ന് കിറ സമാധാനിപ്പിക്കുകയാണ്. കാലക്സ് പോവാണെന്ന് അവന്റെ ഫ്രണ്ടിനോട് പറയുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങുന്ന കാര്യം ഫ്രണ്ട് അവനോട് പറയുന്നു. അത് കേൾക്കുന്ന കിറ, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്കാണെങ്കിൽ ലൂണയും വരുന്നുണ്ട്, അവൾക്കും കുറച്ച് സാധനം വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് അവളെ ഉന്തിത്തള്ളി അവന്റെ കൂടെ വിടുന്നു. രണ്ടുപേരും ഒന്നിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ലൂണയ്ക്ക് അത് സന്തോഷമാവും എന്നതുകൊണ്ടാണ് കിറ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരുന്ന വഴി ലൂണ കിറയോട് സംസാരിക്കുന്നു. സ്മോക്ക് ചെയ്യുമോ എന്ന് അവൾ ചോദിക്കുമ്പോൾ, ഞാൻ സ്മോക്ക് ചെയ്യില്ല എന്നവൻ പറയുമ്പോൾ, എന്നിട്ട് സിഗരറ്റ് വാങ്ങുന്ന കണ്ടല്ലോ എന്ന് അവൾ ചോദിക്കുമ്പോൾ, എന്റെ ഫ്രണ്ടിന് വേണ്ടിയാ, സ്മോക്ക് ചെയ്തിട്ടേ ഇല്ലെന്ന് അവൾ ചോദിക്കുമ്പോൾ, ചെയ്തിട്ടുണ്ട് പക്ഷെ ക്വിറ്റ് ചെയ്തു എന്ന് അവൻ പറയുന്ന ടീം. എന്നാ പിന്നെ ഇവൻ ആദ്യം തന്നെ ഇതങ്ങ് ഒറ്റ വരിയായിട്ട് അങ്ങ് പറഞ്ഞാൽ പോരെ, ഇങ്ങനെ ചോദിക്കുമ്പോൾ നുള്ളിപ്പെറുക്കി എന്തിനാ പറയുന്നതെന്ന് അവൾക്ക് വീണ്ടും ഇറിറ്റേഷൻ. കൂടാതെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വലിയ ലോയർ ആവണം എന്നവൻ പറയുമ്പോൾ, എനിക്ക് വലിയ ആർക്കിടെക്ട് ആവണമെന്ന് അവളും പറയുന്നു. എന്തെങ്കിലും അങ്ങനെ സംസാരിച്ച് റോഡ് ക്രോസ് ചെയ്യുന്ന ടീം അവൻ വളരെ കെയർ ആയി തന്നെ അവളെ ശ്രദ്ധിക്കുന്നത് അവൾക്ക് മനസ്സിലാവുന്നു. എന്തെങ്കിലും ആ ടീം അവന്റെ പേരൻസിനെ പറ്റി അവളെ തിരക്കുമ്പോൾ അവര് ഡോക്ടേഴ്സ് ആണെന്ന് പറയുന്നു. ഡോക്ടർമാരുടെ മക്കളെ പൊതുവെ ഡോക്ടേഴ്സ് അല്ല ആവാറ്, നീ പിന്നെന്താ ഈ ലോയറിനെ പോയെന്ന് അവള് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. ഇനി ചോദിച്ചത് അബദ്ധമായോ എന്ന് അവൾ ഒരുമാതിരി ആശങ്കപ്പെടുന്നുണ്ട്. എന്തായാലും ആ ടീം അവൻ അവളോട് നിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു. ഇത്രയും ഇവർ തമ്മിൽ മിണ്ടിയിട്ട് ഇപ്പോഴാണ് അവൻ പേര് ചോദിക്കുന്നത്. അവൾ അവളുടെ ആ ഒരു നീണ്ട പേര് പറയുമ്പോൾ ഇത്രയും വലിയ പേരൊന്ന് അവൻ പോലും അന്തവിടുന്നുണ്ട്. അപ്പോൾ അവള് അത് പറയാൻ പാടായതുകൊണ്ട് എന്നെ നീ ലവ് എന്ന് വിളിച്ചോന്ന് പറയാണ്. അത് കേട്ട് അവൻ ഒരുമാതിരി അവളെ നോക്കുമ്പോ, ഞാൻ തമാശ പറഞ്ഞതാ, എന്റെ പേര് എന്നെ എല്ലാരും ലൂണാന്നാ ഷോർട്ടായി വിളിക്കുന്നത്, അങ്ങനെ വിളിച്ചോന്ന് അവള് പറയുന്നു. അതിനുശേഷം അവന്റെ സോഷ്യൽ മീഡിയ ID അവളുടെ ഫോണിൽ അടിച്ചു കൊടുക്കാനായി പറയുമ്പോൾ അവൻ അത് അടിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അവന്റെ ഫുൾ നെയിം അവൾക്ക് മനസ്സിലാവുന്നു. കൂടാതെ അവൻ അവന്റെ സോഷ്യൽ മീഡിയയില് പേരിന്റെ ഷോർട്ട് ഫോമായി KJ എന്ന് ഇട്ടിട്ടുണ്ട്. ഇത് കാണുന്നവൾ, KJയോ, അത് ലോങ് ആണല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നെ ഷോർട്ടായിട്ട് മൈൻ എന്ന് വിളിക്കട്ടെ, അതായത് എന്റെ, അതിന്റെ ഇംഗ്ലീഷ് വേർഡ് മൈൻ എന്ന് വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും അവൻ ഒരു ഞെട്ടലോടുകൂടി അവളെ നോക്കുന്നു. എന്നിട്ട് നൈസായി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പോകുമ്പോൾ, അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞതാണേന്നും പറഞ്ഞ് അവള് പിറകെ ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്റെ ക്രഷായ കാലക്സിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് അവന്റെ അടുത്ത് നിന്ന് തന്നെ ചോദിച്ചു മനസ്സിലാക്കാനായി ലൂണയ്ക്ക് സാധിച്ചു. അവൾ ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെ ID അവൻ കൊടുക്കുന്ന സമയത്ത് അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ആക്റ്റീവ് ഒന്നും അല്ലാന്ന്. എന്തായാലും ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്യണേന്നും അവൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അടുത്ത ദിവസം അവള് ക്ലാസ്സിൽ ചെന്നിരുന്നിട്ടും ഇവൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാതെ അതിങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുന്നത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ഇവൻ എന്താ എന്റെ റിക്വസ്റ്റ് എടുക്കാത്തെന്നെല്ലാം അവൾ കീറയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാലക്സ് അവളുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു എന്ന നോട്ടിഫിക്കേഷൻ വരുന്നത്. പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആവുന്നു. റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തതിന് താങ്ക് യു എന്ന് പറഞ്ഞു അവൾ മെസ്സേജ് അയക്കുമ്പോൾ അവൻ അതിന് ഓക്കെ എന്നുള്ള രീതിയിൽ റിപ്ലൈ ചെയ്യുമ്പോഴേ അവള് ഭയങ്കര ഹാപ്പി. എന്തായാലും പിന്നീട് അങ്ങോട്ട് അവൻ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞ കണക്ക് തന്നെ അവൻ എപ്പോഴും ഓൺലൈനിലൊന്നുമില്ല, അങ്ങനെ അയക്കുമ്പോൾ ഉടനെ റിപ്ലൈ വരാറില്ല. എന്നാലും അവൾ അങ്ങനെ ചറപറ മെസ്സേജുകൾ അയച്ചുകൊണ്ടേയിരുന്നു. അവൻ ഇടയ്ക്കൊക്കെ അതിന് റിപ്ലൈ അയക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ആകട്ടെ അവനെ കാണിക്കാനായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് അവളുടെ ഒരു പിക്ക് എടുത്ത് സ്റ്റോറി ആക്കുന്നുണ്ട്. അതിന് അവൻ ലൈക്ക് അടിക്കുന്നുണ്ടോ എന്നിങ്ങനെ നോക്കി ഇരിക്കുമ്പോൾ ഒരനക്കോ ഇല്ലാന്ന് കാണുന്ന അവൾ അവന്റെ അക്കൗണ്ട് എടുത്ത് അവൻ ഇട്ടിരിക്കുന്ന സ്റ്റോറിക്ക് അങ്ങോട്ട് ഒരു ലൈക്ക്. ആ നോട്ടിഫിക്കേഷൻ കണ്ടിട്ടാകാം ഇവൾക്ക് തിരിച്ച് അവളുടെ സ്റ്റോറിക്ക് ലൈക്ക് കൊടുക്കുന്നുണ്ട്. അവള് വീണ്ടും ഹാപ്പി. കിട്ടുന്ന സമയമെല്ലാം ഇപ്പോ സോഷ്യൽ മീഡിയയിൽ അവൻ എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കാനേ അവൾക്ക് നേരെ ഉള്ളൂ. സത്യം പറഞ്ഞ മുന്നത്തേനേക്കാൾ അവന്റെ അടുത്ത് നിന്ന് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിപ്പോ അവളിങ്ങനെ മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തി റിപ്ലൈ കിട്ടുന്നുണ്ട് എന്നും പറയാം. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോ പോലും വേറൊരു ലോകത്താണ് ലൂണ ഉള്ളത്. അവള് തനിയിരുന്ന് കാലക്സുമായി ചാറ്റ് ചെയ്യുന്നു. അവളുടെ ഫ്രണ്ട്സ് സംസാരിക്കുന്നതൊന്നും മൈൻഡ് ആക്കുന്നില്ല. ഇതൊക്കെ കാണുമ്പോ സെവി വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. പക്ഷെ അവനതങ്ങനെ പ്രകടിപ്പിക്കാനും കഴിയുന്നില്ലല്ലോ. ഇതേ സമയം ചാറ്റ് ചെയ്യുന്ന ടീം വെനസ്ഡേ ഞാൻ നിങ്ങളുടെ ക്യാമ്പസിൽ വരുന്നുണ്ടെന്ന് കാലക്സ് അവൾക്ക് മെസ്സേജ് അയക്കുന്നു. അത് കാണുമ്പോൾ അവൾ ഒന്നുകൂടെ തുള്ളിച്ചാടി
തുള്ളിച്ചാടുന്നു. അങ്ങനെ വെനസ്ഡേ ആവാനായി അവള് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞ ദിവസം വരുമ്പോ കാലക്സിനെ കാണാനായി അവൾ അവിടെ അവനെ കാത്തിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ കാത്തിരിക്കുകയാണ് എന്ന് തോന്നാതിരിക്കാൻ കുറച്ച് ബുക്കൊക്കെ ഫ്രണ്ടിൽ നിരത്തി വെച്ച് അതൊക്കെ ഇരുന്ന് എഴുതുന്നതും പഠിക്കുന്നതും പോലെയൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ അവൻ തന്നെ കാണുമ്പോ താൻ നല്ല അട്രാക്റ്റീവ് ആയി ഇരിക്കണം എന്നതുകൊണ്ട് ഒന്നിടയ്ക്ക് തന്റെ ഫേസ് നോക്കി ടച്ചപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ച പോലെ നമ്മുടെ കഥാനായകൻ കാലക്സ് എത്തുമ്പോ കാലക്സ് നീയോ എന്ത് ഇവിടെ ഇന്ന് ഒന്നും അറിയാത്ത പോലെ ലൂണ ചോദിക്കുമ്പോ എന്താ മറന്നുപോയോ, ഞാൻ പറഞ്ഞിരുന്നില്ല വെനസ്ഡേ ഇവിടെ വരൂന്ന് അവൻ ചോദിക്കുമ്പോ പറഞ്ഞിരുന്നു അല്ലേ എന്ന് അവളങ്ങ് മറന്നുപോയതുപോലെ അഭിനയിക്കുന്നു. ശരി ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ് ലൂണ അവളുടെ അടുത്ത് അവന്റെ സ്പേസ് കൊടുക്കുന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്ന ടീം നല്ല പെർഫ്യൂമിന്റെ സ്മെല്ലാണല്ലോ എന്ന് ലൂണ പറയുന്ന ടീം അതിന് ഞാൻ ഇന്ന് പെർഫ്യൂം ഒന്നും അടിച്ചില്ലല്ലോ എന്ന് അവൻ ഒരു തമാശ പറയുന്നു. അല്ല എന്താ ഈ വഴി ഇപ്പൊ വന്നേന്ന് അവള് ചോദിക്കുമ്പോ ഞാൻ ഒരാളെ കാണാൻ വന്നതാണെന്ന് അവൻ പറയാണ്. ആരാ എന്നെയാണോ എന്ന് അവൾ ഉടനടി ചോദിക്കുമ്പോ അല്ലല്ല എന്റെ ഫ്രണ്ട്സിനെയാ. പിന്നെ കൂട്ടത്തില് ഇവിടെയുള്ള ലൂണ എന്നൊരു പെൺകുട്ടിയും കൂടി കണ്ട് ഒരു ഹായ് ബൈ പറയാന്ന് കരുതിയെന്നും കൂടി അവൻ കൂട്ടിച്ചേർക്കുമ്പോ അവൾക്ക് ചിരി വരുന്നു. എങ്ങനെ പോകുന്നു പ്രോജക്ട് വർക്ക് ഒക്കെ എന്ന് അവൾ മുന്നിൽ നിരത്തി വെച്ചിരിക്കുന്ന പേപ്പറും ബുക്കും ഒക്കെ കണ്ട് അവൻ ചോദിക്കുമ്പോ അതൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് പറയുന്ന അവൾ അവന്റെ പഠനവിശേഷവും ചോദിക്കുന്നു. അവനും അതിന് മറുപടി പറഞ്ഞു കഴിയുമ്പോ ഇവരുടെ സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് ഇടയ്ക്കിടെ സെവിയുടെ ഫോൺ കോൾ ലൂണയ്ക്ക് വരുന്നുണ്ട്. ലൂണ അതൊക്കെ കണ്ടിട്ടും കട്ട് ചെയ്ത് അവോയ്ഡ് ചെയ്ത് എടുക്കാതെ വിടാണ്. ഇത് കാലക്സും ശ്രദ്ധിക്കുന്നു. അല്ല അച്ഛനും അമ്മയും ഡോക്ടേഴ്സ് ആണെന്നല്ലേ പറഞ്ഞേ, അവരെന്ത് ഡോക്ടേഴ്സ് ആണെന്ന് അവന്റെ കുടുംബ വിശേഷങ്ങൾ അറിയാനേ ലൂണ ചോദിക്കുമ്പോ അച്ഛൻ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ ആണെന്നും അമ്മ ന്യൂറോ സർജൻ ആണെന്നും അവൻ പറയുന്നു. ഈ ഡോക്ടർ ദമ്പതികളുടെ ഒറ്റ മകനാണോ അവൻ എന്ന ചോദ്യത്തിന് അല്ല എനിക്കൊരു സിസ്റ്റർ ഉണ്ട് അവള് മെഡിസിൻ പഠിക്കുകയാണെന്നാണ് അവൻ പറയുന്നത്. ഇത് വീണ്ടും സെവിയുടെ കോള് അവൾക്ക് ദേഷ്യം എന്ന് കട്ട് ചെയ്യുന്നു. അതും കാലക്സ് നോട്ടീസ് ചെയ്യുന്നുണ്ട്. ശരി ഇടയ്ക്കിടയ്ക്ക് ഫോൺ വരുന്നുണ്ടല്ലോ എന്നാ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു അവൻ അവിടെ നിന്ന് സംസാരം നിർത്തി എഴുന്നേറ്റ് പോകാനായി തുടങ്ങുമ്പോ അവന്റെ മുഖത്തും അസൂയ നമുക്ക് കാണാം. അവൾക്കും എന്ത് പെട്ടെന്ന് സംസാരിച്ചതിന്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പോയെന്ന് ഒരു വല്ലായ്മ. വേഗം തന്നെ ഇത്രയും നേരം വിളിച്ച് ശല്യം ചെയ്ത് സെവിയെ തിരിച്ചു വിളിച്ചിട്ട് എന്തിനാണ് വിളിച്ച് ശല്യം ചെയ്തോണ്ടിരുന്നത്, ഞാൻ കട്ട് ചെയ്തപ്പോ എങ്കിലും നിനക്ക് വിളിക്കായിരുന്നോടെ, അതുമല്ല ഞാൻ വെനസ്ഡേ കാലക്സിനെ കാണുമെന്ന് നിനക്കൊക്കെ അറിയാവുന്നല്ലേ പിന്നെ എന്താന്ന് ചോദിച്ചു അവളിങ്ങനെ അവനോട് വായി വന്നതൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞ അവൻ മനഃപൂർവ്വം തന്നെ ഇവരിവിടെ വരും കാണും എന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തത് തന്നെയാണ്. എന്തായാലും ഇപ്പൊ സോഷ്യൽ മീഡിയ അക്കൗണ്ട് അറിയാവുന്നത് കൊണ്ടും അതിൽ അവൻ പോസ്റ്റ് ചെയ്തതൊക്കെ കാണാൻ പറ്റുന്നത് കൊണ്ടും കാലക്സിനെ പറ്റി എപ്പോഴും അതില് ചികഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൂണയുടെ ഹോബിയാണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു പബ്ബിലേക്ക് പോകുമെന്ന ഒരു അപ്ഡേഷൻ ഇട്ടിരിക്കുന്നത് കാണുന്ന ആ സമയം തന്നെ അവളുടെ ഫ്രണ്ട്സിനെ വേഗം കുത്തിപ്പൊക്കി നമ്മൾ പബ്ബിൽ പോയിട്ട് എത്ര നാളെ വാ വേഗം പബ്ബിൽ പോയി എൻജോയ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ പോകാനായി ഇരിക്കുന്ന പബ്ബില് അവൻ ചെല്ലുന്നതിന് മുന്നേ അവിടെ വന്ന് സ്ഥാനം പിടിക്കുന്നു. നോക്കുമ്പോ കാലക്സിന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ കാലക്സിനെ കാണുന്നില്ല. ഇതെന്താ ഫ്രണ്ട്സ് വന്നിട്ടും അവൻ വരാത്തേന്ന് അവൾ ആകെ അപ്സെറ്റ് ആയിരിക്കുമ്പോ അവൻ വരുമ്പോ വരട്ടെ നമുക്ക് അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞ് അവളുടെ ഫ്രണ്ട്സ് അവളെയും കൂട്ടി അവിടെ ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ എൻജോയ് ചെയ്തുകൊണ്ട് ലൂണ നിൽക്കുന്ന സമയം പെട്ടെന്ന് ഫ്രണ്ട്സ് വാഷ്റൂമിൽ പോവാ ഡ്രിങ്ക്സ് കുടിച്ചിട്ട് വരാം എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു അവളുടെ അടുത്തുനിന്ന് മാറി പോവാണ്. ഒടുക്കം അവളുടെ കൂടെ കിറി ഉണ്ടായിരുന്നു. കിറിയും എന്റെ ഒരു ഫ്രണ്ട് അവിടെ നിൽപ്പുണ്ട് സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞ് അവളും ലൂണയുടെ അടുത്ത് നിന്ന് പോകുന്നു. അങ്ങനെ അവൾ അവിടെ തനിയെ നിൽക്കുന്ന സമയം ഒരു പയ്യൻ അവളുടെ അടുത്തേക്ക് എത്തി സംസാരിക്കുന്നു. അവൻ അവൾക്ക് ഡ്രിങ്ക്സ് ഓഫർ ചെയ്ത് അവളോട് ഒരു തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവളും അതൊക്കെ കേട്ട് ചിരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഉണ്ട്. കറക്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു സംസാരം നടക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കാലക്സ് വരുന്നത്. അവൻ വരുമ്പോഴേ കാണുന്നത് ഇവളിങ്ങനെ നിന്ന് വേറൊരു പയ്യന്റെ കൂടെ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്. അത് കണ്ട് അവന് ദേഷ്യം വരുന്നു. അവൻ നോക്കി നിൽക്കുന്നത് കാണുന്ന ലൂണ കാലക്സ് എന്ന് അവനെ ഉറക്കെ വിളിക്കുമ്പോൾ അവൻ മൈൻഡ് ആക്കാതെ തിരിഞ്ഞു പോകുന്നു. ഇവനെന്താ എന്നെ മൈൻഡ് ചെയ്യാതെ പോകുന്നത് എന്ന് ടെൻഷൻ ആകുന്ന അവൾ വേഗം അവന്റെ പിറകെ പോന്നു. അവനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ മൈൻഡ് ആക്കുന്നില്ല. എന്ത് വിളിച്ചിട്ടും മൈൻഡ് ചെയ്യാത്ത എവിടോട്ടാ പിണങ്ങി പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ മൈൻഡ് ആക്കുന്നേ ഇല്ല. വിളിച്ച് അവളുടെ തൊണ്ട പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോഴാണ് ഒരാള് അവൾക്ക് ഡ്രിങ്ക്സ് കൊടുക്കുന്നത്. അവൾ അത് ആ ഒരു സമയം വാങ്ങിക്കുന്നുണ്ട്. അത് കാലക്സ് ശ്രദ്ധിക്കുന്നു. സത്യം പറഞ്ഞാൽ അപ്പോഴേക്കും അവന് കുടിക്കാനായി ഡ്രിങ്ക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ അവൾക്കും വേണ്ടി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവൾ ഇവിടെ വേറൊരാളുടെ കയ്യിൽ നിന്ന് ഡ്രിങ്ക്സ് വാങ്ങുന്നത് കണ്ട് അവന് വീണ്ടും ദേഷ്യം. അത് അവൾക്ക് മനസ്സിലാവുന്നു. ഷുടാ രണ്ടെണ്ണം ഉണ്ടല്ലോ കയ്യില്, ഒരെണ്ണം അപ്പൊ തനിക്ക് തന്നെ എടുത്തതായിരുന്നിരിക്കും, വെറുതെ ഇത് എടുത്തു എന്ന് പറഞ്ഞ് അവൾ വീണ്ടും അവനോട് സംസാരിക്കാനായി പോകുമ്പോ അവൻ വീണ്ടും പിണങ്ങി പോകുന്നു. അവൾക്ക് നല്ല സങ്കടം. അവനെ കാണാനും മിണ്ടാനുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ആയല്ലോ എന്ന് ഓർത്ത് അവൾ കയ്യിൽ കിട്ടിയ ഡ്രിങ്ക്സ് എല്ലാം കുടിച്ച് ആകെ കുഴഞ്ഞു പോകുന്നുണ്ട്. മുന്നോട്ട് നടക്കാനായി നോക്കുമ്പോ ആരുടെയോ ദേഹത്തേക്ക് തട്ടുന്നത് മാത്രം അവൾക്ക് ഓർമ്മയുണ്ട്. പിന്നീട് അവൾക്ക് ബോധം വരുമ്പോഴേക്കും അടുത്ത ദിവസം നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. അവൾ ആരുടെയോ വീട്ടില് ആരുടെയോ കട്ടിലയിൽ ഒരു ലെവലും ഇല്ലാതെ കിടക്കായിരുന്നു എന്ന് മനസ്സിലാക്കുന്നവള് നല്ലവണ്ണം പേടിക്കുന്നുണ്ട്. ആരാ തന്നെ ഇവിടെ കൊണ്ടുവന്നേ, ഇത് ആരുടെ വീടാ എന്നൊന്നും അറിയില്ലല്ലോ. അവൾ പതിയെ എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവിടെ കാലക്സിനെ കാണുന്നത്. അപ്പോ ഇത് അവൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് റെഡി ആവുന്ന തിരക്കിലായിരുന്നു. അവൾ ഇങ്ങനെ അവനെ തന്നെ വായി നോക്കി നിൽക്കുന്നു. അല്ലെങ്കിലേ അവനെ കണ്ട കണ്ണെടുക്കാൻ അവൾക്ക് തോന്നില്ല. പിന്നെ ഇങ്ങനെ ഒരു രീതിയിൽ കണ്ട പിന്നെ പറയണോ. അവളിങ്ങനെ നോക്കുന്നത് കാണുന്നവൻ ഗുഡ് മോർണിംഗ് എന്ന് അവളെ വിഷ് ചെയ്യുമ്പോ അവളും നല്ല നാണം കലർന്ന ചിരിയോടുകൂടി ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. എന്തായാലും തന്റെ ക്രഷ് തന്നോട് നല്ല കെയറിംഗ്
ഫീലിംഗ് ആണ്. അതല്ലേ അവൻ തന്നെ ഇന്നലെ താൻ ഡ്രിങ്ക്സ് അടിച്ചാകെ ഫിറ്റ് ആയപ്പോ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവൾ എന്തായാലും അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഇവരിങ്ങനെയാണ് കണ്ടുമുട്ടിയത്, ഇങ്ങനെയാണ് മിണ്ടി തുടങ്ങിയത് എന്ന ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം വീണ്ടും നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ കാണുമ്പോൾ അച്ഛനും അമ്മയും തങ്ങളുടെ ഓഫീസിലേക്ക് കാലക്സിനെ അവരുടെ ലോയറായി നിയമിച്ചു എന്ന കാര്യം അറിഞ്ഞ് ബഹളം വെക്കുന്ന ലൂണയല്ലേ നമ്മൾ കണ്ടത്. ഇപ്പോഴും അവള് ഈ പറ്റത്തില്ല, അവൻ ഇവിടെ ലോയറായിട്ട് വരാൻ പാടില്ല, അവനായിട്ട് ഒരു കോൺട്രാക്റ്റും വെക്കാൻ പാടില്ല എന്നെല്ലാം അവൾ ഇങ്ങനെ പറയുമ്പോൾ നീ എന്ത് ഈ വട്ട് പറയുന്നത്, അതൊക്കെ എപ്പോഴേ ചെയ്തു കഴിഞ്ഞു, അവൻ നമ്മുടെ ലോയറായിട്ട് ഇങ്ങോട്ട് ചാർജ് എടുക്കാനായി ഓൺ ദ വേ ആണെന്ന് അമ്മ പറയുമ്പോൾ എന്നാ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യുക, എനിക്കൊന്നും പറയാനില്ല, ഞാൻ ഇവിടെ നിന്ന് പോവാ, എനിക്കാരെയും കണ്ട് സംസാരിക്കാനും വയ്യാന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പിണങ്ങി പോകാനായി എഴുന്നേറ്റ് പോകുന്നത് നേരെ ചെന്ന് പെടുന്നത് അങ്ങോട്ടേക്ക് വന്ന കാലക്സിന്റെ മുന്നിലാണ്. അങ്ങനെ മനോഹരമായ പ്രണയത്തിന് ഒരു ബ്രേക്കപ്പ് സംഭവിച്ചിട്ട് പിന്നീട് 10 വർഷങ്ങൾക്ക് ഇപ്പുറം ഇപ്പോഴാണ് അവർ കണ്ടുമുട്ടുന്നത്. മുന്നിൽ നിൽക്കുന്നത് തന്റെ എക്സ് ആണെന്ന ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ കാലക്സ് ഞാനാണ് നിങ്ങളുടെ ഓഫീസിലെ പുതിയ ലോയർ എന്ന് ലൂണയ്ക്ക് ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനായി കൈ നീട്ടുമ്പോൾ അവൾ ആകെ ഞെട്ടല് അവനെ തന്നെ തുറിച്ചു നോക്കി നിൽക്കുകയാണ്. അവളിങ്ങനെ നനഞ്ഞു കുളിച്ച് നിൽക്കുന്നതും കൂടി കാണുമ്പോൾ അവൻ എന്ത് പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവള് ഒന്നുമില്ല എന്ന് പറയുന്നു. ഈ സമയം കാലക്സ് കറക്റ്റ് സമയത്ത് വന്നല്ലോ എന്ന് പുറകിൽ നിന്ന് ലൂണയുടെ അച്ഛൻ സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര പങ്ക്ച്വൽ ആണെന്ന് അവൻ മറുപടിയും കൊടുക്കുന്നു. അങ്ങനെ ലൂണയുടെ അച്ഛനും അമ്മയും കാലക്സും ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായി പോവാണ്. ലൂണയും അത് അറ്റൻഡ് ചെയ്യേണ്ടതാണ്, പക്ഷെ അവൾ വരാതെ ഒഴിഞ്ഞു മാറാനായി നോക്കുമ്പോൾ നീ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു പുതിയ പ്രോജക്റ്റിനെ സംബന്ധിച്ചുള്ള മീറ്റിംഗ്, അതുകൊണ്ട് വായെന്ന് അമ്മ വിളിക്കുമ്പോൾ ശരി ഒന്ന് റെഡി ആയിട്ട് വരാമെന്ന് പറയുന്നു. കാരണം ആളാകെ നനഞ്ഞു നിൽക്കല്ലേ. കൂടാതെ അവൾക്ക് ഈ കാര്യങ്ങൾ പ്രോസസ് ചെയ്യാൻ ഒരു ടൈമും വേണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കഷ്ടപ്പെട്ട് പ്രണയിച്ചിട്ട് കഷ്ടപ്പെട്ട് പുറകെ നടന്ന് പ്രണയിച്ചിട്ട് എന്തോ കാരണം കൊണ്ട് ബ്രേക്കപ്പ് ആയി, അതിനുശേഷം ഒരു വിവരം ഇല്ലാതെ 10 വർഷങ്ങൾക്ക് ഇപ്പുറം ഇങ്ങനെ എടുപിടിന്ന് കണ്ടുമുട്ടുമ്പോൾ ആരായാലും എന്തായാലും ഒന്ന് പകച്ചു പോകും. എന്തായാലും അവൾക്ക് ഈ സമയത്തെല്ലാം അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങൾ ഓർമ്മ വന്ന് അവൾ ആകെ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. ആ സമയത്താണ് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് നമ്മൾ പോകുന്നത്. തന്റെ കൂടെയുള്ള ലൂണയ്ക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കാലക്സ്. ആ ഒരു ടീം ലൂണ ടേബിളിൽ ഇരുന്ന് അവളുടെ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കുകയും ഒപ്പം ഫോണില് നീ എവിടെയാ, നിന്നെ കണ്ടില്ലല്ലോ പബ്ബിന്ന്, എവിടെ പോയി എന്നൊക്കെ ചോദിച്ച് ഫ്രണ്ട്സ് അയച്ചിരിക്കുന്ന മെസ്സേജുകൾക്ക് ഞാൻ കാലക്സിന്റെ കൂടെയാ, അവൻ എന്നെ സേഫ് ആയി കൂട്ടിക്കൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് റിപ്ലൈയും അയക്കുന്നു. അവൾ പതിയെ അവനോട് അല്ല ഞാൻ ഇന്നലെ എങ്ങനെ ഇവിടെ വന്നത്, ആക്ച്വലി ഇന്നലെ എന്താ സംഭവിച്ചത്, സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് അവള് പറയുമ്പോൾ അവൻ ആ ഫ്ലാഷ് ബാക്ക് പറയുന്നു. അതായത് പബ്ബിൽ വെച്ച് അവൻ പിണങ്ങി പോയി എന്നുള്ള സങ്കടത്തില് നല്ലവണ്ണം ഡ്രിങ്ക്സ് അടിച്ച് അവൾ ആകെ ഫിറ്റായി ആരുടെയോ ദേഹത്ത് തട്ടുന്നത് നമ്മൾ കണ്ടിരുന്നില്ല. തട്ടിയത് കാലക്സിന്റെ ദേഹത്ത് തന്നെയായിരുന്നു. അവൻ അവളെ ഈ കോലത്തിൽ കണ്ടിട്ട് അല്ല എന്തിനാ ഇത്രയും ഡ്രിങ്ക്സ് അടിച്ചിരിക്കുന്നത്, നിന്റെ ഫ്രണ്ട്സ് എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് അവളുടെ ഫ്രണ്ട്സ് എവിടെയെന്ന് അറിയില്ല. കാരണം അവരൊക്കെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് അവളുടെ അടുത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നല്ലോ. അവളൊന്നും അറിയാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ അവന്റെ ഫ്രണ്ട്സിനോട് ലൂണയുടെ ഫ്രണ്ട്സിനെ ഇവിടെ എങ്ങാനും കണ്ടോന്ന് ഒന്ന് നോക്കാനായി പറയുന്നു. അവരങ്ങനെ അവിടെയെല്ലാം ലൂണയുടെ ഫ്രണ്ട്സിനെ നോക്കുന്നുണ്ടെങ്കിലും ആരെയും കണ്ടില്ല എന്ന മറുപടിയാണ് പറയുന്നത്. വേറെ വഴിയില്ലാതെ ലൂണയെ കാറിൽ കൊണ്ടുവന്ന് എത്തുന്ന കാലക്സ് നിന്റെ ഫ്രണ്ട്സ് എവിടെയാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, അവരെന്നാലും എന്നെ ഇട്ടിട്ട് പോയല്ലോ എന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന അവന് സത്യം പറഞ്ഞ ചിരി വരുന്നുണ്ട്. എന്തായാലും ഇവളെവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് എന്നത് അവൻ അറിയില്ലെങ്കിലും അവന്റെ കോളേജിൽ പഠിക്കുന്ന സാം, അതായത് ലൂണയുടെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരി എവിടെയാ സ്റ്റേ ചെയ്യുന്നതെന്ന് അവൻ അറിയാമല്ലോ. കാരണം സാമിന്റെ വീട്ടിൽ അന്ന് പാർട്ടിക്ക് കാലക്സ് പോയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാന്ന് കരുതി അവൻ അതിനായിട്ട് അവൾക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കാനായി അവളുടെ അടുത്തേക്ക് നീങ്ങുന്ന ടീം അവൻ കിസ് ചെയ്യാൻ വരികയാണെന്ന് കരുതി അവളിങ്ങനെ ചുണ്ടൊക്കെ വെച്ച് റെഡി ആയിരിപ്പുണ്ട്. അത് കാണുന്ന അവൻ ഞാനേ സീറ്റ് ബെൽറ്റ് ഇടാൻ വന്നതാണെന്ന് അവളോട് പറയുമ്പോൾ അവൾക്ക് വലിയ ഓർമ്മയും ബോധമൊന്നും ഇല്ലെങ്കിലും അപ്പൊ ശരിക്കും നാണം വരുന്നുണ്ട്, ആകെ ചമ്മിയിരിക്കുന്നു. അങ്ങനെ സാമിന്റെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് കോളിംഗ് ബെൽ അടിച്ചിട്ടൊന്നും അവരുടെ ഓരോ അനക്കവും ഇല്ല. ഒരുപക്ഷെ ഡ്രിങ്ക്സ് അടിച്ച് ഓഫ് ആയിട്ടുണ്ടാവാം. അവളാകട്ടെ ഇവന്റെ ദേഹത്തേക്ക് കുഴഞ്ഞും ചേരിഞ്ഞും വീണോണ്ടിരിക്കുകയാണ്. ആ ടീം അവൻ സാമിന്റെ വീടിന്റെ കീ വല്ലതും കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അപ്പോഴും അതിന് ഉത്തരവൊന്നും ഇല്ലാതെ കിസ് ചെയ്യാനായിട്ടുള്ള ത്വരയിലാണ്. അത് കാണുന്നവൻ താക്കോലി വെച്ചാ കിസ് ചെയ്യാണോ വേണ്ടെന്ന് ചോദിച്ചു വീണ്ടും സാമിനെ കിടന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ ഒരനക്കും ഇല്ല. അപ്പത്തേക്കും ലൂണ സാം വേഗം കാത്തുക്ക് തുറക്ക്, എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരുന്നു എന്ന് പറയുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ കാണുമ്പോ ലൂണ ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവളുടെ അടുത്ത് തന്നെ കാലക്സ് എല്ലാം ചെയ്തു കൊടുത്ത് കെയർ ചെയ്ത് കൂടെ നിൽപ്പുണ്ട്. ഇത് സാമിന്റെ ബാത്റൂം പോലെ ഇല്ലല്ലോ എന്ന് ലൂണ പറയുമ്പോ ഇത് സാമിന്റെ വീടും അല്ല, ഇത് എന്റെ വീടാണെന്ന് അവൻ അവളോട് പറയുന്നു. അതിനുശേഷം ഒരുവിധം പിടിച്ച് ബെഡ്റൂമിലേക്ക് അവളെ ഉറക്കാനായി കൊണ്ട് അവൻ ഇരുത്തുന്നുണ്ട്. അവൾ ആ സമയത്തെല്ലാം ഇവനോട് അവൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിൽ ഓരോ കമന്റുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ഡ്രസ്സ് ഊരാനായി തുടങ്ങുമ്പോൾ ഇപ്പൊ ഊരല്ലേ എന്ന് പറഞ്ഞ് അവൻ കബോർഡിൽ നിന്ന് അവന്റെ ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് ഞാൻ പോയ ശേഷം ഇത് ചേഞ്ച് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങിക്കോന്നും പറഞ്ഞു അവൻ അവള് കാണിച്ചു കൂട്ടുന്നൊക്കെ മൈൻഡ് ആക്കാതെ പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങുന്ന ടൈമെല്ലാം കാലക്സ് പോവല്ലേ, ഞാൻ ഒറ്റയ്ക്കാക്കിട്ട് പോവല്ലേ, ഞാൻ നിന്നെ മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവൾ ഇങ്ങനെ ചിടുങ്ങുന്നുണ്ടായിരുന്നു. എന്തായാലും പിന്നീട് ആ ചിടുങ്ങി തന്നെ ഡ്രസ്സ് ഒന്നും ചേഞ്ച് ചെയ്യാതെ അവൾ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇതെല്ലാം കേൾക്കുന്ന അവൾക്ക് ആകെ നാണക്കേട്. അപ്പോ ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ലല്ലേന്ന് അവൾ ഒരുമാതിരി നിരാശയിൽ ചോദിക്കുന്നുണ്ട്. ഞാൻ നീ ഡ്രസ്സ് ചേഞ്ച് ചെയ്തോന്നും പറഞ്ഞ് എന്റെ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടാ പോയത്, പക്ഷെ നീ
ചേഞ്ച് ചെയ്തില്ല, എന്താ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തന്നില്ല എന്നൊരു നിരാശ ഉണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് അവൻ ഇവളുടെ മനസ്സിൽ പറഞ്ഞ പോലെ പറയുമ്പോ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവള് ചമ്മുന്നു. കൂടാതെ ഞാൻ ബാത്റൂമിലൊക്കെ വോമിറ്റ് ചെയ്തില്ലേ, ഞാൻ വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം എന്ന് പറയുമ്പോ വേണ്ട വേണ്ട അതൊക്കെ ഞാൻ ചെയ്തു എന്ന് അവൻ പറയുന്നു. എങ്കിൽ ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകട്ടെ, നീ ഇത്രയും കുക്ക് ചെയ്ത് കഷ്ടപ്പെട്ടല്ലേന്ന് അവള് പറയുമ്പോ വേണ്ട അത് ഞാൻ ചെയ്തോളാന്ന് അവൻ പറയാം. നീ ഇത് കഴിച്ചാൽ മാത്രം മതിയെന്നായിരുന്നു അവളോട് അവൻ ആവശ്യപ്പെടുന്നത്. എന്തെങ്കിലും അവനുണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ചിട്ട് അവൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അതിനുശേഷം ഇവിടെ നിന്ന് പോകാനായി അവന്റെ ഒരു ഹൂഡി എടുത്തിട്ട് റെഡി ആവുന്ന അവൾ അവന്റെ ഫാമിലി ഫോട്ടോ അവിടെ വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുന്നു. ഇവൻ എന്ത് പെർഫെക്റ്റാ, എല്ലാത്തിലും അവനെ മാറ്റി നിർത്താൻ ഒരു സ്കോപ്പും ഇല്ല, അവൻ എന്ത് ഹാൻഡ്സമാ, എത്ര മിടുക്കണ എന്നിങ്ങനെ പല ചിന്തകൾ അവനെ പറ്റി അവളുടെ ഉള്ളിൽ വരുന്നുണ്ട്. എന്തായാലും അവൾ അവിടെ വെച്ചിരുന്ന അവളുടെ ഹാൻഡ് ബാഗ് അവനിപ്പോ കയ്യിലെടുത്ത് കൊടുക്കുന്നു. എന്തായാലും ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിച്ചോ അല്ലെ, സോറി എന്നൊക്കെ അവള് പറയുമ്പോ ഇന്നലെ അത്രയും ഡ്രിങ്ക്സ് അടിച്ചതെന്ന് അവൻ ചോദിക്കുമ്പോ അത് നീ കാരണമാണെന്ന് അവള് പറയുന്നു. ഞാൻ എന്ത് ചെയ്തു എന്ന് അവൻ ചോദിക്കുമ്പോ അല്ല എന്നെ മൈൻഡ് ആക്കാതെ പോയില്ലെന്ന് അവള് ചോദിക്കുമ്പോ അത് പിന്നെ നീ ഒരു പയ്യന്റെ കൂടെ വളരെ ഹാപ്പി ആയി മിണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ അതുകൊണ്ട് ഞാൻ മാറിയതാണെന്ന് അവൻ പറയുന്ന ടീം. ആ പയ്യൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല, എനിക്ക് ഡ്രിങ്ക്സ് ഓഫർ ചെയ്തപ്പോ ഞാനും ജസ്റ്റ് അത് വാങ്ങിച്ച് സംസാരിച്ചു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കാര്യത്തിൽ പോസസീവ് ആയി എന്നത് ഫീൽ ആയതുകൊണ്ടാവാം പെട്ടെന്ന് അവനോട് നമുക്ക് ഡേറ്റ് ചെയ്താലോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ അതിനൊന്നും മിണ്ടുന്നില്ല. എന്നാ ശരി ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് വീണ്ടും കാണാം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങുന്ന ടീം അവൻ ആകെപ്പാടെ നെടുവീർപ്പിടുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ അവൻ അവളെ വളരെയധികം ഇഷ്ടമാണെന്നും പക്ഷെ എന്തുകൊണ്ടോ റിലേഷൻഷിപ്പ് അങ്ങനെ തുടങ്ങാം അല്ലെങ്കിൽ ഒരു ഡേറ്റിന് പോകാം എന്ന രീതിയിൽ ഒരു ടോക്ക് വരുമ്പോ അവൻ വല്ലാതെ അതിന് മടിക്കുന്നുണ്ടെന്നത് തീർച്ച. അങ്ങനെ കാലക്സിന്റെ വീട്ടിൽ നിന്ന് തന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് വരുന്ന ലൂണയാണ്. അവൾ വരുമ്പോഴേ എവിടെ പോയിരുന്നു നീ, ഞങ്ങൾ എത്ര വട്ടം വിളിച്ചെന്നറിയാമോന്നല്ല ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോ ഞാൻ കാലക്സിന്റെ വീട്ടിലായിരുന്നു എന്ന് അവള് പറയുമ്പോ അപ്പൊ നീ ഇട്ടിരിക്കുന്നത് അവന്റെ ഹൂഡിയാണോ എന്ന് ഫ്രണ്ട്സ് ചോദിക്കുന്നു. അതെ, അവൻ ഇന്നലെ ഞാൻ ആകെ ഡ്രിങ്ക്സ് അടിച്ച് ഒരു പരുവത്തിലായപ്പോ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. എന്നെ വളരെ കെയറോട് കൂടി നോക്കി. എനിക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്ത് തന്നു. ഇന്നലെ ഞാൻ അവന്റെ ബാത്റൂമിൽ വോമിറ്റ് ചെയ്യുകയും ചെയ്തു എന്നൊക്കെ അവള് പറയുമ്പോ എനിക്കത് സത്യം പറഞ്ഞാൽ നാണക്കേട് സഹിക്കാൻ വയ്യാന്നും കൂടി അവൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഞങ്ങൾക്ക് തന്നെ നാണക്കേടാവുന്നെന്നും പറഞ്ഞ് ഫ്രണ്ട്സും അവളെ കളിയാക്കുന്നു. അല്ല നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായോ, ഡേറ്റിംഗ് ആരംഭിച്ചോ എന്നൊക്കെ ഫ്രണ്ട്സ് ചോദിക്കുമ്പോ ഇല്ല ആ ഒരു രീതിയിലേക്ക് ഞങ്ങൾ അടുത്തിട്ടില്ല എന്ന് പറയുന്നവൾ കാലക്സ് തന്നോട് വളരെ കാര്യമായിട്ടാ പെരുമാറിയത് എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോ ശരി ശരി പോയി കുളിക്ക് നാറിയിട്ട് വയ്യാന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് അവളെ കളിയാക്കാണ്. അങ്ങനെ അവൾ കുളിക്കാൻ പോകാനായി ഒരുങ്ങുമ്പോഴാണ് കാലക്സിന്റെ മെസ്സേജ് സേഫായി വീട്ടിലെത്തിയോ എന്ന്. അത് കാണുന്ന അവൾ വളരെ ഹാപ്പി ആവുന്നു. വേഗം തന്നെ അതിന് റിപ്ലൈ അയക്കാതെ അവൾ പോയി കുളിച്ച് ഒന്ന് റെഡിയായി വന്നിട്ട് ഫോൺ എടുത്ത് അവന് റിപ്ലൈ അയക്കുന്നുണ്ട്. ഞാൻ വീട്ടിലെത്തി കുളിക്കായിരുന്നു, അതാ റിപ്ലൈ ലേറ്റ് ആയതെന്ന്. അല്ല എന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്നും കൂടി അവൾ അതിന്റെ കൂടെ അയക്കുമ്പോ അവൻ അത് കാണുന്നുണ്ടെങ്കിലും അതിനുള്ള മറുപടി വരുന്നില്ല. അവൻ എന്തെടുക്കാ ബിസി ആയിരിക്കോ, ഇനി ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോയി കാണുമോ എന്നൊക്കെ ചിന്തിക്കുന്ന അവൾ വേഗം അവന്റെ ഫ്രണ്ട്സിന്റെ അക്കൗണ്ട് എടുത്ത് അതിലെ സ്റ്റോറിയൊക്കെ പരിശോധിക്കാനായി തുടങ്ങുന്നു. ആ സമയത്ത് അവന്റെ ഒരു ഫ്രണ്ട് കാലക്സിന്റെ കൂടെ പുറത്തു പോയിരിക്കുന്ന ഒരു സ്റ്റോറി ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് കാലക്സ് എന്നത് ലൂണയ്ക്ക് മനസ്സിലാവുന്നു. പക്ഷെ അതിൽ അവന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുള്ള ആ പെണ്ണിനെയും കാണാം. അവളുടെ പേര് എമി എന്നാണ്. ഇവളെന്താ എപ്പോഴും ഇവന്റെ കൂടെ തന്നെയാണോ എന്ന് അത് കണ്ട് ലൂണയ്ക്ക് ഭയങ്കര കുശുമ്പ്. ലൂണ അടുത്ത ദിവസം കോളേജിൽ ഇരുന്നിട്ട് കുശുമ്പ് സഹിക്കാൻ വയ്യാതെ എമിയുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അതില് കാലക്സിന്റെ കൂടെ ഒരുപാട് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. പഠിക്കുന്ന സമയത്ത് പോലും ഇവളെപ്പോഴും ഇവന്റെ കൂടെ ആണോ, പഠിക്കുന്ന സമയത്ത് അവൾ എന്തിനാ മൊബൈൽ എടുത്ത് ഫോട്ടോ എടുത്തേക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടാതെ ലൂണ കമന്റ് അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സെവിയുടെ വരവ്. എന്താ ഒറ്റയ്ക്കിരുന്ന് പിറുപിറുക്കുന്നേന്ന് അവൻ ചോദിക്കുമ്പോ കാലക്സിന്റെയും എമിയുടെയും ഒന്നിച്ചുള്ള ആ ഒരു പിക്ക് കാണിച്ചിട്ട് എപ്പോഴും രണ്ടും ഒന്നിച്ചാ, ഇവര് തമ്മിൽ വല്ലതും ഉണ്ടോന്നൊക്കെ ഇങ്ങനെ അവള് പിറുപിറുക്കുമ്പോ ഞാനും നീയും ഫ്രണ്ട്സ് അല്ലേ, നമ്മളെപ്പോഴും ഒന്നിച്ചല്ലേ ഉള്ളത് എന്നെല്ലാം പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാനായി സെവി നോക്കുന്നുണ്ടെങ്കിലും ലൂണയ്ക്ക് ഒരു സമാധാനവും ഇല്ല. അല്ല നിനക്ക് അവനെ അത്ര ഇഷ്ടമാണോ എന്ന് ഇവളുടെ ഈ അസൂയ കണ്ട് സെവി ചോദിക്കുമ്പോ നീ ഇപ്പോഴെങ്കിലും അത് ചോദിച്ചല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടം, അവൻ നല്ലൊരു പയ്യനാ. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയപ്പോ അവനാ എന്നെ നോക്കിയത്, ഞാൻ വോമിറ്റ് ചെയ്തപ്പോഴും അവനാ എന്നെ നോക്കിയത്, ഇത്രയും നല്ലൊരു പയ്യനെ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുമെന്ന് അവള് ചോദിക്കുമ്പോ നിന്നെ ആ ഒരു അവസ്ഥയിലും അത്രയും കെയർ ആയിട്ട് അവൻ നോക്കിയെങ്കിൽ നല്ല പയ്യൻ തന്നെ ആയിരിക്കുമെന്ന് സെവിയും പറയുന്നു. അങ്ങനെ ഇവരിവിടെ സംസാരിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കാലക്സ് വരുന്നത്. കാലക്സ് വന്ന പാടെ ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് സെവി എന്ന് പറഞ്ഞ് സെവിയെ കാലക്സിനും ഒപ്പം ഇത് കാലക്സ് എന്ന് പറഞ്ഞ് കാലക്സിനെ സെവിക്കും പരിചയപ്പെടുത്തി ലൂണ കൊടുക്കുമ്പോൾ അവരും ജസ്റ്റ് അങ്ങോട്ട് ഒന്ന് നോക്കി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ശരി ഞാൻ പോട്ടെ കുറച്ച് തിരക്കുണ്ടെന്നും പറഞ്ഞ് ഇവർക്ക് സംസാരിക്കാൻ ഒരു സ്പേസ് ഉണ്ടാക്കി സെവി അവിടെ നിന്ന് പോകുമ്പോൾ ലൂണയുടെ അടുത്തിരുന്നു കൊണ്ട് കാലക്സ് അല്ല നിങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടാണോ എന്ന് സെവിയെ പറ്റി ലൂണയോട് ചോദിക്കുന്നു. പിന്നെ ഞങ്ങള് ഹൈസ്കൂൾ തൊട്ടുള്ള ഫ്രണ്ട്സാ, ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നവൾ അല്ല എന്താ ഈ വഴിക്ക് എന്താ ഫ്രണ്ട്സിനെ കാണാനോ
ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കാനോ വല്ലതും വന്നതാണോ എന്ന് അവള് ചോദിക്കുമ്പോ അല്ല, ഞാൻ നിന്നെ കാണാൻ വന്നതായിരുന്നെന്നാണ് അവന്റെ മറുപടി. എന്നെയോ? എന്നെ എന്തിനാ കാണുന്നതെന്ന് അവള് വളരെ എക്സൈറ്റഡ് ആവുമ്പോ എന്റെ ഹൂഡി നിന്റെ കയ്യിലല്ലേ, അത് നീ ഇതുവരെ തന്നില്ലല്ലോ, മേടിച്ചോണ്ട് പോകാൻ വന്നതാണെന്ന് അവൻ ഓർമ്മിപ്പിക്കുമ്പോ അവൾ അന്ന് അവന്റെ വീട്ടിൽ നിന്ന് പോരാൻ നേരം അവന്റെ ഹൂഡി വാങ്ങിച്ചിട്ടോണ്ടാണല്ലോ വന്നത്, അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഹൂഡി വാങ്ങാനോ? അതിനു വേണ്ടിയാണോ വന്നേന്ന് അവൾക്ക് വലിയ നിരാശ. ഇന്ന് നമുക്ക് ഒന്നിച്ച് ഡിന്നർ കഴിച്ചാലോ? ഞാൻ നല്ല ഒന്നാം തരം കുക്ക, എന്റെ റൂമിൽ വന്നാല് നല്ല ഡിന്നർ ഉണ്ടാക്കി തരാന്ന് അവള് പറയുമ്പോ പിന്നെ നല്ല കുക്കാണോ എന്ന് വിശ്വാസമില്ലാത്തവൻ ചോദിക്കുമ്പോ ആണെന്നേ, ഒന്ന് വാന്ന് അവള് പറയുമ്പോ അവൻ ചെല്ലാൻ റെഡി ആവുന്നു. അങ്ങനെ അവൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് അവനെ വിളിച്ചോണ്ട് പോകുന്നു. പക്ഷെ അവിടെ എത്തിയ പാടെ തന്നെ അവിടെ അവളുടെ കൂടെ താമസിക്കുന്ന കിരയെ ഫോൺ ചെയ്ത് ദേ കാലക്സ് എന്റെ കൂടെ ഇവിടെ ഉണ്ട്, നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരണ്ട, മറ്റു ഫ്രണ്ട്സും ഇങ്ങോട്ട് വരണ്ട എന്നിങ്ങനെ പറയാണ്. ഇതേ സമയം അവൾ ഒരു ആർക്കിടെക്ട് ആയതുകൊണ്ട് തന്നെ അതിന്റെ പല ഡ്രോയിങ്സും അവൾ അവിടെ ചെയ്തു വെച്ച് ബുക്കുണ്ട്. അത് കാണുന്ന കാലക്സ് മനോഹരമായിട്ടുണ്ടല്ലോ, നല്ല ഡിസൈനുകൾ, ഞാൻ ഫ്യൂച്ചറിൽ വീട് വെക്കുമ്പോ നിന്നെ കൊണ്ട് വീട് വെപ്പിക്കാമെന്ന് അവൻ പറയുന്ന ടീം ആണോ, എങ്കിൽ ഞാനത് നല്ല കുറഞ്ഞ റേറ്റിന് ചെയ്തു തരാന്ന് അവളും പറയുന്നു. അങ്ങനെ പിന്നീട് അവൾ കുക്ക് ചെയ്ത് അത് വലിയ കാര്യത്തില് അവന്റെ മുന്നിൽ സെർവ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ അവൻ അവൾക്കും കൂടി വിളമ്പി കൊടുത്ത ശേഷമാണ് അത് ടേസ്റ്റ് ചെയ്യുന്നത്. കുഴപ്പമില്ലാന്ന് അവൻ പറയുമ്പോ അത്രേ ഉള്ളോ, പക്ഷെ ഞാൻ ഈ ഡിഷ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായി, എന്റെ ബെസ്റ്റ് ഇതാണെന്നാ എല്ലാരും പറയാറുള്ളതെന്ന് അവള് പറയുമ്പോ കുഴപ്പമില്ല, നല്ലതാണെന്ന് അവനും പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ലോയർ ആവാൻ പഠിക്കല്ലേ, ക്രിമിനൽ ലോയർ ആവോ അതോ കോർപ്പറേറ്റ് ലോയർ ആകുമോ എന്ന് അവള് ചോദിക്കുമ്പോ എനിക്ക് രണ്ട് ഫീൽഡും ഇഷ്ടമാണെന്ന് അവൻ പറയുന്നു. രണ്ടും ഇങ്ങനെ പറ്റും, ഒരെണ്ണം പറയാനേ അവള് പറയുമ്പോ എനിക്ക് ക്രിമിനൽ ലോയർ ആവാനാ താല്പര്യമെന്ന് അവൻ പറയുന്നു. ശരി, ഇനി ഞാൻ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കട്ടെ, പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അവള് ചോദിക്കുമ്പോ പാസ്റ്റില് ഉണ്ട്, പക്ഷെ അങ്ങനെ സീരിയസ് ആയിട്ട് ഒന്നും ഇല്ലാന്ന് അവൻ പറയുന്ന ടീം എമിയെ ക്രഷ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. തനിക്ക് ആരോടും ഇപ്പൊ ക്രഷ് ഇല്ലാന്ന് അവൻ പറയുമ്പോ അധികം വൈകാതെ എന്തായാലും നീ കമ്മിറ്റഡ് ആവുന്ന എന്റെ മനസ്സ് പറയുന്നതെന്ന് അവൾ അവളുടെ കാര്യം വെച്ച് പറയുമ്പോ അവന്റെ മുഖം പെട്ടെന്ന് വാടുന്നു. അവളിങ്ങനെ വീണ്ടും വീണ്ടും റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ പറയുന്നത് അവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ മതി, എന്റെ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞ് പോകാനായി എഴുന്നേൽക്കുമ്പോ കാലിക്സ് എവിടെ പോവാ, എന്താ ഇങ്ങനെ പോകുന്നേ എന്നൊക്കെ ചോദിച്ച് അവളിങ്ങനെ സംസാരിക്കുമ്പോ അവൻ നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അവൻ അങ്ങനെ പോയത് അവളെ വല്ലാതെ സങ്കടപ്പെടുത്തി. കാരണം അവന്റെ കൂടെ കുറച്ച് ഹാപ്പി ടൈം സ്പെൻഡ് ചെയ്യാന്ന് കരുതിയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എന്തായാലും അടുത്ത ദിവസം അവനെ കാണാനായി അവന്റെ കോളേജ് അവന്റെ കാഫറ്റീരിയയുടെ അവിടെ പോകുന്നു. ഇവരെപ്പോഴും കാണാറുള്ള ഒരു സാമിന്റെ കോളേജിന്റെ അവിടെ സാമിനോടും കിരയോടും എന്നാലും കാലിക്സ് എന്താ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് അവള് പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് കാലിക്സും കൂട്ടുകാരും വരുന്നുണ്ട്. അവന്റെ കൂടെ അപ്പോഴും ഏമിയുണ്ട്. ഈ ടീം അവനെ കാണുമ്പോ ഇവള് പെട്ടെന്ന് മുഖം പൊത്തിയിരിക്കുകയാണ്. നീ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടാല അവൻ വല്ലതും വിചാരിക്കാം എന്നിത് കണ്ട് സാം പറയുമ്പോ ഞാൻ അവനെ കാണാനാ വന്നതെന്ന് അവൻ വിചാരിച്ചാലോ, അങ്ങനെ വിചാരിക്കണ്ട, അതിനു വേണ്ടിയാ ഞാൻ ഇങ്ങനെ ഇരുന്നത്, എന്നാലും അവൻ ഇനി എന്നോട് മിണ്ടുവോ, എന്തിനാ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ അവള് വീണ്ടും അവിടെ നിന്ന് സങ്കടപ്പെടുമ്പോ കാലിക്സിനെ ഒരുപാട് പെൺകുട്ടികൾ ക്രഷ് അടിച്ച് നടപ്പുണ്ട്, നീ വേഗം ചെന്ന് സംസാരിച്ച് നിന്റെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ നോക്കുന്നൊക്കെ സാം ഉപദേശിക്കുന്നു. ഇതേ സമയം എന്തോ ഫുഡ് വാങ്ങാനായി കാലിക്സ് എഴുന്നേറ്റ് പോകുന്നത് കാണുന്ന ഫ്രണ്ട്സ് ലൂണയെ പിറകെ പറഞ്ഞുവിടാണ്. അങ്ങനെ ലൂണ അവന്റെ അടുത്തേക്ക് സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിലും അവൾക്ക് പെട്ടെന്ന് ഒരു മടി, അതുകൊണ്ട് വേണ്ടാന്ന് കരുതി തിരിഞ്ഞു പോകാനായി ഒരുങ്ങുന്നത് അവൻ കാണുന്നു. നീ എന്ത് ഇവിടെയെന്ന് അവൻ ചോദിക്കുമ്പോ അത് പിന്നെ ഞാൻ സാമിനെ കാണാൻ വന്നതാണെന്ന് ലൂണ പറയുമ്പോ ഓക്കേ, പക്ഷെ എന്താ ഇവിടെയെന്ന് ഈ കാഫറ്റീരിയയുടെ ഈ ഭാഗത്ത് വന്ന് നിൽക്കുന്നതിനെ പറ്റി അവൻ ചോദിക്കുമ്പോ അത് പിന്നെ ഞാൻ ഈ വെള്ളം ഇത് വാങ്ങാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞ് അവളൊരു വെള്ളം കുപ്പി എടുക്കുമ്പോ ആണോ, എന്നിട്ട് നീ ഇരുന്ന ടേബിളില് ഇഷ്ടംപോലെ വെള്ളം കുപ്പി ഉണ്ടല്ലോ എന്ന് അവൻ പറയുന്ന ടീം അവള് നന്നായി ഒന്ന് ചമ്മുന്നുണ്ടെങ്കിലും അത് ഞാൻ നല്ല എരിവുള്ള ഫുഡാ കഴിച്ചത്, അപ്പൊ എനിക്ക് ഭയങ്കര ദാഹം എന്നും പറഞ്ഞ് അവളത് വാങ്ങുന്നതായൊക്കെ അഭിനയിക്കുമ്പോ അവന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അവനെ കാണാനായിട്ടും അവനോട് മിണ്ടാനായിട്ടും അവൾ ഇവിടെ വന്നതാണ്, പക്ഷെ കള്ളം പറയുന്നതാണെന്ന്. അവള് തിരിച്ച് ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ഞാൻ ഇനി അവനോട് എമിയെ പറ്റി ഒന്നും ചോദിക്കാൻ പോകുന്നില്ല, ശരിയാവില്ല എന്നൊക്കെ അവൻ ഇങ്ങനെ പെട്ടെന്ന് പെരുമാറിയതിന്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അവളുടെ ഫ്രണ്ട്സ് മിണ്ടായിരിക്കുന്നൊക്കെ ആക്ഷൻ കാണിക്കുന്നു. എന്താണെന്ന് അറിയാനേ അവള് നോക്കുമ്പോഴാണ് കാലിക്സ് അടുത്ത് നിൽക്കുന്നത് കാണുന്നത്. അല്ല, വെള്ളം വാങ്ങാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് വെള്ളം എടുക്കാതെ പോയാൽ എങ്ങനെയാണെന്ന് പറഞ്ഞ് വെള്ളം കുപ്പി അവൻ അവൾക്ക് കൊടുക്കുന്നു. അവളും അത് വാങ്ങിച്ചു വെച്ച് കഴിയുമ്പോൾ അവൻ ഞാൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് ചോദിച്ച് അവളുടെ അടുത്തുള്ള സീറ്റിൽ ഇരിക്കാനായി പെർമിഷൻ ചോദിക്കുമ്പോൾ പിന്നെ ഇരിക്കുന്നു പറഞ്ഞ് ഫ്രണ്ട്സിനും ഭയങ്കര സന്തോഷം. കൂടാതെ ഞങ്ങൾക്ക് ഇത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഇവർക്ക് സംസാരിക്കാൻ വേണ്ടി മാറിക്കൊടുക്കുന്നു. അവൻ ഇവിടെ അടുത്ത് വന്നിരുന്നതൊക്കെ ലൂണയെ ഭയങ്കര സന്തോഷിപ്പിച്ചു. അവൾ അല്ല നിന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഇരിക്കുമ്പോൾ നീ ഇവിടെ ഇരുന്ന അവര് വല്ലതും വിചാരിക്കില്ലെന്ന് ചോദിക്കുന്ന ടീം ഇല്ല അവര് ഞാനില്ലാതെ കഴിച്ചോളൂ എന്ന് കാലിക്സ് പറയുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് ഇവൻ ഇവിടെ ഇരിക്കുന്നത് കണ്ട് എമി വരുന്നു. ഫുഡ് കഴിക്കാൻ വരുന്നില്ലേന്ന് അവള് ചോദിക്കുമ്പോ ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാന്ന് അവൻ പറയാണ്. ശരി, മനസ്സ് മാറുവാണെങ്കിൽ അവിടെ വാ എന്ന് പറഞ്ഞ് എമി പോകുന്ന ടീമെല്ലാം എമിയെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലൂണ. അത് കാണുന്ന കാലിക്സ് ഇങ്ങനെ നോക്കിയാല് അവള് ദഹിച്ചു പോകുന്നു പറയുമ്പോ ലൂണ ആകെ ചമ്മിപ്പോന്നു. ആര് നോക്കി? ഞാനൊന്നും നോക്കിയില്ല, അങ്ങനെ തോന്നിയോന്ന് അവള് ചോദിക്കുമ്പോ തോന്നി. അല്ല നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചറപറ ക്വസ്റ്റ്യൻ ചോദിക്കുന്നേന്ന് അവൻ ചോദിക്കുമ്പോ അത് പിന്നെ നിന്നെ പറ്റി അറിയാനായിട്ടാണെന്ന് അവള് പറയുന്നു. അല്ല ഇന്നലെ ഞാൻ റിലേഷൻഷിപ്പിനെ പറ്റി ചോദിച്ചപ്പോ എന്താ അങ്ങനെ പറഞ്ഞത്?
അവള് ചോദിക്കുമ്പോ അതിനെപ്പറ്റി പിന്നെ സംസാരിക്കാന്ന് പറയുന്നവൻ നമുക്കിന്ന് ഒന്നിച്ച് ഡിന്നറിന് പോയാലോ, ക്ലാസ് കഴിഞ്ഞ് ഒരു നല്ല ഹോട്ടലിൽ ഡിന്നറിന് പോവാം, ഞാൻ നിന്നെ ക്ലാസ്സിന്റെ അവിടെ പിക്ക് ചെയ്യാൻ വരാന്ന് അവൻ പറയുമ്പോ അവള് വളരെ ഹാപ്പി. അങ്ങനെ അന്ന് ക്ലാസ് കഴിയുന്ന സമയം കിരയുടെ അടുത്ത് ലൂണ എന്റെ കണ്ണൊക്കെ ഒന്ന് നന്നായി എഴുതിത്താ, ഞാൻ കാലക്സിന്റെ കൂടെ ഡിന്നറിന് പുറത്ത് പോവാ എന്നൊക്കെ പറയുമ്പോ അവൻ ആളത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല, എന്തോ ഒരു ദുരൂഹതയുള്ള പോലെ. ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കുന്നില്ല കിര ലൂണയെ ഉപദേശിക്കുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് കാലക്സ് ഇങ്ങോട്ടേക്ക് പിക്ക് ചെയ്യാൻ വരാമെന്നല്ല അവൻ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോ വിളിച്ചിട്ട് അവൻ പറയുന്ന റെസ്റ്റോറന്റിലേക്ക് വരാനായി ലൂണയോട് പറയുന്നു. അവന് വേറൊരാളെ പിക്ക് ചെയ്യാനുള്ളതുകൊണ്ട് അവളെ പിക്ക് ചെയ്യാൻ വരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അവളും വരാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഭയങ്കര നിരാശയിലാവുന്നു. കാരണം കാലക്സിന്റെ കൂടെ കുറച്ച് ടൈം ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യാം എന്നാണ് അവൾ കരുതിയത്. ഇതിപ്പോ അവൻ വേറെ ആരെയോ പിക്ക് ചെയ്യാൻ പോയി എന്ന് മനസ്സിലാക്കുമ്പോ ഇവരല്ലാതെ വേറെ ആരോ കൂടി അങ്ങോട്ട് വരുന്നുണ്ട് എന്നതല്ല അതിന്റെ അർത്ഥം. എന്നാലും അത് ആരായിരിക്കും എന്ന് അവളിങ്ങനെ ആലോചിക്കുമ്പോ അവന്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കും. എപ്പോഴും അവന്റെ കൂടെ ഫ്രണ്ട്സ് അല്ലേ ഉള്ളതെന്ന് കിരയും പറയുന്നു. എന്തായാലും കാലക്സ് പറഞ്ഞ റെസ്റ്റോറന്റിലേക്ക് ലൂണ വന്നിരുന്ന് കുറെ കഴിഞ്ഞാണ് കാലക്സ് വരുന്നത്. ഷെടാ എത്ര നേരായിരുന്നെല്ലാം അവളിങ്ങനെ ബോറടിച്ചിരിക്കുമ്പോ അവൻ ഒരു കൊച്ചു ചേർക്കനുമായി അങ്ങോട്ടേക്ക് വരുന്നത് കാണുമ്പോ അവള് വളരെ ഹാപ്പി ആവുന്നു. ആ കൊച്ചു പയ്യന്റെ പേര് കിയോ എന്നാണ്. കിയോ കാലക്സിന്റെ ബ്രദർ ആണെന്നാണ് അവൻ പരിചയപ്പെടുത്തുന്നത്. എന്തായാലും ആ പയ്യൻ മെയിൻ കോഴ്സ് ഒന്നും കഴിക്കാതെ അവന് വല്ല ഡെസേർട്ട് വല്ലതും മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഫുഡ് കഴിച്ചാലേ അതിനുശേഷം ഡെസേർട്ട് വാങ്ങിച്ചു തരുമെന്ന് കാലക്സ് പറയുന്നതിനും അത് ആദ്യം കൊടുത്തൂടെ, എന്തിനാ വെറുതെ, കൊച്ചല്ലേ എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെയൊക്കെയുള്ള ശീലങ്ങളാ കൊച്ചു പിള്ളേരെ സ്പോയിൽ ചെയ്യുന്നത്, ഫുഡ് കഴിച്ചാൽ ഞാൻ അവനത് കൊടുക്കൂല്ലോ എന്ന് പറഞ്ഞ് കാലക്സ് ഒരുവിധം കിയോയെ സമാധാനിപ്പിച്ച് ഫുഡൊക്കെ കഴിപ്പിച്ചോണ്ടിരിക്കുന്ന ടീമാണ് അങ്ങോട്ടേക്ക് വെയിട്രസ് വരുന്നത്. പുള്ളിക്കാരി സെർവ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇതാരാ, മകനാണോ എന്ന് കാലക്സിനോട് ചോദിക്കുമ്പോ അല്ല എന്റെ ബ്രദർ ആണെന്ന് കാലക്സ് പറയുന്നു. ഈ സമയം ഇത് കേൾക്കുന്ന ലൂണയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവരെന്തോന്ന് സംസാരിക്കുന്നു. പിന്നെ കാലക്സിനെ കണ്ട ഇങ്ങനെ ഒരു പയ്യനുണ്ടെന്ന് തോന്നുന്നില്ല അവള് പുറത്തോണ്ടിരിക്കുമ്പോ നിങ്ങളും ഗേൾ ഫ്രണ്ടും നല്ല പെയറാ, നല്ല ക്യൂട്ട് ആയിട്ടുണ്ടെന്ന് വെയിട്രസ് കമന്റ് അടിച്ചിട്ട് പോകുന്നു. ഇത് കേൾക്കുമ്പോ അത്രയും നേരം അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ലൂണയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. കാലക്സ് ആണെങ്കിലും ഇതെന്റെ ഗേൾ ഫ്രണ്ട് അല്ല എന്നൊന്നും തിരുത്താനും പോയില്ല. അത് മനസ്സിലാക്കുന്ന അവൾ നമ്മൾ നല്ല ക്യൂട്ടാണെന്നല്ല അവര് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും വിവാഹം കഴിച്ചാൽ നല്ല ക്യൂട്ട് പിള്ളേരുണ്ടാവുമെന്നും അവള് പറയുന്ന ടീം മതി ജോക്ക് നിർത്തിയിട്ട് ഫുഡ് കഴിക്കാൻ നോക്കെന്ന് അവൻ അവളോട് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും റെസ്റ്റോറന്റിൽ നിന്ന് തിരിച്ചു വരുന്ന ടീം അനിയനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് കാലക്സ് ലൂണയും കൂട്ടിക്കൊണ്ട് പോവാണ്. എന്റെ അനിയന് നിന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് കാലക്സ് പറയുമ്പോ എനിക്കും കിയോയെ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് അവളും പറയുന്നു. ആ സമയം എന്റെ അനിയനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് അവൻ പറയുമ്പോ അങ്ങനെയാണെങ്കിൽ എന്തിനിങ്ങനെ തനിയെ സ്റ്റേ ചെയ്യുന്നത്, വീട്ടിൽ പോയി നിന്നൂടെ എന്ന് അവൾ ചോദിക്കുന്ന ടീം ഫ്രീഡം ഇല്ല അവിടെ, അമ്മയും അച്ഛനും എപ്പോഴും അവരുടെ കാര്യങ്ങളിൽ ബിസിയാ, എന്റെ ചേച്ചിയും സ്റ്റഡീസിൽ ബിസിയാ, ഞാനും എന്റെ അനിയനും മാത്രമാണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് അവിടെ പോയി നിന്നാ എനിക്കിപ്പോ ഞാൻ എൻജോയ് ചെയ്യുന്ന ഫ്രീഡം നഷ്ടാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫ്രീ ടീം കിട്ടുമ്പോ അവനെ കൂട്ടിക്കൊണ്ട് വന്ന് ഹാപ്പി ആക്കാറുണ്ടെന്നല്ല കാലക്സ് പറയുന്നത് കേട്ടോണ്ടിരിക്കുന്ന ലൂണ അപ്പോഴത്തെ ആരോ മൊമെന്റിൽ അവനോട് തുറന്നു പറയാണ് കാലക്സ് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. അത് കേൾക്കുന്ന അവൻ ഒന്നും ഇടാതെ അവളെ നോക്കുന്നത് മാത്രമേ ഇപ്പൊ നമ്മൾ കാണുന്നുള്ളൂ. ശേഷം എന്ത് സംഭവിച്ചു എന്നതിലേക്ക് കടക്കും മുന്നേ ഈ ഫ്ലാഷ് ബാക്കിന് ഒരു കുട്ടി ബ്രേക്ക്. വീണ്ടും ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ മീറ്റിംഗിന് ശേഷം ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാനായി ഇരിക്കുന്ന കാലക്സിനെയും ലൂണയും ലൂണയുടെ പേരൻസിനെയുമാണ് നമ്മൾ കാണുന്നത്. കാലക്സിനെ പറ്റി വളരെ പ്രശംസിച്ച് അവളുടെ പേരൻസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾ വേറെ ഒന്നും ചെയ്യാൻ വഴിയില്ലാതെ മുന്നിലിരുന്ന ഫുഡില് സ്പൂണും ഫോർക്കും വെച്ച് കുത്തി കുത്തി കലിപ്പ് തീർത്തോണ്ടിരിക്കുന്നത് കണ്ട അമ്മ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും കാലക്സിന് മനസ്സിലാവുന്നുണ്ട് അവൾ ആ പ്ലേറ്റിലുള്ളത് ഞാനാണെന്ന് വിചാരിച്ചിട്ടാണ് ഇമാതിരി കുത്തുന്നതെന്ന്. എന്തായാലും ഇനി നമ്മുടെ മുന്നോട്ടുള്ള പ്രോജക്റ്റിന്റെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഒന്നിച്ചാ വർക്ക് ചെയ്യേണ്ടത്. നല്ലൊരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന്, കമ്പനിയുടെ നല്ലതിനു വേണ്ടി ഒരേ മനസ്സോടെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നെല്ലാം ആ ഒരു കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ ലൂണയുടെ അച്ഛൻ ഒഫീഷ്യലായി സംസാരിക്കുമ്പോൾ അതേന്നും പറഞ്ഞ് കാലക്സും ലൂണയും ഒരുമാതിരി ഇരിക്കുകയാണ്. അങ്ങനെ പിന്നീട് ലൂണയുടെ ഫ്രണ്ട്സ് അവളെ കാണാനായി വരുന്നത് നമ്മൾ കാണുമ്പോൾ അന്ന് ആ പഠന സമയത്ത് തുടങ്ങിയ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. കാലക്സിനെ ഇപ്പൊ കണ്ട കാര്യവും അവൻ തങ്ങളുടെ കമ്പനിയിൽ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ വന്ന കാര്യവും അവനെ അച്ഛനും അമ്മയ്ക്കും വല്ലാതെ ബോധിച്ച കാര്യവും ഒക്കെ പറഞ്ഞ് ലൂണ ആകെ ഇറിറ്റേറ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇനി വീണ്ടും ഒന്നുകൂടെ തുടങ്ങിക്കൂടെ, സ്റ്റഡീസിന്റെ കാര്യത്തിന് വേണ്ടി ബ്രേക്കപ്പ് ചെയ്തതല്ലേ രണ്ടുപേരും, ഇപ്പൊ സ്റ്റഡീസും കഴിഞ്ഞു രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്, എങ്കിലും ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലതെന്നെല്ലാം ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ എന്താ നടന്നതെന്ന് ഡീറ്റെയിൽഡ് ആയി അറിയില്ല, ഞാൻ പറയാത്ത ചില കാര്യങ്ങളുണ്ട്, എന്തായാലും എനിക്ക് അവനുമായി ഇനി ഒന്നിച്ച് പോകാൻ പറ്റില്ല എന്ന് അവള് പറയുന്ന സമയത്താണ് ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. ഡിന്നർ കഴിഞ്ഞ് ഒന്നിച്ച് വരുന്ന സമയത്ത് കാലക്സിനോട് തനിക്ക് അവനെ ഇഷ്ടമാണെന്ന് ലൂണ പറഞ്ഞ ടീം അവൻ ഒന്നും മിണ്ടിയില്ല. അത് വല്ലാത്തൊരു മുഖഭാവത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ട് വല്ലായ്മ വരുന്ന അവൾ ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാണെന്ന് പറയുന്നു. കൂടാതെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വീണ്ടും കുറച്ചു നേരം കൂടി മിണ്ടിയും പറഞ്ഞിരിക്കാന്നൊക്കെ അവൾ വിചാരിച്ചു
വിചാരിച്ചതാണ്. പക്ഷെ ഇപ്പൊ ഇവന്റെ ഈ മുഖഭാവം കാണുമ്പോൾ അവൾ പെട്ടെന്ന് പോവാനായി ആഗ്രഹിക്കുന്നു. ശരി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പോട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ അവളുടെ മുഖത്തുണ്ടായിരുന്ന വിഷമം അവനും മനസ്സിലാവുന്നു. എന്തായാലും ഇതൊക്കെയാണ് ഡിന്നറിന് പോയപ്പോൾ നടന്നതെന്ന് അവൾ പിന്നീട് ഫ്രണ്ട്സിനെ കണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് പോലും മനസ്സിലാവുന്നില്ല എന്നെല്ലാം അവൾ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട്സ് അവളെ സമാധാനിപ്പിച്ചിട്ട് ഓരോരുത്തർ ഓരോ ആവശ്യങ്ങൾക്ക് പോകുന്നു. ഇപ്പൊ കിറ മാത്രമേ ഉള്ളൂ ലൂണയുടെ കൂടെ. ലൂണ വീണ്ടും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എമിയുടെ കൂടെ പഠിക്കാൻ പോയിരിക്കുക കാലക്സ്. അവൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം ഞങ്ങൾ ഒന്നിച്ച് പഠിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു എന്നെല്ലാം അവൾ ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ കിറ അവളുടെ ഫോണിൽ എന്തോ ഒന്ന് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു കള്ള ലക്ഷണം കാണാം, എന്താണെന്ന് അറിയില്ല. പക്ഷെ അധികം വൈകാതെ ലൂണയുടെ മൊബൈലിലേക്ക് കാലക്സിന്റെ മെസ്സേജ് വരുന്നു, നാളെ നമുക്ക് നിന്റെ റൂമിൽ ഒന്നിച്ച് പഠിച്ചാലോ എന്ന്. അത് കേൾക്കുമ്പോൾ അവള് ഭയങ്കര ഹാപ്പി. അങ്ങനെ അടുത്ത ദിവസം ലൂണ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് കമ്പൈൻ സ്റ്റഡി ചെയ്യാനായി കാലക്സ് വരുന്നു. കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ പഠിക്കുന്നവരാണെങ്കിലും ഒന്നിച്ചിരുന്ന് അവർ പഠിക്കാനായി തീരുമാനിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ച് പഠിക്കാനായി ഇരിക്കുന്ന സമയം ലൂണയുടെ കണ്ണ് ബുക്കിലേ അല്ല ഓപ്പോസിറ്റ് ഇരിക്കുന്ന കാലക്സിലാണ്. അത് അവനും ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ അവൾ ഒരു വീടിന്റെ ഡിസൈൻ കാട്ടിക്കൊടുക്കുന്നു. അത് അവള് തന്നെ തയ്യാറാക്കിയതാണ്. കൂടാതെ ഇതാണ് തന്റെ ഡ്രീം ഹൗസ് എന്നും താൻ വലിയൊരു ആർക്കിടെക്റ്റ് ആയി മാറിയ ശേഷം ഇതേ കണക്കൊരു വീട് കാശ് ചേർത്ത് വെച്ച് ഉണ്ടാക്കുമെന്നും തന്റെ പേരൻസിനെ പ്രൗഡ് ആക്കുമെന്നും അവരുടെ ആഗ്രഹം പോലെ നല്ലൊരു ആർക്കിടെക്റ്റ് ആയി മാറുമെന്നും എല്ലാം അവൾ പറയുമ്പോൾ നിന്റെ ഡ്രീംസ് നിന്റെ പേരൻസിന്റെ ഡ്രീമുമായി മാച്ച് ആവുന്നുണ്ടല്ലോ, വളരെ നല്ല കാര്യം. പക്ഷെ എന്റെ കാര്യം എങ്ങനെയല്ല. എന്റെ അമ്മയ്ക്കൊക്കെ ഞാനൊരു ഡോക്ടർ ആവുന്നതായിരുന്നു ആഗ്രഹം. അപ്പൊ നീ ലോയർ ആവുന്നത് അമ്മയ്ക്ക് താല്പര്യം ഇല്ലേ എന്ന് ലൂണ ചോദിക്കുമ്പോൾ ഇല്ല, അതുകൊണ്ട് തന്നെ അമ്മ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു ലോ പഠിക്കുന്ന ഏതെങ്കിലും ഒരു സെമ്മില് കുറവ് മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ പഠിത്തം നിർത്തിയിട്ട് എന്നെ ഡോക്ടറിന് പഠിക്കാൻ, എന്നെ മെഡിസിൻ പഠിക്കാൻ വിടുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് എപ്പോഴും എന്റെ മാർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്നെല്ലാം അവൻ പറയുമ്പോൾ സ്ട്രെസ് ആവണ്ട, നിന്നെ കൊണ്ട് സാധിക്കും, നീ നല്ലൊരു ലോയറായി മാറുമെന്നെല്ലാം അവൾ അവനെ സമാധാനിപ്പിച്ച് തോളിൽ തട്ടുന്നു. പെട്ടെന്ന് അയ്യോ അവന്റെ ദേഹത്ത് ടച്ച് ചെയ്ത കാര്യം ഓർത്ത് അവൾ കൈയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ആ സമയത്താണ് കിറ ലൂണയെ ഫോൺ ചെയ്തിരുന്ന് ഞാൻ വീട്ടിലേക്ക് വരില്ല, ആകെ ബ്ലോക്കാ, ഭയങ്കര മഴ വെളിയിൽ, ഞാൻ യാനയുടെ വീട്ടിൽ നിന്ന് സ്റ്റേ ചെയ്തോളാന്ന് പറയുന്നത്. യാനയും ഇവരുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലെ ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ലൂണ അത് കാലക്സിനോട് പറയുന്നു, പുറത്ത് നല്ല മഴയാ, ദേ റോഡൊക്കെ ബ്ലോക്ക് ആയിരിക്കുക. ഇന്നലെ അവള് നെറ്റിലും കൂടി സെർച്ച് ചെയ്യുമ്പോൾ വൻ ട്രാഫിക് ബ്ലോക്ക് ആണ്. അവിടെയൊക്കെ ചെറിയൊരു മഴ പെയ്താൽ മതി, ഭയങ്കര വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വന്ന് ആകെപ്പാടെ പ്രശ്നമാവും. കാലക്സ് ഉടനെ മഴ കനക്കുന്നതിന് മുന്നേ ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ മഴ ഓൾറെഡി കനത്തു, റോഡെല്ലാം പ്രശ്നമാണെന്ന് പറയുന്ന അവളോട് എന്നാ ഞാൻ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് കാലക്സ് പറയുമ്പോൾ അതിനെന്താ ഇവിടെ നിന്നോ, ഞാൻ വല്ല സോഫയിലും കിടന്നോളാന്ന് അവൻ പറയുമ്പോൾ വേണ്ട, നീ നല്ല ഹൈറ്റ് അല്ലേ, നിനക്ക് ആ സോഫയുടെ ലെങ്ത് ഒന്നും പറ്റില്ല, ഒരു കാര്യം ചെയ്യും, നീ എന്റെ റൂമിൽ കിടക്ക്, ഞാൻ കിറയുടെ റൂമിൽ കിടന്നോളാന്ന് പറഞ്ഞ് അവൾ കിറയുടെ റൂം നോക്കാനായി പോകുമ്പോഴേക്കും അത് കിറ ലോക്ക് ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അത് കാലക്സിനോട് പറയുമ്പോൾ എങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാനങ്ങ് പോയേക്കാന്ന് അവൻ വീണ്ടും പറയുന്ന സമയം വേണ്ട നമുക്ക് ഒന്നിച്ച് എന്റെ റൂമിൽ കിടക്കാന്ന് ലൂണ പറയുമ്പോൾ അത് നിനക്ക് ബുദ്ധിമുട്ടാവില്ല എന്ന് അവൻ ചോദിക്കുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്നും പറഞ്ഞ് അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അവർ കിടക്കാനായി റൂമിൽ പോകുന്നു. രണ്ടുപേരും ബെഡിൽ കിടക്കുമ്പോൾ കാലക്സ് ഒന്ന് ഒതുങ്ങി അത്ര കംഫർട്ടബിൾ ആയിട്ടല്ല കിടക്കുന്നത്. ഈ സമയം പേടിക്കേണ്ടതേ നടുക്ക് പാവ വെച്ചേക്കുന്നുണ്ടോ, ഒരു കുഴപ്പമില്ല, നീ സേഫ് ആണെന്നെല്ലാം അവന്റെ പേടി മനസ്സിലാക്കി അവള് പറയുന്നു. ഒപ്പം തന്നെ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ, ലൈറ്റ് ഇട്ടാ എനിക്ക് ഉറക്കം വരില്ല എന്നും കൂടി അവള് പറയുമ്പോൾ അവൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവൻ തിരിഞ്ഞു കിടക്കുമ്പോൾ അവൾ അവനെ തന്നെ നോക്കി കിടക്കുകയാണ്. ബെഡ്ഷീറ്റ് ഒന്നും പുതയ്ക്കാതെ ഒരു മാതിരി പേടിച്ചരണ്ട പോലെ അവൻ കിടക്കുന്ന സമയത്ത് കാലക്സ് എന്ന് അവൾ വിളിക്കുമ്പോൾ അവൻ ആദ്യം ഉറങ്ങിയതുപോലെ കിടക്കുന്നുണ്ടെങ്കിലും പിന്നീട് പെട്ടെന്ന് തിരിഞ്ഞു കിടന്ന് അവളുടെ കയ്യിൽ തൊടുന്നു. ഇവനെന്താ പെട്ടെന്ന് കൈ തൊട്ടെന്ന് പേടിക്കുന്നുണ്ടെങ്കിലും അവൻ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ ശേഷം പതിയെ കണ്ണുകൾ അടച്ച് ഉറങ്ങുന്നത് പോലെ കിടക്കുമ്പോൾ അവളും പതിയെ കിടന്ന് ഉറങ്ങിപ്പോകുന്നു. പക്ഷെ അവൻ ആക്ച്വലി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൻ നൈസായിട്ട് കണ്ണു തുറന്ന് ഉറങ്ങിക്കിടക്കുന്ന അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അവന്റെ കൈ അവളുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രി കൈകൾ കോർത്ത് പിടിച്ചാണ് അവര് ഉറങ്ങുന്നത്. അതൊരു തുടക്കമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ മുന്നേ നല്ല ഫ്രണ്ട്സ് കണക്ക് സംസാരിക്കാറോ ഒന്നിച്ച് പഠിക്കാറോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഒന്നുകൂടെ ബോണ്ടിങ് അങ്ങ് വല്ലാണ്ട് കൂടി. സോഷ്യൽ മീഡിയയിൽ നിരവധി മെസ്സേജുകൾ അയക്കുക, പോസ്റ്റുകൾക്ക് കമന്റ് ഇടുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാൻ വേണ്ടി മാത്രം സ്റ്റോറീസ് ഇടുക, ഇടയ്ക്കിടയ്ക്ക് കോളേജ് പരിസരങ്ങളിൽ വെച്ച് കണ്ടുമുട്ടുക, കഫേയിലേക്ക് ഒന്നിച്ച് പോവുക, അങ്ങനെ നല്ല ഒരു ബോണ്ടിങ് ആയി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോഴും പ്രണയം തുറന്നു പറഞ്ഞ് ആ ഒരു രീതിയിലൊന്നും റിലേഷൻഷിപ്പ് മാറിയിട്ടില്ല. ഇതെല്ലാം നോട്ടീസ് ചെയ്യുന്ന കിറ ഒരു ദിവസം ലൂണയോട് നീയും കാലക്സ് തമ്മിൽ ഇപ്പൊ എന്താ സത്യത്തെ റിലേഷൻ എന്ന് ചോദിക്കുമ്പോ എനിക്കറിയില്ല, എനിക്ക് അവനെ കാണുമ്പോ വല്ലാതെ പ്രണയം തോന്നും, പക്ഷെ ചില സമയം ഫ്രണ്ടിനേക്കാളും വളരെയേറെ അടുപ്പം തോന്നും. എന്തേലും നിനക്ക് അവനോട് ക്രഷാണ്, അവനും പിന്നെ എന്താണ് നിന്നോടുള്ള ഫീലിങ്സ് എന്ന് അറിയാനായി ഉള്ള ഒരേ ഒരു മാർഗം നീ നിന്റെ ഫീലിങ്സ് അവനോട് തുറന്നു പറയുക എന്നതാണെന്ന് കിറ ഉപദേശിക്കുമ്പോ പക്ഷെ എനിക്ക് അതിനൊരു ധൈര്യമില്ല. ഞാൻ എന്റെ ഇഷ്ടം അവനോട് തുറന്നു പറഞ്ഞ് അവനത് റിജക്ട് ചെയ്താല് എനിക്കിപ്പോ അവനിൽ നിന്ന് കിട്ടുന്ന ഈ മനോഹരമായ ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ലാണ്ട്
ഇല്ലാണ്ടാവില്ലേ എന്ന് ലൂണ ആകെ ഭയപ്പെടുന്നു. എന്തായാലും അന്ന് അവൾക്ക് കാലക്സിന്റെ മെസ്സേജ് വരുന്നുണ്ട്, എന്റെ വീട്ടിലോട്ട് വരുന്നോ, നമുക്ക് കമ്പൈൻ സ്റ്റഡി ചെയ്യാമെന്ന്. അങ്ങനെ അവൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ആ സമയം ഞാൻ നിന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ലൂണ ചോദിക്കുമ്പോ പിന്നെന്താ എടുത്തോന്ന് അവൻ പറയുന്ന സമയം അവൾ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓ എന്ത് ഹാൻസം ആണെന്ന് അപ്പോഴും അവൾ മനസ്സിൽ ആലോചിക്കുന്നു. ഇത് ഞാൻ വാൾപേപ്പർ ആക്കട്ടെ എന്ന് അവൾ ചോദിക്കുമ്പോ അത് നിന്റെ ഇഷ്ടമെന്ന് അവൻ പറയുന്ന ടീം നിന്റെ ഉള്ളിലെ താല്പര്യം അവനോട് പ്രകടിപ്പിക്കണമെന്ന് കിറ പറഞ്ഞ കാര്യം ഓർക്കുന്ന ലൂണ, അല്ല ഞാൻ എന്റെ ബോയ് ഫ്രണ്ട് അല്ലാത്ത നിന്റെ പിക്ചറൊക്കെ വാൾപേപ്പർ ആക്കുന്നത് മോശമല്ലേ എന്നിങ്ങനെ അവൾ പറയാണ്. എന്തെങ്കിലും ഒരു ടോക്ക് റിലേഷൻഷിപ്പിനെ പറ്റി വീണ്ടും തുടങ്ങണമെന്ന ആ ഒരു ചിന്ത കൊണ്ട്. പക്ഷെ അത് കേൾക്കുമ്പോഴേ കാലക്സ് എന്തോ പറയാൻ വരുന്നുണ്ടെങ്കിലും അവനത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും മുന്നേ അങ്ങോട്ടേക്ക് അവന്റെ ഫ്രണ്ട്സ് വരുന്നു. ഇവരെ രണ്ടുപേരെയും ഇവിടെ കാണുമ്പോ എമി, ഓ നിങ്ങൾ ഇവിടെ ഒന്നിച്ചുണ്ടായിരുന്നോ, ഞങ്ങൾ വന്നത് തെറ്റായ, വേണമെങ്കിൽ പോകാന്ന് പറയുമ്പോ വേണ്ട വേണ്ട നിങ്ങളും വാ, ഇത് ലൂണ എന്റെ ഫ്രണ്ട് എന്നും പറഞ്ഞ് കാലക്സ് പരിചയപ്പെടുത്താണ്. അങ്ങനെ അവർ ഒന്നിച്ച് ചിലരം സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ട്രൂത്ത് ഓർ ഡെയർ കളിക്കാനായി ഇരിക്കുന്നു. ഒരു ബോട്ടിൽ സ്പിൻ ചെയ്യും. ആ ബോട്ടിൽ ആർക്ക് നേരാണോ കറക്കം നിന്ന് പോയിന്റ് ആവുന്നത് അവരോട് ആർക്കെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ ക്വസ്റ്റ്യന് ട്രൂത്ത് ആൻസർ ചെയ്യാനായി സാധിച്ചില്ലെങ്കിൽ ഡ്രിങ്ക്സ് അടിക്കണം. അതാണ് മത്സരം. അങ്ങനെ ബോട്ടിൽ സ്പിൻ ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് കാലക്സിന് നേരെയാണ്. ആരാണ് അവനോട് ചോദ്യം ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ലൂണയും പിന്നീട് എമിയും കൈ ഉയർത്തുന്നുണ്ടെങ്കിലും ഒടുക്കം എമി തന്നെയാണ് ചോദ്യം ചോദിക്കുന്നത്. എമി ചോദിക്കുന്നത് നമ്മൾ അന്ന് ഒന്നിച്ച് രാത്രി കുറെ ടൈം സ്പെൻഡ് ചെയ്തത് നിനക്ക് ഓർമ്മയുണ്ടോ എന്നാണ്. കാലക്സ് അതിന് ഉത്തരം പറയുന്നില്ല. ഇതേ സമയം ഇത് കേൾക്കുമ്പോൾ ലൂണയുടെ മുഖം വാടുന്നു. ലൂണയ്ക്ക് ആകെ ടെൻഷൻ, എന്ത് ഇവര് രാത്രി ഒന്നിച്ചുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതെന്ന് ആലോചിക്കുന്ന അവൻ എന്ത് ഉത്തരം പറയുമെന്നറിയാനായി കാത്തിരിക്കുന്നുണ്ടെങ്കിലും അവൻ അതിന് ഉത്തരം പറയാതിരിക്കാനായി ഡ്രിങ്ക്സ് കുടിച്ച് ഡെയർ ആണ് ചൂസ് ചെയ്യുന്നത്. അവൾ ആകെ അപ്സെറ്റ് ആവുന്നു. അവൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ സമാധാനം ആയനെ, ഇതെന്ത് ഇങ്ങനെ പറഞ്ഞെന്ന് അവൾക്ക് ആകെ പാടെ ബുദ്ധിമുട്ട്. എന്തായാലും പിന്നീട് അവിടെ ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന അവൾ അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുന്നു. ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാന്ന് കാലക്സ് പറയുമ്പോൾ വേണ്ട, ഫ്രണ്ട്സിന്റെ കൂടെ നീ ടൈം സ്പെൻഡ് ചെയ്യും, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞ് അവൾ പതിയെ വെളിയിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ടാക്സിക്കായി കാത്തു നിൽക്കുന്ന സമയത്തെല്ലാം അവൾ സങ്കടപ്പെടാണ്. ഓ കാലക്സ് നിന്റെ വെറും ക്രഷ് മാത്രല്ലേ, നീ എന്തിനാ അവനെ പറ്റി ഓർത്ത് സങ്കടപ്പെടുന്നത്, അതൊന്നും വലിയ കാര്യമാക്കണ്ടെന്നെല്ലാം അവൾ അവളെ തന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും വണ്ടിയിൽ അവള് പോയി കഴിയുമ്പോഴാണ് അങ്ങോട്ടേക്ക് അവളെ നോക്കാനായി കാലക്സ് വരുന്നത്. അപ്പോഴേക്കും അവള് പോയിട്ടുണ്ടായിരുന്നല്ലോ. ശേഷം എന്ത് സംഭവിച്ചു എന്നറിയില്ല. കുറച്ചു ദിവസം അവര് തമ്മിൽ പിന്നീട് കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു എന്ന് കരുതാം. കാരണം കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് സാമിന്റെ ബർത്ത്ഡേ പാർട്ടി നമ്മൾ കാണുന്ന ടീം അവിടെ വെച്ച് ലൂണയോട് അവളുടെ ഫ്രണ്ട്സ് നീ ഇപ്പൊ കാലക്സിനോട് മിണ്ടാറില്ലേ എന്ന് ചോദിക്കാണ്. എന്താ നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്നെല്ലാം അവര് തിരക്കുന്നു. എന്തിനിപ്പോ അവനെ പറ്റി ചോദിക്കുന്നത്, ഞാനിപ്പോ അവനുമായി എങ്ങനെ കോണ്ടാക്റ്റിലൊന്നും അല്ല, അവനോട് ഞാൻ മിണ്ടാറൊന്നും ഇല്ലാന്നെല്ലാം ലൂണ പറയുമ്പോ സാം ഉടനെ തന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് കാലക്സിനെയും അവന്റെ ഫ്രണ്ട്സിനെയും ക്ഷണിച്ച കാര്യം അറിയിക്കുകയാണ്. അത് പറഞ്ഞു തീരുമ്പോഴേക്കും അവർ അങ്ങോട്ടേക്ക് വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ലൂണയ്ക്ക് അവിടെ നിന്ന് ഒന്ന് ഒഴിഞ്ഞു മാറാനായിട്ടുള്ള ഗ്യാപ്പും കിട്ടിയില്ല. കാലക്സ് ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, എമ്മിയും കൂടെ ഉണ്ട്. ഇത് കാണുന്ന ലൂണ സാമിന്റെ അടുത്ത് ചെന്ന് നീ ആ എമ്മയും വിളിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവളെ ഒന്നും ഞാൻ പാർട്ടിക്ക് വിളിച്ചില്ല, ഞാൻ എന്റെ ആ ക്രഷിനെയും കാലക്സിനെയും ഒക്കെ വിളിച്ചതെന്ന് പറയുമ്പോൾ ഓ അപ്പൊ കാലക്സ് അവളെ കൂട്ടിക്കൊണ്ട് വന്നതായിരിക്കുന്ന ദേഷ്യം വരുന്ന ലൂണ വേഗം തന്നെ അവനെ കാണിക്കാനായി പാർട്ടിയിൽ പങ്കെടുക്കുന്ന മറ്റൊരു പയ്യനുമായി സംസാരിച്ച് നിൽക്കുന്നു. ആക്ച്വലി ഇവരുടെ പാർട്ടി ഇപ്പൊ നടക്കുന്നത് ഒരു പബ്ബിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ അവിടെ അവൾക്ക് അറിയാത്ത പയ്യന്മാരും ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ. അതിലൊരു പയ്യനോട് റാൻഡമായി സംസാരിച്ച് ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കാണ്. അത് കറക്റ്റായി കാലക്സിനെ കാണിക്കാനായി ആയതുകൊണ്ട് തന്നെ അവനത് കാണുന്നുണ്ട്. അവന് വല്ലാത്ത ദേഷ്യം വന്ന് അവളെ മൈൻഡ് ആക്കാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അങ്ങനെ അല്പം കഴിഞ്ഞ് ഒരാവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങുന്ന ലൂണ അവിടെ കാലക്സ് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട് അവന്റെ അടുത്തേക്ക് ചെന്ന് ദേഷ്യപ്പെടാണ്. നീ ഈ പാർട്ടിക്ക് വരത്തില്ലെന്ന് വിചാരിച്ച ഞാൻ ഇതിന് വന്നത്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്നെല്ലാം അവള് ദേഷ്യപ്പെടുമ്പോ നിനക്ക് എന്തിന്റെ കേടാ, നീ എന്തിനാ എന്റെ ഫീലിങ്സ് വെച്ച് ഇങ്ങനെ കളിക്കുന്നേ, എന്നെ ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരൊന്നും കാണിക്കുന്നില്ല അവൻ ചോദിക്കുമ്പോ അവൾക്ക് അതിലും ദേഷ്യം വരുന്നു. ഫീലിങ്സ് വെച്ച് കളിച്ചോ, ആര് നീ എന്റെ ഫീലിങ്സ് വെച്ച് കളിക്കുന്നത്, എന്നോട് വളരെ സ്വീറ്റ് ആയി പെരുമാറി എനിക്ക് പല പ്രതീക്ഷകളും തന്നിട്ട് അതേസമയം നീ എമ്മയോടും ഭയങ്കര കൂട്ടായിട്ട് പെരുമാറുന്നു. ഒരു ഫ്രണ്ട്ഷിപ്പിന് അപ്പുറം എന്തോ ഒരു രാത്രി നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു, അതിന് നീ ഒരു ഉത്തരം പോലും തരാതെ അത് ഒഴിഞ്ഞു മാറിയില്ലേ, അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും എനിക്ക് എന്ത് സങ്കടം ഉണ്ടെന്ന് അറിയാമോന്നല്ല അവള് സങ്കടപ്പെടുമ്പോ എമ്മ എന്റെ ഫ്രണ്ട് മാത്രാണെന്ന് പറഞ്ഞ് അവൻ അവളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അത് അവന്റെ വീടാണ്, ഇവിടേക്ക് ഇതുവരെ അവന്റെ ക്ലോസ് ഫ്രണ്ട്സിനെ പോലും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുന്നവൻ അവരെക്കാൾ ഒരുപാട് സ്പെഷ്യൽ ആണ് തനിക്ക് ലൂണയെന്നും അതുകൊണ്ടാണ് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്നും പറഞ്ഞ് അവളുടെ കൈകൾ പിടിക്കുമ്പോൾ അവൾ വളരെ ഹാപ്പി ആവുന്നു. അവൾ ഓൾറെഡി ഇവനോട് ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവൻ ഈ ഒരു ചാൻസിൽ അവന്റെ ഇഷ്ടം തുറന്നു പറയാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ ആദ്യം എനിക്ക് ഈ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലായിരുന്നില്ല, അത് അപ്പൊ എനിക്ക് തുറന്നു പറയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവൻ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട് സന്തോഷം കൊണ്ട്. എന്തായാലും അവൻ അവളെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വലിയൊരു ടെലസ്കോപ്പ് കാണിക്കുന്നു. അത് വെച്ച് മനോഹരമായി ചന്ദ്രനെ നിരീക്ഷിക്കാൻ സാധിക്കും. ലൂണ എന്ന പേരിന്റെ അർത്ഥം ചന്ദ്രൻ എന്നല്ലേ, നീ എന്റെ ലൈഫിന്റെ മൂണെന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ കവിതയൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ചിരിക്കുന്ന അവൾ അപ്പോ എപ്പോ മൂണിനെ കണ്ടാലും ഈ ലൂണയെ ഓർക്കണമെന്ന് പറഞ്ഞ് രണ്ടുപേരും കിസ് ചെയ്യാണ്. അങ്ങനെ ഇവിടെ ഇവർ പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞ് പ്രണയിക്കാനായി ആരംഭിച്ചിരിക്കുന്നു.
സമ്മതിക്കുന്നു. അങ്ങനെ ഇതിനു ശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു പുതിയ പ്രോജക്റ്റിന്റെ കാര്യം സംസാരിക്കാനായി അച്ഛൻ ലൂണയെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു. അതേസമയം അങ്ങോട്ടേക്ക് കാലക്സും വരുന്നുണ്ട്. കാലക്സിനെതിരെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ലൂണ ചോദിക്കുമ്പോൾ കാലക്സ് വഴിയാണ് ആ ഒരു പുതിയ പ്രോജക്റ്റ് കിട്ടിയിരിക്കുന്നത്. കാലക്സ് അവളെ ചില ഡോക്യുമെന്റ്സ് കാണിക്കുന്നു. അതിൽ അവൾ പുതുതായി റെനോവേറ്റ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിനെ പറ്റിയാണുള്ളത്. അത് കാണുമ്പോഴേ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് തന്നോട് ഇവൻ ഇഷ്ടം തുറന്നു പറയാനായി തിരഞ്ഞെടുത്ത് തന്നെ മാത്രം കൊണ്ടുപോയി എന്ന് അവൻ പറഞ്ഞ അവന്റെ വീടാണതെന്ന്. അത് മനസ്സിലാക്കുന്ന അവൾ ഇത് നിങ്ങളുടെ വീടല്ലേ, ഇതൊന്നും റെനോവേറ്റ് ചെയ്യാനായി എന്നെ കിട്ടില്ലെന്ന് അവള് പറയുന്ന ടീം ഇപ്പൊ ഇതിന്റെ ഓണർ ഞാനല്ല വേറൊരാളാ, എന്റെ ക്ലയന്റിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ അപ്രോച്ച് ചെയ്തത്, അതുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് അവർക്ക് വളരെ നിർബന്ധമുണ്ട്, വേറെ ആർക്കിടെക്റ്റിനൊന്നും അവർക്ക് വേണ്ടെന്നൊക്കെ പറയുമ്പോൾ അച്ഛനും ഒരുപാട് അവളെ പ്രഷറൈസ് ചെയ്യുന്ന ടീം അവൾ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ക്ലയന്റിനെ കാണാനായി അടുത്ത ദിവസം ഒരു റെസ്റ്റോറന്റിലേക്ക് വരാനായി കാലക്സ് പറഞ്ഞത് പ്രകാരം അവിടെ ലൂണ എത്തി കാത്തിരിക്കുന്നു. അവൾ വന്ന് കുറെ കഴിഞ്ഞാണ് കാലക്സ് അങ്ങോട്ടേക്ക് വരുന്നത്. അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇത്ര പങ്ക്ച്വാലിറ്റി ഇല്ലാതെ ഒന്നും നടക്കില്ല കേട്ടോ, നിങ്ങളൊരു ലോയർ അല്ലേ, അതിന്റെ ഒരു പങ്ക്ച്വാലിറ്റി ഒക്കെ കാണിച്ചുകൊടുന്നില്ല. ക്ലയന്റിനെ കാണാൻ ലേറ്റ് ആയിട്ട് വന്നതിനെ പറ്റി അവൾ ദേഷ്യപ്പെടുമ്പോൾ അവൻ സോറി പറഞ്ഞ് ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നു. അങ്ങനെ അല്പം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ക്ലയന്റ് വരുന്നുണ്ട്. ആ ക്ലയന്റിനെ കാണുമ്പോഴേ ലൂണയ്ക്ക് അടവ് മനസ്സിലാവുന്നുണ്ട്. കാരണം അത് കാലക്സിന്റെ ഫ്രണ്ടാണ്. അവന്റെ വീട് തന്നെ വേറൊരാളുടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കാണ്. അവന്റേതെന്ന് പറഞ്ഞാൽ താൻ ചെയ്യില്ല എന്ന് അവൻ അറിയാമെന്ന് മനസ്സിലാക്കുന്ന ലൂണ അവിടെ നിന്ന് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ അടവൊക്കെ കൈയിരിക്കട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാനായി ഒരുങ്ങുമ്പോൾ അവൻ അവളെ കയ്യിൽ പിടിച്ച് തടയുന്നു. നീ ഇതെനിക്ക് വേണ്ടി ചെയ്തു തരണം, നിന്റെ ഡിസൈനിങ് അത്ര മനോഹരമാണ്, എനിക്ക് ആ വർക്ക് വേണം, എത്ര ക്യാഷ് വേണേലും ഞാൻ തരാമെന്നെല്ലാം അവൻ അവളോട് വളരെയധികം റിക്വസ്റ്റ് ചെയ്യാണ്. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് നമ്മുടെ കമ്പനി തന്നെ ഈ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ വേറൊരു ആർക്കിടെക്റ്റിനെ ഞാൻ റെഫർ ചെയ്ത് ചെയ്യിപ്പിക്കാം, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കില്ല എന്ന് അവള് തീർത്തു പറയുന്ന ടീം അവൻ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. ആ സമയത്താണ് ഇവർ പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞ് പ്രണയിക്കാൻ തുടങ്ങിയ ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന ഫ്ലാഷ് ബാക്കിലേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ ലൂണയുടെ ഫ്രണ്ട്സിനോട് ലൂണയും കാലക്സും സംസാരിച്ചിരിക്കുകയാണ്. ഇവര് തമ്മിലിപ്പോ പ്രണയത്തിലാണ്, ഡേറ്റിംഗ് ആരംഭിച്ചു എന്ന കാര്യം ഫ്രണ്ട്സിന് അറിയാം. അവരും ഇവരുടെ കാര്യത്തിൽ ഒരുപാട് ഹാപ്പിയാണ്. ഫ്രണ്ട്സ് ഒരു പാർട്ടിക്ക് രണ്ടുപേരെയും ക്ഷണിക്കുന്ന ടീം അയ്യോ ഞങ്ങൾക്ക് വരാൻ കഴിയില്ല, നാളെ ഞങ്ങള് ഒരു ചെറിയ ട്രിപ്പ്, ഒരു വൺ ഡേ ട്രിപ്പ് ഒന്നിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോയി അടിച്ച് പൊളിക്കെന്ന് പറഞ്ഞ് ഫ്രണ്ട്സും ആശംസിക്കുന്നു. അങ്ങനെ പിന്നീട് അവർ ആ ട്രിപ്പ് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു ബീച്ചിലേക്കാണ് അവർ ട്രിപ്പ് വന്നിരിക്കുന്നത്. അവിടെ റെഡി ആവാനായി എടുത്തിരിക്കുന്ന മുറിയിലുള്ള സമയം ലൂണയോട് തന്റെ ലൈഫിലേക്ക് കടന്നു വന്നതിന് കാലക്സ് ഒരുപാട് നന്ദി പറയുന്നു. കാരണം അവൾ ലൈഫിൽ വന്ന ശേഷം അവൻ ഒരുപാട് ഹാപ്പി ആണെന്നൊക്കെ പറയുന്നു. അതിനുശേഷം രണ്ടുപേരും ബീച്ചിലേക്ക് പോയി ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാണ്. ഈ ബീച്ച് വളരെ മനോഹരമായിട്ടുണ്ടല്ലേ, ഞാൻ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു ഭംഗി ഇപ്പൊ നിന്റെ കൂടെ വന്നപ്പോ എനിക്കിവിടെ ഫീൽ ആവുന്നു എന്നെല്ലാമാണ് കാലക്സ് പറയുന്നത്. എന്തായാലും ഇത്രയും മനോഹരമായ ബീച്ചിലെ സൺസെറ്റ് നമ്മൾ മിസ്സാക്കാൻ പാടില്ല എന്ന് ലൂണ പറയുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഒന്നിച്ചത് കാണാമെന്ന് അവനും പറയുന്നു. അങ്ങനെ അവരവിടെ ഇരിക്കുന്ന സമയം കാലക്സിന് ഫ്രണ്ടിന്റെ ഫോൺ കോൾ വരുന്നുണ്ട്. തീർക്കാത്ത എന്തോ അസൈൻമെന്റ് വേഗം തീർത്തയക്കണം എന്നാണ് ഫ്രണ്ട് പറയുന്നത്. കാലക്സ് കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ലൂണയോട് പറയുന്നത് സൺസെറ്റിന് ഇനിയും 3-4 മണിക്കൂറില്ലേ, അതുവരെ ഞാൻ പോയ വർക്ക് ചെയ്ത് തീർക്കട്ടെ എന്നാണ്. അവളും പറഞ്ഞ് രണ്ടുപേരും റൂമിലെത്തുന്നു. അങ്ങനെ ഏതാണ്ട് അവൻ പറഞ്ഞ സമയത്തിന് അടുത്താകുമ്പോഴേക്കും അവൾ നമുക്ക് സൺസെറ്റ് കാണാൻ പോകാന്ന് പറയുമ്പോൾ ഒരു അരമണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യാനായി പറയുന്നു. അങ്ങനെ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് വീണ്ടും അവൾ വന്ന് വർക്ക് തീർന്നോ, നമുക്ക് സൺസെറ്റ് കാണാൻ പോകാം എന്ന് പറയുമ്പോൾ വീണ്ടും അവൻ വർക്ക് ഉണ്ടെന്ന് പറയാണ്. അവൾക്ക് ഭയങ്കര നിരാശ, ഇങ്ങനെ പോയാൽ സൺസെറ്റ് മിസ്സാവും എന്ന കാര്യം കൊണ്ട് അവൾ ഒറ്റയ്ക്ക് അവനെ ഡിസ്റ്റർബ് ചെയ്യാതെ സൺസെറ്റ് കാണാനായി ബീച്ചിൽ പോയിരിക്കുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴാവട്ടെ അവിടെ ഉള്ളവരെല്ലാം കപ്പിളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവള് മാത്രമാണ് ഇങ്ങനെ സിംഗിൾ അടിച്ചിരിക്കുന്നത്. അവൾക്ക് ഭയങ്കര സങ്കടം. സന്തോഷകരമായി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വൺ ഡേ ട്രിപ്പിന് വന്നത്. അപ്പോൾ അവൻ വർക്കൊന്നും പറഞ്ഞിരിക്കുന്ന കണ്ടില്ലെന്ന് അവൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അവിടെ അവളുടെ ഒരു മിസ്സിനെ കാണുന്നത്. ലൂണ നീ ഒറ്റയ്ക്കാണോ വന്നതെന്ന് മിസ് ചോദിക്കുമ്പോൾ അല്ല മിസ് എന്റെ ബോയ് ഫ്രണ്ട് ഉണ്ട് കൂടെ, പുള്ളി ഇത്തിരി ബിസിയാണെന്ന് അവൾ പറയുന്ന ടീം നീങ്ങ് വാ നമുക്ക് ഒന്നിച്ചു കൂടാന്ന് പറഞ്ഞ് മിസ്സിന്റെ ഹസ്ബൻഡിനെയും കൂടി അവളെ പരിചയപ്പെടുത്താനായി കൊണ്ടുപോകുന്നു. ഇതേ സമയം വർക്ക് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴാണ് കാലക്സ് അവിടെ ലൂണ ഇല്ല എന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ ലൂണയുടെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ഈ മിസ്സിനോടും ഹസ്ബൻഡിനോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കോൾ കട്ട് ചെയ്ത് കളയാണ്, അവനോടുള്ള ദേഷ്യം കൊണ്ടുകൂടി. ഇത് കാണുന്ന മിസ്സിന്റെ ബോയ് ഫ്രണ്ട് നിങ്ങളെ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യാനായി വന്നതല്ലേ, വെറുതെ ഈ ഒരു നല്ല നിമിഷം സ്പോയിൽ ആക്കണ്ട, വിളിച്ച് സംസാരിക്കുന്ന പറയുമ്പോൾ അവൾക്കും ശരിയാ കാലക്സ് മനഃപൂർവ്വം തന്നെ അവോയ്ഡ് ചെയ്തതല്ലോ, അവനും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ എന്ന തോന്നൽ വരുന്നത് കൊണ്ട് വേഗം അവനെ വിളിച്ച് അവൾ എവിടെയാണുള്ളതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവൻ വേഗം അവളുടെ അടുത്തേക്ക് എത്തി സോറി നിന്നെ ഞാൻ കുറച്ച് സങ്കടപ്പെടുത്തിയല്ലേ, മനഃപൂർവ്വം അല്ല, സോറി റിയലി സോറി, ഇനി മുതൽ എല്ലാ കാര്യത്തിലും എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി നിനക്കായിരിക്കും, നിന്നെ കാണാതായപ്പോ ഞാൻ ഭയങ്കരമായി പേടിച്ചു പോയെന്ന് പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിച്ച് സങ്കടപ്പെടുമ്പോൾ അവൾക്കും സന്തോഷം
സന്തോഷമാവുന്നു. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് എത്തി ഹാപ്പിയായി കുറെ ടൈം ഒന്നിച്ച് സ്പെൻഡ് ഒക്കെ ചെയ്തു കഴിഞ്ഞ് അവർ തിരിച്ച് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങുന്നു. അങ്ങനെ തന്റെ റൂമിലിരുന്ന് കാലക്സുമായി എടുത്ത ഫോട്ടോസ് നോക്കി ആസ്വദിച്ചിരിക്കുകയാണ് ലൂണ. അവൻ എത്ര ഹാൻസം ആന്നൊക്കെ നോക്കി അവൾക്ക് കണ്ണെടുക്കാനേ പറ്റുന്നില്ല. അവൾ അങ്ങനെ അവിടെ ഇരിക്കുമ്പോ അങ്ങോട്ടേക്ക് കിറ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. അല്ല, നീ ഇന്നലെ എവിടെ പോയിരുന്നു? ഞാൻ ഇന്നലെ വന്നിട്ടും നീ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ നീ എപ്പോഴാ പാതിരാത്രി എങ്ങാണ്ടാണോ വന്നേന്നല്ല ലൂണ ചോദിക്കുമ്പോ കിറയുടെ മുഖം ഒരുമാതിരി ഇരിക്കുകയാണ്. അവള് അത് പിന്നെ എനിക്ക് ഒരു തിരക്കുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു. ഒപ്പം തന്നെ ഒരു സൈഡില് ഡ്രസ്സ് ഇട്ട് അവള് മറച്ചിരിക്കുന്നത് അവളുടെ കയ്യിലുള്ള പരിക്ക് ലൂണ കാണാതിരിക്കാനായിട്ടാണ്. പക്ഷെ ലൂണ അതറിയാതെ ഇടിക്കുകയും പെട്ടെന്ന് വേദന കാരണം കിറ നിലവിളിക്കുകയും ചെയ്യുന്നു. എന്തു പറ്റി, എന്തിനിങ്ങനെ ബഹളം വെക്കുന്നതെന്ന് ലൂണ ചോദിക്കുമ്പോ അത് കയ്യിലെ ചുളുക്കി പിടിച്ചു. നീ പെട്ടെന്ന് അവിടെ തൊട്ടപ്പോ വേദനിച്ചിട്ടാണെന്നെല്ലാം കിറ ഒരുമാതിരി സംസാരിക്കുന്നുണ്ട്. അവളുടെ സംസാരവും പെരുമാറ്റവും എല്ലാം വളരെ ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നു. എന്തോ ഒരു കള്ളം അവൾ മറച്ചു വെക്കുന്നുണ്ട്. ലൂണ അറിയാതിരിക്കാൻ അവൾ അത് മൂടി വെച്ചാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും. എന്തായാലും നിസ്സാരമായ ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല അല്ലേ കിറ മറച്ചു വെക്കുന്നത്? എന്താണ് അവൾ ഒളിപ്പിക്കാൻ നോക്കുന്നത്? ലൂണ അവളുടെ ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആക്ച്വലി ഇവിടെ എല്ലാ ഫ്രണ്ട്സും ഒന്നിച്ചല്ല താമസിക്കുന്നത്. കിറയും ലൂണയും ഇവിടെയാണ്. സാം എന്ന ഫ്രണ്ട് വേറൊരു സ്ഥലത്താണ്. വാനിയ എന്ന ഫ്രണ്ട് മറ്റൊരു സ്ഥലത്താണ്. ഇവര് മൊത്തം 5 ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയത് ഇപ്പൊ കിറയാണ്. ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വന്നിരിക്കുമ്പോഴും കിറ അവിടെ ഇല്ല. എന്നാലും എന്തായിരിക്കും അവൾക്ക് പറയാനുള്ളതെന്ന് അവരിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കിറ ഒരു പയ്യനുമായി വരുന്നത്. ആരാ ഈ പയ്യൻ, എന്താ അവള് പറയാൻ പോകുന്നത് എന്നിങ്ങനെ എല്ലാവരും ആകാംക്ഷയില്ല നോക്കിയിരിക്കുമ്പോ ഇത് എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ആ പയ്യനെ കിറ പരിചയപ്പെടുത്തുന്നു. അവന്റെ പേര് മിങ് എന്നാണെന്നെല്ലാം അവൾ ഇങ്ങനെ പറയുമ്പോ സത്യം പറഞ്ഞ എല്ലാവരും ഷോക്കാവുന്നു. പ്രത്യേകിച്ച് ലൂണ. കാരണം ലൂണയുടെ കൂടെ ഒരേ സ്ഥലത്ത് താമസിക്കുന്ന, അവളുടെ കൂടെ ഒരേ കോഴ്സ് ഒരേ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ഒരാളാണല്ലോ കിറ. എന്നിട്ടും ഇങ്ങനൊരു റിലേഷൻ അവൾക്കുള്ള കാര്യം ലൂണയ്ക്ക് അറിയില്ലായിരുന്നു. നിങ്ങള് എപ്പോ തൊട്ട് പ്രണയിക്കുകയാണെന്ന് ലൂണ ചോദിക്കുമ്പോ ഒരു 2 മാസമായിന്ന് കിറയും പറയുന്നു. എന്തായാലും ആ സമയത്തെല്ലാം ഈ മിങ് കിറയോട് സാധാരണ ഒരു നല്ല ബോയ് ഫ്രണ്ട് പെരുമാറുന്ന കണക്ക് സ്നേഹത്തിലല്ല, വളരെ റൂഡായി പെരുമാറുന്നു. ഏതാണ്ട് അവന്റെ അടിമയാണ് അവള്, ആ രീതിയിലാണ് ആറ്റിറ്റ്യൂഡ് എന്നതൊക്കെ തന്നെ ലൂണയും ഫ്രണ്ട്സും നോട്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ മാറി നിന്ന് സംസാരിക്കുമ്പോൾ ലൂണയുടെ ഫ്രണ്ട്സ് വഴിയാണ് അവൾ മനസ്സിലാക്കുന്നത് ഈ മിങ് അവരുടെ നാട്ടിലെ മേയറിന്റെ മകനാണ് എന്നത്. ആ മേയറിന്റെ പേര് കേൾക്കുമ്പോഴേ ലൂണ ആകെപ്പാടെ ഷോക്കാവുന്നു. കാരണം ആ മേയർ അത്ര നല്ല ആളല്ല, അഴിമതിക്കാരനാണ്. അയാൾക്കെതിരെ പല ആരോപണങ്ങളും വന്നിട്ടുണ്ട്. അത്ര നല്ല കുടുംബമല്ല അവരുടേത് എന്നത് തീർച്ച. വേറെ ആരും ഇവർക്ക് കിട്ടിയില്ല, ഇവളെന്തിനാ ഇങ്ങനെ ഒരു പയ്യനെ പ്രേമിച്ചത് എന്ന രീതിയിൽ ലൂണയും നിൽക്കാണ്. ആ സമയം സാം അങ്ങോട്ടേക്ക് വന്നിട്ട് ഡേ മിങ് പോവാണ്, എല്ലാവരും വന്ന് ബൈ പറയാനായി പറയുമ്പോ അവര് റൂമിൽ നിന്ന് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ആ സമയം മിങ് എല്ലാവരോടും ഫോർമലായ ഒരു ബൈ പറഞ്ഞു അവിടെ നിന്ന് പോയ ശേഷം കിറ അവളുടെ ഫ്രണ്ട്സിനോട് എന്ത് പറ്റി, എല്ലാവരും എന്ത് ഇങ്ങനെ നിൽക്കുന്നേ, എന്റെ ബോയ് ഫ്രണ്ടിനെ ഒന്നും മൈൻഡ് ആക്കാതെ നിങ്ങളെ കണ്ടു പരിചയപ്പെടാനായി വന്ന അവനെ നന്നായി ഒന്ന് പരിചയപ്പെടുക പോലും ചെയ്യാതെ നിങ്ങൾ മുറിയിൽ മാറിയിരുന്ന കുശുകുശത്ത അവൻ എന്ത് വിചാരിക്കും, എനിക്ക് എന്ത് നാണക്കേടായി പോയെന്നല്ല കിറ ദേഷ്യപ്പെടുമ്പോ അവൻ ആളത്ര നല്ലതൊന്നും അല്ല എന്നെല്ലാം ലൂണ അഭിപ്രായപ്പെടുന്ന സമയം അതെന്തിപ്പോ അങ്ങനെ പറയുന്നത്? ലൂണ അവളുടെ ബോയ് ഫ്രണ്ടിനെയും കൂട്ടി വന്നപ്പോ ബാക്കിയുള്ളവരൊക്കെ എന്ത് സപ്പോർട്ടായിരുന്നു, ഇപ്പൊ ഞാൻ കൊണ്ടുവന്നപ്പോ മാത്രം എന്താ എല്ലാരും എനിക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്നത് എന്നെല്ലാം കിറ ദേഷ്യപ്പെടുമ്പോ നീ എന്താ ഒരു ശത്രുവിനോട് പെരുമാറുന്ന പോലെ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ നിന്റെ നല്ലൊരു ഫ്രണ്ട് എന്ന രീതിയിൽ സംസാരിച്ചതേ ഉള്ളൂ എന്ന് ലൂണ പറയുന്ന ടീം കൂട്ടത്തിൽ തന്നെ ആവശ്യമില്ലാതെ ഈ ഒരു വിഷയത്തില് കാലക്സിന്റെ പേരെന്തിനാ വലിച്ചിടുന്നതെന്നും കൂടി ലൂണ ചോദിക്കുമ്പോ ലൂണയോടും മറ്റുള്ളവരോടും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് കിറ പോകുന്നു. അവൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ദേഷ്യം തോന്നിയത് ലൂണയോടാണ്. കാരണം ലൂണയോടാണല്ലോ അവളോട് ആ ഒരു അഭിപ്രായം ഫ്രാങ്ക് ആയി പങ്കുവെച്ചത്. എന്തായാലും ആ ഒരു വിഷയത്തിന് ശേഷം ഇതിനെപ്പറ്റി സംസാരിക്കാനായി കാലക്സിനെ ചെന്ന് കാണുന്ന ലൂണ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കിറ, അവളോട് ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. നിന്നോട് എനിക്ക് തോന്നിയ ഇഷ്ടം പോലും ഞാൻ ആദ്യം പങ്കുവെച്ചത് അവളോടാ. എന്നിട്ട് അവൾ എന്നോട് ഇങ്ങനെ പെരുമാറിയത്, ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോ ഇത്രയും നാളില്ലാത്ത പോലെ എന്നോട് വഴക്കിട്ട് പോയതെന്നല്ല ലൂണ സങ്കടപ്പെടുമ്പോ ഫ്രണ്ട്സിന്റെ ഇടയിലെ വഴക്കൊക്കെ സ്വാഭാവിക. അല്പം കഴിയുമ്പോ അവൾ അതെല്ലാം മറന്ന് നിന്നോട് വന്ന് മിണ്ടും, നോക്കിക്കോന്നല്ല കാലക്സ് അവളെ സമാധാനിപ്പിക്കുമ്പോ നീ എനിക്കൊരു പ്രോമിസ് ചെയ്യുമോ എന്നാണ് ലൂണ ചോദിക്കുന്നത്. എന്നെ നീ ചീറ്റ് ചെയ്യില്ല, ലൈഫ് ലോങ് എന്റെ കൂടെ ഉണ്ടാകുമെന്ന് പ്രോമിസ് ചെയ്ത് തായെന്ന് അവൾ ആവശ്യപ്പെടുമ്പോ തീർച്ചയായും ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ ഉണ്ടാവും, നിന്നെ ഞാൻ ഒരിക്കലും ചീറ്റ് ചെയ്യില്ല എന്ന് അവനും അവൾക്ക് പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം വീണ്ടും ഇപ്പോഴത്തെ കാര്യങ്ങളിലേക്ക്. തന്റെ ഫ്രണ്ടിന് വർക്ക് ചെയ്യാനാണെന്നും പറഞ്ഞ് തന്റെ വർക്ക് തന്നെ ലൂണെ കൊണ്ട് ചെയ്യിപ്പിക്കാനായി കാലക്സ് നോക്കിയ ആ ഒരു സ്ഥലത്ത് വെച്ചല്ലേ നമ്മള് ഫ്ലാഷ് ബാക്കിലേക്ക് പോയത്. ഇപ്പൊ വീണ്ടും അവിടെ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. എനിക്ക് വേണ്ടി നീ ഈ വർക്ക് ചെയ്യണമെന്ന് തനിക്കാണ് ആ വർക്ക് എന്ന കാര്യം മനസ്സിലാക്കി ഇടങ്കോലിട്ട് നിൽക്കുന്ന ലൂണയോട് കാലക്സ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ വെറുക്കുന്ന ഒരാൾക്ക് വേണ്ടി ഞാൻ ഈ വർക്ക് ചെയ്യില്ല, നിന്നെ എനിക്ക് അത്ര വെറുപ്പാ, എന്ത് ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകുന്നു. പിന്നീട് അച്ഛനെ കണ്ട് ആ ഒരു പ്രോജക്റ്റിന് തനിക്ക് താല്പര്യമില്ല എന്ന് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നോക്ക് ഇതിൽ മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ ഇടയ്ക്കൊരു കേസിൽ പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു വീട് ഇടിഞ്ഞു വീണതിനെ തുടർന്ന് നമുക്കെതിരെ കേസായപ്പോൾ ആ കേസിൽ നിന്ന് നമുക്ക് യാതൊരു കേടുപാടുമില്ലാതെ നമ്മളെ സേഫ് ആക്കിയത് കാലക്സ് ആണ്. അതുകൊണ്ട് അവൻ ആവശ്യപ്പെടുന്ന ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കണം.
കൊടുക്കണം, അത് അതിന്റെ രീതിയാണെന്നെല്ലാം ലൂണയോട് അച്ഛൻ പറയുന്ന ടീം. ലൂണ അത് അപ്പോഴാണ് അറിയുന്നത്. കാരണം കാലക്സ് ഇവരുടെ ലോയറായി ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അവൻ ചെയ്ത ഒരു സഹായമായിരുന്നു അത്. അവൾക്ക് അന്ന് ഇതിന് പിന്നിൽ കാലക്സ് ആണെന്നും അറിയില്ലായിരുന്നു. അത്രയും വലിയൊരു ഹെൽപ്പ് നമുക്ക് ചെയ്ത അവനെ എങ്ങനെ മറക്കാനാവും? അന്ന് ആ കേസ് നമ്മൾ തോറ്റിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഒരു കമ്പനി ഇവിടെ പ്രവർത്തിക്കില്ലായിരുന്നു, എന്നേ പൂട്ടിക്കെട്ടേണ്ടി വന്നേനെന്ന് അച്ഛൻ പറയുമ്പോൾ അതിന്റെ സീരിയസ്നെസ് ലൂണയ്ക്കും മനസ്സിലാവുന്നു. അവൾ പിന്നീട് ഈ കാര്യത്തെ പറ്റി സെവിയോട് സംസാരിക്കുമ്പോൾ, എന്തായാലും നീ കാലക്സിനെ ഒരു ക്ലയന്റ് ആയി കണ്ടത് ചെയ്തു കൊടുക്ക്, അതിൽ നീ ഒരു ബുദ്ധിമുട്ടും കാണണ്ട, കൂടാതെ നിനക്ക് എന്ത് ഹെൽപ്പിനും ഞാനും കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സെവി അവളെ എൻകറേജ് ചെയ്യുമ്പോൾ കാലക്സിന്റെ ആ വർക്ക് ഏറ്റെടുക്കാൻ തന്നെ ലൂണ തീരുമാനിക്കുന്നു. അതിനെപ്പറ്റി സംസാരിക്കാനായി കാലക്സിനെ കാണാനായി അവന്റെ ഓഫീസിലേക്ക് ലൂണ ചെല്ലുമ്പോൾ റിസപ്ഷനിൽ കാലക്സിന് അപ്പോയിന്റ്മെന്റ് ഒന്നും ഫ്രീ ആയിട്ടില്ലെന്നും അതുകൊണ്ട് ഈ വീക്ക് കാണാൻ പറ്റില്ലെന്നും ഈ വീക്ക് ഫുള്ള് ടൈറ്റ് ഷെഡ്യൂളും അപ്പോയിന്റ്മെന്റുമാണ് ഉള്ളതെന്നും റിസപ്ഷനിൽ നിന്ന് പറഞ്ഞ് കാണാൻ അനുവദിക്കാതെ ഇരിക്കുമ്പോൾ ലൂണ നേരെ കാലക്സിനെ മെയിൽ അയക്കുന്നു, എനിക്ക് കാണണം, ഞാൻ ഓഫീസിൽ വന്നിട്ടുണ്ടെന്ന്, ഞാൻ ബിസിയാണ്, ഇപ്പൊ കാണാൻ പറ്റില്ല, നമുക്ക് നാളെ കാണാമെന്ന് അവൻ റിപ്ലൈ ചെയ്യുമ്പോൾ, ഇല്ല എനിക്ക് ഇന്ന് തന്നെ കാണണമെന്ന് അവള് സംസാരിക്കുന്ന സമയം, ശരി നീ വെയിറ്റ് ചെയ്യാൻ ഞാൻ വരാമെന്ന് പറയുന്നവൻ അവന്റെ PA അവളെ റിസീവ് ചെയ്യാനായി വിടുന്നു. അങ്ങനെ PA റിസപ്ഷനിൽ നിന്ന് ലൂണയെ നേരെ കൂട്ടിക്കൊണ്ട് ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അത് കാലക്സിന്റെ ഓഫീസ് റൂമാണ്. അവിടെ വെച്ച് വലിയ ബിൽഡിംഗ് ഓഫീസൊക്കെ ആണല്ലോ എന്ന് ലൂണ പറയുമ്പോൾ, പിന്നെ എന്റെ സാർ ഭയങ്കര ടാലന്റഡാ, പുള്ളിക്കാരൻ ഏറ്റെടുത്ത ജയിക്കാതെ ഒരു കേസും പോയില്ല, അതുകൊണ്ട് തന്നെ പുള്ളിക്ക് വൺ ഡിമാൻഡും ഒരുപാട് ക്ലയൻസ് ഉണ്ടെന്നെല്ലാം PA പൊക്കി പറയുമ്പോൾ അതെല്ലാം കേൾക്കുന്ന ലൂണ ഓക്കെ നല്ല കാര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം PA അവിടെ നിന്ന് പോയി ലൂണ അവിടെ ഒറ്റയ്ക്കാവുന്ന സമയം അവളെല്ലാം ഒന്ന് ചുറ്റി കാണുന്ന ടീമാണ് അവിടെ ഇരിക്കുന്ന ഒരു കപ്പ് അവളെ ശ്രദ്ധിക്കുന്നത്. അവൾ അത് വലിയ അമ്പരപ്പോടെ എടുത്തു നോക്കുന്നു. ഇതിപ്പോഴും അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്നതായിരുന്നു അവളുടെ അമ്പരപ്പിന് കാരണം. അപ്പോഴാണ് വീണ്ടും ഫ്ലാഷ് ബാക്ക്. ഇടയ്ക്കിടയ്ക്ക് ഫ്ലാഷ് ബാക്കിലേക്കും പ്രസന്റിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോകേണ്ടി വരും. എന്തായാലും പണ്ട് നടന്ന ആ ഒരു കാര്യം എന്താണെന്ന് കാണാം. അങ്ങനെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് ഫാമിലി വെക്കേഷൻ ടൈം എൻജോയ് ചെയ്യുന്ന ഒരു കസ്റ്റമുണ്ട് അവരുടെ നാട്ടിലൊക്കെ. കസ്റ്റം എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ വെക്കേഷൻ ആയിട്ട് അടിച്ചു പൊളിക്കാനായി ഫാമിലിയിലെ എല്ലാവരും കൂടി ദൂരെയുള്ള സ്ഥലത്ത് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതിന് സാമ്പത്തിക സ്ഥിതി ഉള്ളവര് പോയി എൻജോയ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഒരു വെക്കേഷന് പോകാനായി തീരുമാനിച്ചിരിക്കുകയാണ് കാലക്സിന്റെയും ലൂണയുടെയും വീട്ടുകാര്. രണ്ടുപേരും തീരുമാനിച്ചിരിക്കുന്നത് അമേരിക്കയിൽ പോകാം എന്നതാണ്. ഈ ഒരു കാര്യം തമ്മിൽ കണ്ട് പറയുമ്പോഴാണ് തങ്ങളുടെ വീട്ടുകാരുടെ ഒരു മനപ്പൊരുത്തുവെന്ന് രണ്ടുപേരും മനസ്സിലാക്കുന്നത്. കാരണം രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചതല്ലല്ലോ, രണ്ട് വീട്ടുകാരും അവരവരുടെ തീരുമാനങ്ങൾ എടുത്തതാണ്. കാരണം വീട്ടുകാർക്ക് അറിയില്ലല്ലോ ഇവരുടെ റിലേഷനും കാര്യങ്ങളൊക്കെ. എന്തായാലും നമ്മുടെ വീട്ടുകാര് വെക്കേഷൻ അവിടെ വരുന്നതിന് മുന്നേ നമുക്ക് അവിടെ പോയി അടിച്ചു പൊളിച്ചാലോ എന്ന് ലൂണ പറയുമ്പോൾ, പിന്നെന്താ നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് സംസാരിക്കാവുന്ന ലൂണയുടെ പേരൻസിനെ കണ്ട് സംസാരിക്കുന്നതിനെ പറ്റി കാലക്സ് പറയുന്നു. അങ്ങനെ ലൂണയുടെ പേരൻസിനെ കാണാനായി രണ്ടുപേരും പോകുന്നു. ഇതിന്റെ ബോയ് ഫ്രണ്ട് കാലക്സ് എന്ന് പറഞ്ഞ് ലൂണ തന്റെ പേരൻസിനെ കാലക്സിനെ പരിചയപ്പെടുത്തുന്നു. ഈ സമയത്ത് അമ്മ അവനെ കാണുമ്പോഴേ നല്ല പയ്യൻ ഒരു ഇംപ്രഷനിൽ വരുന്നുണ്ട്. പക്ഷെ അച്ഛൻ ആദ്യം വലിയ മസിലെടുത്താണ്. പക്ഷെ പതിയെ സംസാരിച്ച് കാലക്സിനെ പറ്റി നല്ലൊരു ഇംപ്രഷൻ അച്ഛനും ഉണ്ടാകുന്നു. ലൂണയുടെ ഫാമിലിയും എന്റെ ഫാമിലിയും വെക്കേഷന് അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് വളരെ കോയിൻസിഡൻസ് ആണെങ്കിലും നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നതിന് മുന്നേ 2 ദിവസം മുന്നേ പോയി ഒന്ന് സ്റ്റേ ചെയ്താലോ, ഒന്ന് കറങ്ങി നടന്നാലോ എന്ന പ്ലാനിങ്ങിലാണെന്ന് കാലക്സ് പറയുമ്പോൾ അവനെ നന്നായി ബോധിച്ച ലൂണയുടെ പേരൻസ് സമ്മതിക്കുന്നു. ഓരോ നാട്ടിലെ ഓരോ കാര്യങ്ങളെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വല്ല ചോദിക്കാൻ പറ്റുമോ? എന്തായാലും അങ്ങനെ അങ്ങോട്ടേക്ക് പോകാനായി അവര് തയ്യാറെടുപ്പ് നടത്തുകയാണ്. അതിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു. ലൂണ ഈ സാധനങ്ങൾ പാക്ക് ചെയ്യാനായി സെവി സഹായിക്കാൻ വരുന്നു. പക്ഷെ ആ വരുന്ന സമയത്തും അവന് ഇവളുടെ യാത്രയിൽ കൂടെ കാലക്സ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ക്രിസ്മസിനും ന്യൂ ഇയറിനൊന്നും ഞാനിവിടെ കാണില്ല, അതുകൊണ്ട് ഇന്നാ എന്റെ ഗിഫ്റ്റ് അഡ്വാൻസ് ആയിട്ട് പിടിച്ചു എന്ന് പറഞ്ഞ് അവൾ അത് കൊടുക്കുമ്പോൾ അപ്പോഴാണ് അവൻ അറിയുന്നത് ഇങ്ങനെ കാലക്സിന്റെ കൂടെ അവൾ പോവുകയാണെന്നും. കാലക്സിനെ വീട്ടിൽ പരിചയപ്പെടുത്തിയപ്പോൾ അമ്മയ്ക്കും അച്ഛനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നും വീട്ടുകാർ വരുന്നതിന് മുന്നേ 2 ദിവസം അവിടെ അടിച്ചു പൊളിക്കാനായിട്ട് രണ്ടുപേരും ഒന്നിച്ചു പോവുകയാണ് എന്ന കാര്യമൊക്കെ അറിയുമ്പോൾ സെവിക്ക് കുറച്ചൊരു കുശുമ്പും സങ്കടവും വരാതെയില്ല. എന്നാലും അവനത് മുഖത്ത് കാണിക്കുന്നില്ല. അവളെ പാക്കിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ ഒരുപാട് സഹായിക്കുന്നു. അങ്ങനെ അമേരിക്കയിലേക്ക് അവർ പുറപ്പെട്ടു പോകുന്നു. അവിടെ ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യാണ്. തന്റെ വക ന്യൂ ഇയറിനുള്ള ഗിഫ്റ്റായി ലൂണ കാലക്സിന് കൊടുക്കുന്നത് ഒരു കപ്പാണ്. നമ്മൾ കണ്ടില്ലേ ഇപ്പൊ അവന്റെ ഓഫീസ് റൂമിൽ അവൾ കണ്ട അതേ കപ്പ് തന്നെ. അത് കൊടുക്കുന്ന ടീം തൽക്കാലം എന്റെ കയ്യിൽ ഇതിനുള്ള കാശ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് അവൾ അത് കൊടുത്തിട്ട് പറയുമ്പോൾ, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അതിന്റെ വാല്യൂ അല്ലല്ലോ, അത് കൊടുക്കാൻ കാണിച്ച മനസ്സല്ല വലുതെന്ന് പറഞ്ഞ് തനിക്ക് ആ ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അവൻ പറയുന്നു. തിരിച്ച് അവൻ അവൾക്ക് ഒരു ഡ്രസ്സായിരുന്നു ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഡ്രസ് ഇട്ട് അവൾ വരുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളുടെ സൗന്ദര്യത്തെ അവൻ പുകഴ്ത്തുകയാണ്. അങ്ങനെ അവരവിടെ ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു. അതിന്റെ ഇടയിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യം മറന്നുപോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഫോൺ റിംഗ് അടിക്കുമ്പോഴാണ് ആ കാര്യം മനസ്സിലാവുന്നത്. കാരണം വിളിച്ചിരിക്കുന്നത് അമ്മയാണ്. ഇന്ന് കാണാൻ വരാന്ന് പറഞ്ഞിട്ട് എന്താ നീ വരാത്തെന്ന്. തങ്ങൾ വരുന്നതിന് മുന്നേ അമേരിക്കയിലേക്ക് കാലക്സ് വന്നു എന്നറിയാവുന്ന അമ്മ വിളിക്കുന്നു. അവൻ വന്നു എന്ന് അറിയൂ, അവന്റെ കൂടെ ഒരു പെണ്ണുണ്ട്
എന്നത് അമ്മയ്ക്ക് അറിയില്ല. എന്തായാലും അവൻ വരും അമ്മ എന്ന് പറഞ്ഞ വേഗം കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് വേഗം തന്നെ ലൂണയോട് ഇങ്ങനെ അമ്മയെ കാണാൻ പോകുന്ന കാര്യം മറന്നുപോയല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ രണ്ടുപേരും റെഡിയായി അമ്മയെ കാണാനായി ഒരു റെസ്റ്റോറന്റിലേക്ക് ചെല്ലുന്നു. അവിടെ അമ്മ മാത്രമല്ല ഉള്ളത്, അച്ഛനും ഉണ്ട്. മുന്നേ ലൂണയുടെ പേരൻസിനെ കാലക്സ് പരിചയപ്പെട്ടതുപോലെ തന്നെ ഇപ്പോ കാലക്സിന്റെ പേരൻസിനെ ലൂണ പരിചയപ്പെടാനായിട്ട് ഇവർ വന്നിരിക്കുകയാണ്. പക്ഷെ ഇത് അവന്റെ അമ്മയ്ക്കും അച്ഛനും ഒരു സർപ്രൈസ് ആണ്. ഇവൻ ഇവിടെ വന്ന് സംസാരിക്കുന്നു എന്നേ അവര് വിചാരിച്ചുള്ളൂ. കാരണം വെക്കേഷന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ വരുന്നതിന് 2 ദിവസം മുന്നേ ഞാൻ അവിടേക്ക് ഒന്ന് പോകുന്നുണ്ട്, എനിക്ക് സ്ഥലമൊക്കെ ഒന്ന് കാണാലോ എന്നൊക്കെ പറഞ്ഞാണ് അവൻ വന്നത്. ഇപ്പൊ ഇവിടെ വെച്ച് ലൂണയോട് സംസാരിക്കുന്ന അച്ഛൻ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അമ്മയ്ക്ക് പക്ഷെ ഒരു പുച്ഛഭാവമാണ്. പ്രത്യേകിച്ച് ഇവരുടേത് ഒരു ആർക്കിടെക്ട് ഫാമിലിയാണ് എന്നോട് അറിയുമ്പോൾ പുച്ഛം കുറച്ചുകൂടെ കൂടി എന്നേ ഉള്ളൂ. കാരണം ഡോക്ടറായ അമ്മയ്ക്ക് ഡോക്ടേഴ്സിനോടാണ് താല്പര്യം. അത് മനസ്സിലാക്കിയത് കൊണ്ടാവാം ലൂണയ്ക്കും സങ്കടമാവുന്നുണ്ട്. കൂടാതെ അമ്മ ലൂണയുടെ മുന്നിൽ വെച്ച് കാലക്സിനോട് അവന്റെ മാർക്ക് കുറവാണെന്ന് എമി പറഞ്ഞ കാര്യം പറയുന്നു. നീ ഇപ്പോ ഈ പെണ്ണിന്റെ കൂടെ കറങ്ങി നടക്കുന്നതുകൊണ്ടാണോ നിനക്ക് ഇത്ര മാർക്ക് കുറഞ്ഞതെന്നെല്ലാം അമ്മ അവനോട് ദേഷ്യപ്പെടുന്നു. എന്തായാലും നിനക്ക് ഈ പെണ്ണ് ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എമ്മ തന്നെയാണ് നിനക്ക് നല്ലത്. നിങ്ങൾ രണ്ടുപേരും ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാകുമ്പോ അതായിരിക്കും നല്ലതെന്നെല്ലാം അമ്മ പറയുന്ന ടീം. ലൂണയ്ക്ക് ഇതൊക്കെ കേട്ട് വല്ലാത്ത സങ്കടം വരുന്നു. അവൾ കാലക്സിനെ നോക്കുമ്പോൾ അവൻ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. അവൾ പെട്ടെന്ന് ശരി ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായി തുടങ്ങുമ്പോൾ പിറകെ വരുന്ന അവൻ അമ്മ പറയുന്നൊന്നും നീ കാര്യമാക്കരുത് പ്ലീസ്, എനിക്ക് എമ്മയോട് ഒരു ഇഷ്ടവും ഇല്ല, ഞാൻ പ്രണയിച്ചത് നിന്നെ തന്നെയാണെന്നെല്ലാം പറയുമ്പോൾ എന്നിട്ട് എന്താ നീ അമ്മ അത്രയും പറഞ്ഞപ്പോ അമ്മയോട് എതിർത്തൊന്നും പറയാഞ്ഞത്? നിനക്ക് എമ്മയല്ല ഇഷ്ടം, ഈ ലൂണയെ ഇഷ്ടമെന്ന് നീ എന്താ പറയാഞ്ഞെന്ന് അവൾ അവനോട് ചോദിക്കുമ്പോൾ അപ്പോഴും ഒരു ഉത്തരം പറയാതെ അവൻ സങ്കടത്തിൽ നിൽക്കുകയാണ്. അല്പനേരത്തെ മൗനത്തിന് ശേഷം അവൻ പറയുന്നത് കുട്ടിക്കാലം മുതൽ അവൻ ഏറ്റവും പേടിച്ചിരുന്നത് അവന്റെ അമ്മയാണെന്നാണ്. അമ്മ പറയുന്നതിനപ്പുറവും ഇപ്പുറവും പോവാത്ത ഒരു ജീവിതമായിരുന്നു അവന്റേത്. ആകെപ്പാടെ അമ്മ പറഞ്ഞ കാര്യത്തെ എതിർത്ത് താൻ ലൈഫിൽ ചെയ്തത് ഡോക്ടർ ആവാതെ ഒരു അഡ്വക്കേറ്റ് ആവാൻ എടുത്ത തീരുമാനമാണെന്നും ആ ഒരു തീരുമാനം പോലെ തന്നെ തന്റെ ലൈഫിൽ തനിക്ക് എത്രത്തോളം ഇഷ്ടം താൻ കരിയറിനോട് കാണിക്കുന്നുണ്ടോ, ആ ഒരു പഠനത്തോട് കാണിക്കുന്നുണ്ടോ, അതേ ഇഷ്ടം അതേ പാഷൻ തനിക്ക് ലൂണയോടും ഉണ്ടെന്നും ഒരു കാരണവശാൽ അമ്മയെന്നല്ല ആര് പറഞ്ഞാലും തന്റെ ഈ ഒരു അഡ്വക്കേറ്റ് ആവുക എന്നൊരു ആഗ്രഹവും ഒപ്പം തന്നെ ലൂണയെ സ്വന്തമാക്കുക എന്ന അവളോടുള്ള ഇഷ്ടവും ഒരു കാരണവശാൽ തന്നിൽ നിന്ന് മാറില്ലെന്ന് കാലക്സ് ലൂണയോട് പറയുന്നു. അവൻ അങ്ങനെ പറഞ്ഞ് കരയുമ്പോ അത്രയും നേരം നല്ല ദേഷ്യത്തിലും സങ്കടത്തിലും ഉണ്ടായിരുന്ന ലൂണയുടെ സങ്കടവും ദേഷ്യവും എല്ലാം അലിഞ്ഞു പോകുന്നു. അവൾ അവനോട് വീണ്ടും കൂട്ടാവുന്നു. എന്തേലും പിന്നീട് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് കോളേജിൽ എത്തിയിരിക്കുന്ന ലൂണയാണ് നമ്മൾ കാണുന്നത്. ലൂണ അവളുടെ മറ്റു ഫ്രണ്ട്സുമായി സംസാരിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കിറ വരുന്നു. ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് എല്ലാവരോടും വളരെ മോശമായി പെരുമാറി, സോറി എന്നെല്ലാം അവൾ പറയുമ്പോൾ അതൊന്നും മറ്റു ഫ്രണ്ട്സ് കാര്യമാക്കുന്നില്ല, സാരയില്ല എന്നൊക്കെ പറഞ്ഞ് അവര് വലിയ കൂട്ടാവുകയാണ്. ഈ ഒരു സമയത്ത് കിറയുടെ കയ്യില് നമുക്ക് ഈ രക്തമൊക്കെ ചത്ത് കിടക്കില്ലേ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത്. എന്തായാലും ആ ഒരു പാട് നമുക്ക് കാണാം. അവളുടെ ശരീരത്തിൽ മുന്നേയും ഇതുപോലെ രക്തം ചത്ത് കിടന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് അവളത് കൂട്ടുകാർ കാണാതെ മറച്ചു വെച്ച് നടന്നു. ഇപ്പോഴും ഇങ്ങനെ ഒരു കാര്യം അവളുടെ ശരീരത്തുള്ളത് കൂട്ടുകാർ കാണാതിരിക്കാനായി അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്തോ ഒരു പ്രശ്നം കിറയ്ക്കുണ്ട് എന്നത് തീർച്ച. അവളത് കൂട്ടുകാരോട് പറയാതെ തനിയെ ഫേസ് ചെയ്തുകൊണ്ട് പോവാണ്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം കഫറ്റീരിയയിൽ സെവിയുടെ കൂടെ ലൂണ ഇരിക്കുമ്പോൾ കിറയുടെ അമ്മ ഫോൺ ചെയ്ത് കിറയെ ആരോ അബ്യൂസ് ചെയ്തു, അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, കുറച്ച് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ വേഗം തന്നെ വെപ്രാളം പിടിച്ച് ലൂണ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. കൂടെ സെവിയുമുണ്ട്. പക്ഷെ അവളെ അകത്തേക്ക് കടത്തി വിടുന്നില്ല. അകത്ത് പോകാൻ കഴിയാതെ അങ്ങനെ റൂമിന് വെളിയിൽ അവൾ അവിടെ ഇരിക്കുകയാണ്. കാരണം റൂമിൽ ഒരാളെ ബൈസ്റ്റാൻഡറായി നിൽക്കാൻ പാടുള്ളൂ, വിസിറ്റേഴ്സിനെ ഇപ്പോൾ അലോ ചെയ്യുന്നില്ല. അങ്ങനെ അവിടെ ഇരിക്കുന്ന ടീം അങ്ങോട്ടേക്ക് കാലക്സ് വരുന്നു. അവനെ കണ്ടപാടെ അവൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കിറയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നതും അവളെ ഒരാൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നതും ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുകയാണ് ലൂണ. കിറയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വല്ലാത്ത പേടി അവൾക്കുണ്ട്. കിറയുടെ റൂംമേറ്റും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും അവളുടെ ക്ലാസ്മേറ്റും ഡെസ്ക്മേറ്റും എല്ലാമായ താൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവൾക്ക് ഒരു അപകടം പറ്റുന്നതിൽ നിന്ന് തനിക്ക് അവളെ രക്ഷിക്കാമായിരുന്നു എന്ന വല്ലാത്ത കുറ്റബോധമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ലൂണയ്ക്ക് വരുന്നത്. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം വീണ്ടും ഇപ്പോഴത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ആ ഒരു കപ്പ് ഓഫീസ് റൂമിൽ കണ്ടപ്പോഴാണല്ലോ ഈ ഒരു ഫ്ലാഷ് ബാക്കുകളിലേക്കെല്ലാം ലൂണ പോയത്. അവളങ്ങനെ അതും ഓർത്ത് അത് കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ക്ലയന്റിനെ കണ്ടു കഴിഞ്ഞ് കാലക്സ് വരുന്നു. ഈ കപ്പും പിടിച്ച് നിൽക്കുന്ന അവളെ കാണുമ്പോൾ ആ കപ്പ് എനിക്ക് എത്ര പ്രധാനപ്പെട്ടതാണെന്നറിയാവോ, അതെന്തിനാ നിങ്ങൾ എടുത്തത്? വേറൊരാളുടെ റൂമിൽ വന്ന് അവരുടെ പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കുവോ? അത് നല്ലതല്ലെന്നല്ല കാലക്സ് ഒരുമാതിരി സംസാരിക്കുമ്പോൾ അവൾ പെട്ടെന്ന് കപ്പ് താത്തു വെക്കുന്നു. കൂടാതെ അവൾ ആകെ അപ്പോൾ നെർവസ് ആയിട്ടുണ്ടായിരുന്നു. ഇവൻ ഇങ്ങനെ ഇടുപിടിയെന്ന് പറഞ്ഞതും താനത് നോക്കി നിന്നത് അവൻ കണ്ടതും ഒക്കെ ഓർത്തിട്ട്. അതുകൊണ്ട് തന്നെ അറിയാതെ അവൾ അവിടെ ഒരു ഫയലിലേക്ക് വെള്ളം തട്ടിയിടുന്നു. ആ ഫയൽ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് അത് കണ്ട് പി അവളോട് ദേഷ്യപ്പെടുമ്പോ അയ്യോ സോറി, അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ പറ്റിപ്പോയതാ, ഞാൻ ഇനിയിപ്പോ എന്ത് ഇതിനെ ചെയ്യേണ്ടത് എന്നെല്ലാം അവൾ ഇങ്ങനെ ചോദിക്കുമ്പോ എന്ത് പറഞ്ഞാലും ചെയ്യുമോ എന്ന് ചോദിക്കുന്ന കാലക്സ് തന്റെ പ്രോജക്റ്റ് ലൂണ തന്നെ ഏറ്റെടുക്കണമെന്ന് പറയാണ്. ആക്ച്വലി അവളത് ഏറ്റെടുത്തു എന്ന് പറയാനായിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. അപ്പൊ അവനതറിയാതെ അത് നീ ചെയ്യണമെന്ന്
ചെയ്യണമെന്ന് തന്നെ അവളെ കൊണ്ട് ഏതാണ്ട് കട്ടായം ചെയ്യിപ്പിക്കാൻ നോക്കുമ്പോ അവൾ അങ്ങനെ ഒരുമാതിരി ഭാവത്തിൽ നിൽക്കാണ്. അവനാകട്ടെ അങ്ങനെ ഇവളെ കൊണ്ട് എനിക്കത് ചെയ്യിപ്പിക്കാൻ കഴിയുമല്ലോ എന്ന സന്തോഷത്തിൽ നിൽക്കുന്നു. അത് കിറയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ്. കിറയെ അബ്യൂസ് ചെയ്തു എന്ന ആ ഒരു കാര്യം കൊണ്ടാണ് അവളിപ്പോ ആകെ തളർന്ന്, അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർന്നവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. അവിടെ വെച്ച് കിറയുടെ അമ്മ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അവൾ എന്റെ കൂടെ നിന്നായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരു പക്ഷെ തടയാനും അവളെ സംരക്ഷിക്കാനും പറ്റിയിരുന്നേനെ എന്ന്. ഈ ടീം ഇത് കേൾക്കുന്ന ലൂണയ്ക്ക് ഭയങ്കര സങ്കടം. തന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കിറ. ഒരേ സ്ഥലത്ത് പഠിക്കുന്നു, ഒരേ സ്ഥലത്ത് താമസിക്കുന്നു, എന്നിട്ടും താൻ ഇതൊന്നും അറിഞ്ഞില്ല എന്നതാണ് അവളെ കുറ്റബോധത്തിലാക്കുന്നത്. ആന്റി, കിറയും എനിക്കും ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നു. അവൾ എന്നോട് പിണങ്ങി മിണ്ടാതെ നടന്നിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ അവൾക്ക് സംഭവിക്കാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് ലൂണ സങ്കടപ്പെടുമ്പോ പോട്ടെ സാരയില്ല എന്ന് പറഞ്ഞ് അമ്മ സമാധാനിപ്പിക്കുന്നു. പക്ഷെ ലൂണയ്ക്ക് ഭയങ്കര കുറ്റബോധമാണ്, അവൾക്കത് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ എന്തായാലും കിറ ബെറ്റർ ആവുന്നുണ്ട്, ഹെൽത്ത് വൈസ് അവൾ ഓക്കെ ആവുന്നുണ്ടെങ്കിലും ആരോടും ഒന്നും മിണ്ടുന്നില്ല. അവളുടെ അമ്മയോടോ അവളുടെ ഈ ഫ്രണ്ട്സിനോടോ ഒന്നും മിണ്ടാൻ തയ്യാറാവുന്നില്ല. എപ്പോഴും മൗനമായിട്ട് ഒരേ സ്ഥലത്തോട്ട് നോക്കി ഇങ്ങനെ ഒരൊറ്റ ഇരിപ്പാണ്. അത് വീണ്ടും ഇവരെ കുറെ സങ്കടപ്പെടുത്തുന്നു. എന്തായാലും അങ്ങനെ അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് ചെല്ലുന്ന ലൂണ മിസ് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേ ആണ് എന്ന കാര്യമൊക്കെ ഓർമ്മിപ്പിക്കുമ്പോൾ കിറയ്ക്ക് വേണ്ടി സമയം ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ സമയമൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നാണ് മിസ് പറയുന്നത്. കാരണം മിസ്സിനെ സംബന്ധിച്ചിടത്തോളം മിസ് കിറയുടെ ഹെൽത്ത് കണ്ടീഷനെ പറ്റിയെല്ലാം അന്വേഷിച്ചപ്പോൾ ഹെൽത്ത് വൈസ് അവൾ ഓക്കെയാണ്, അവൾ മനഃപൂർവ്വം മിണ്ടാതിരിക്കുന്നു, ആരോടും മിണ്ടാൻ കൂട്ടാക്കുന്നില്ല എന്നൊരു അപ്ഡേറ്റ് ആണ് ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സിന് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ പേരിലൊന്നും ഇനി സമയം നീട്ടിക്കൊടുക്കാൻ പറ്റില്ല എന്നാണ് മിസ് തീർത്തു പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ കിറയ്ക്ക് വന്നത് ചെയ്യാനും സാധിക്കില്ല എന്ന് ലൂണയ്ക്ക് അറിയാം. അവൾ റിക്കവർ ആയിട്ടില്ല മെന്റലി. അതുകൊണ്ട് തന്നെ ലൂണ കിറയ്ക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റ് ഉറക്കമുളച്ചിരുന്ന് ചെയ്യാനായി തീരുമാനിക്കുന്നു. അവൾ അതിന്റെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ബിസിയായി ഉറക്കമുളച്ച് സ്ട്രെസ് അടിച്ചിരിക്കുകയാണെന്ന് കാലക്സിന് മനസ്സിലാവുന്നുണ്ട്. അവൻ വീഡിയോ കോൾ ചെയ്ത് അവളെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. റെസ്റ്റ് എടുക്കണം, ഇങ്ങനെ ഹെൽത്ത് നോക്കാതെ ഒറ്റയടിക്ക് കുത്തിയിരുന്നൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവൻ നേരിട്ട് വന്നും പറയുന്നുണ്ട്. അതേസമയം മറ്റൊരു പ്രശ്നം നടക്കുന്നു. കിറ ഡേറ്റ് ചെയ്തിരുന്നത് മേയറിന്റെ മകനാണല്ലോ, അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഹോൾഡ് ഉണ്ട്. ആ പയ്യനെതിരെയുള്ള അബ്യൂസീവ് കേസ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലിയുടെ പിടിപാട് കൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റും അവർക്കെതിരെ ഈ കേസ് വാദിക്കാനായി തയ്യാറാവുന്നില്ല. അങ്ങനെ ഇവർക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പൊ ഒരു അഡ്വക്കേറ്റ് ഇല്ലാതെയും ആകെ പ്രശ്നമാണ്. എന്തായാലും ആ ഒരു പ്രോജക്ട് വർക്ക് തീർക്കാനായി തന്നെ ലൂണ മെനക്കെട്ടിരിക്കുകയാണ്. അവളോട് പറഞ്ഞ അവൾ അവളുടെ കാര്യങ്ങളൊന്നും നോക്കില്ല എന്നറിയാവുന്ന കാലക്സും അവൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് വന്ന് നിൽപ്പുണ്ട്. ആ സമയത്ത് ഇവരുടെ ഫ്രണ്ട്സ് ഗാങ്ങിലെ വേറ എന്നൊരു പെൺകുട്ടിയുണ്ട്. അവൾ എത്തുന്നു. വേറെ വന്ന പാടെ തന്നെ ലൂണയോട് തട്ടിക്കയറാണ്. നീ എന്താ വലിയ ത്യാഗിയാണോ? നീ നിന്റെ പ്രോജക്ട് ചെയ്യാതെ കിറയുടെ പ്രോജക്ട് ഇരുന്ന് തീർത്തിട്ട് എന്ത് ചെയ്യാൻ പോവാ? കിറ ഈ ഒരു സെമ്മില് പ്രോജക്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ആക്കിയില്ലെങ്കിൽ അവൾ അടുത്ത സെമ്മിൽ അത് പിന്നെ ചെയ്തോളും. അവൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ എങ്കിലും ഉണ്ട്. നിനക്കോ? നീ ഇത് ചുമ്മാ അങ്ങ് എസ്കേപ്പ് ആയാ നീ അതിൽ ഫെയിൽ ആയെന്നായിരിക്കും വരാ. അവൾക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നതിന്റെ പേരിലെങ്കിലും ഒരു ഇളവ് കിട്ടാതിരിക്കില്ല. പക്ഷെ നീ ഈ കാണിക്കുന്നത് ശുദ്ധ മണ്ടത്തരാ. നീ നിന്റേത് അങ്ങനെ ചെയ്യാതെ വലിയ ത്യാഗിയൊന്നും ആവണ്ട. ഞാൻ എന്റെ പ്രോജക്റ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി ഞാനും ബാക്കിയുള്ളവരും കൂടി ചേർന്ന് ഇതിന്റെ ബാക്കി ചെയ്തേക്കാം. നീ നിന്റേതിരുന്ന് ചെയ്യാൻ നോക്കുന്ന പറഞ്ഞ് അവളിങ്ങനെ അവളുടെ ഭാവി തുലാസിലാക്കി കിറയെ ഹെൽപ്പ് ചെയ്യാനായി നടക്കുന്നതിന്റെ പേരിൽ മറ്റു ഫ്രണ്ട് അവളെ വഴക്ക് പറയുന്നതിലും കുറച്ച് കാര്യമുണ്ട്. കാരണം ലൂണയ്ക്ക് അവളുടെ പ്രോജക്റ്റ് ചെയ്യണമെന്ന് ഒരു ധാരണയില്ല. ഇപ്പൊ അവൾക്ക് കിറയുടെ എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഈ രണ്ടും കൂടി ചെയ്യാനുള്ള ടൈം ഇപ്പോ ഒട്ട് ലൂണയുടെ മുന്നിൽ ഇല്ലതാനും. അത് ഉള്ള കാര്യമാണ്. ഇപ്പൊ ഫ്രണ്ട് അങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോ ലൂണ ആകെപ്പാടെ സങ്കടത്തിൽ നിൽക്കാണ്. അത് കാണുന്ന കാലക്സ് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോ ഞാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നു. ഒന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ കിറക്ക് ഇങ്ങനെ പറ്റിയത് അവളുടെ കൂടെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന, ഒരേ സ്ഥലത്ത് താമസിക്കുന്ന തന്റെ അനാസ്ഥയാണ്, അല്ലെ തന്റെ നല്ലൊരു ഫ്രണ്ട് അല്ലാത്ത ഒരു കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്ന രീതിയിലാണ് ലൂണ അതിനെ കാണുന്നത്. അപ്പൊ ആ കുറ്റബോധം കൊണ്ടാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ ഇപ്പൊ തോന്നുന്നത്. എന്തായാലും കാലക്സ് ഇതൊക്കെ മനസ്സിലാക്കി കൂടെ നിന്ന് ആശ്വസിപ്പിക്കുന്നു. അവൾക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി അവൻ പതിയെ അവിടെ മയങ്ങി പോകുമ്പോൾ അവൻ കാണിക്കുന്ന കെയറൊക്കെ അവളെ ഭയങ്കര മനസ്സൊന്ന് ശാന്തമാക്കാനായി സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ നോക്കിയായ ശേഷം പഠന സംബന്ധമായ ആവശ്യങ്ങൾക്ക് കോളേജിലേക്ക് പോകാനായി ഒരുങ്ങുന്ന ടീം അവൻ അവിടെ അങ്ങനെ തല ചായച്ച മയക്കത്തിലാണ്. ആ ടീമാണ് അവന്റെ ഫോണിലേക്ക് എമ്മയുടെ ഒരു മെസ്സേജ് ലൂണ കാണുന്നത്. അവൾ അത് ഓപ്പൺ ആക്കി നോക്കുന്നു. ബോയ് ഫ്രണ്ടിന്റെ മെസ്സേജ് ഗേൾ ഫ്രണ്ട് നോക്കുന്നതിൽ വലിയ തെറ്റൊന്നും ഇല്ലല്ലോ. ഈവൻ അവർക്കിടയിൽ അങ്ങനെ ഒളിയും മറയും സൂക്ഷിക്കാൻ താല്പര്യമില്ലാത്തവർക്കിടയിൽ അതൊരു തെറ്റല്ല. എന്തായാലും ആ മെസ്സേജ് കാണുന്ന ലൂണ ഞെട്ടിപ്പോകുന്നു. കാരണം അത് മുന്നേ ഒരു വാലന്റൈൻസ് ഡേക്ക് എമ്മയും കാലക്സും കിസ് ചെയ്ത് കണക്കൊരു വീഡിയോ ആണ്. എനിക്ക് ആ കിസ് മറക്കാനേ സാധിക്കുന്നില്ല, നിന്നെ കിസ് ചെയ്യാനായി എനിക്ക് തോന്നുന്നു എന്നൊക്കെ അവൾ ഇങ്ങനെ എഴുതി ആ ഒരു വീഡിയോ സഹിതം അയച്ചിരിക്കുന്നത് കണ്ട് ലൂണ ആകെ ഞെട്ടിയിരിക്കുകയാണ്. അവൾക്ക് ഒന്നും ചോദിക്കാനോ പറയാനോ ഉള്ള ആ ഒരു ശേഷി പോലും ആ ഞെട്ടലിൽ നിന്ന് മുക്തിയായി ലഭിക്കുന്നില്ല. വേഗം തന്നെ അവൾ കഥകടച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്താണ് കാലക്സ് എഴുന്നേൽക്കുന്നത്. എവിടെ ലൂണ? എവിടെ പോയി? കാണുന്നില്ലല്ലോ എന്ന് പെട്ടെന്ന് ചുറ്റിനും നോക്കുന്നവൻ ശരി മൊബൈൽ ഒന്ന് വിളിക്കാനായിട്ട് എടുക്കുമ്പോഴാണ് അതിൽ വന്നിരിക്കുന്ന ഓപ്പൺ ചെയ്ത നിലയിലുള്ള എമ്മയുടെ മെസ്സേജ് കാണുന്നത്.
അവൻ ആകെ ഷോക്കാവുന്നു. ഇതേ സമയം വളരെ സങ്കടത്തില് പൊട്ടിക്കരയുന്ന ലൂണയാണ് നമ്മൾ കാണുന്നത്. അപ്പോ ഒരുത്തന്മാരും നല്ലതല്ല, എല്ലാവന്മാരും ഇക്കണക്കല്ലേന്ന് അവൾക്ക് ഭയങ്കര സങ്കടം. കിരയുടെ ബോയ് ഫ്രണ്ട് എന്ന് അവള് വലിയ കാര്യമായി ഇഷ്ടപ്പെട്ട് കൊണ്ടു നടന്ന ആള് വഴി അവൾക്ക് ഇങ്ങനെ ഒരു പീഡനം നേരിടേണ്ടി വന്ന സമയത്ത് അതറിഞ്ഞ ലൂണയ്ക്ക് ഒരു പക്ഷെ അവളുടെ ബോയ് ഫ്രണ്ട് എത്ര നല്ല പയ്യനാണ്, എത്ര കെയറിംഗ് ആണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഇപ്പോ അവൻ ഇങ്ങനെയല്ല, താൻ വിചാരിച്ച കണക്കേ അല്ല എന്ന് തോന്നിയപ്പോ അങ്ങനെ അവൾ ചിന്തിച്ചത്. കൂടാതെ കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് കാലിക്സും എമ്മിയും കിസ് ചെയ്ത കണക്കാണ് ആ വീഡിയോ ഉള്ളത്. കാരണം ആ ഒരു ഡേറ്റ് അതാണ്. ആ വാലന്റൈൻസ് ഡേയുടെ അന്ന് നടന്ന സംഭവങ്ങൾ ലൂണ ആലോചിച്ച് നോക്കുമ്പോൾ അവൾക്ക് ഒന്നുകൂടെ കാലിക്സിനോട് വെറുപ്പ് കൂടുകയാണ്. കാരണം ആ ദിവസവും കാലിക്സും ലൂണയും കണ്ടിട്ടുണ്ടായിരുന്നു, അവര് റിലേഷൻഷിപ്പിലും ആയിട്ടുണ്ടായിരുന്നു. അന്ന് ലൂണയെ കണ്ട കാലിക്സ് അവളോട് ഒരുമാതിരി പതർച്ചയില് പറഞ്ഞ വാക്കുകൾ ഇതാണ്: നോക്ക്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതാണ് സത്യം, അത് മാത്രമാണ് സത്യം, അതേ നീ വിശ്വസിക്കാവൂ, വേറെ ഒന്നും വിശ്വസിക്കരുതെന്ന്. അത് അപ്പൊ കേട്ടപ്പോ അവൾക്ക് ഒരു കവിത കലർന്ന പ്രണയ സന്ദേശം പോലെ തോന്നിയുള്ളൂ. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ അന്ന് അവളുടെ അടുത്ത് പോയി ഉമ്മ വെച്ചിട്ട് അവൻ എന്റെ അടുത്ത് വന്ന് ഡയലോഗ് അടിച്ചിരിക്കുന്നു എന്ന രീതിയിൽ ഭയങ്കര ദേഷ്യം വരുന്നു. എന്തായാലും അങ്ങനെ അതിനുശേഷം സെവിയുടെ കൂടെ കിറയുള്ള ഹോസ്പിറ്റലിലേക്ക് ലൂണ ചെല്ലുന്ന ടൈം അവിടെ മേയറിന്റെ മകൻ കിറയെ കാണാനായി വന്നിരിക്കുന്നത് കണ്ട് അവൾ ആകെ ബഹളം വെക്കാണ്. എങ്ങനെ മനസ്സ് വന്നടാ നിനക്ക് എന്റെ കിറയോട് ഇങ്ങനെ ചെയ്യാനായിട്ട്? അവള് നിന്നോട് സ്നേഹിച്ചു, അതിൽ കൂടുതൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? നിന്നെ സ്നേഹിച്ചത് ഒരു തെറ്റായിട്ട് നിനക്ക് തോന്നിയതിനാണോ ഇങ്ങനെ ഉപദ്രവിച്ചെന്നൊക്കെ അവള് പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്തായാലും അവിടെ അങ്ങനെ സീൻ നടക്കുമ്പോ മേയറിന്റെ കൂടെ വന്ന ശിങ്കിടികളും ഒക്കെ കൂടി ലൂണയും സെവിയും കൂടി ബലമായി തടയുകയും പിടിച്ചു വെക്കാൻ നോക്കുകയും ഒക്കെ ചെയ്യുന്നു. അത് കണ്ടുകൊണ്ടാണ് ലൂണ അന്വേഷിച്ച് കാലിക്സ് വരുന്നത്. അവൻ അത് കണ്ട് ഭയങ്കര ദേഷ്യം വന്ന് അവരൊക്കെ തട്ടിമാറ്റി ലൂണയെ ചേർത്ത് നിർത്തി ആരും ഇവളെ തൊട്ടു വരുത്, ഇവളുടെ അടുത്ത് വന്നു വരുത് എന്നൊക്കെ ഷൗട്ട് ചെയ്യുമ്പോ ലൂണ അവനെയും തട്ടിമാറ്റി സെവിയുടെ കൂടെ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നു. ആ ടീം കാലിക്സ് ലൂണയുടെ പിറകെ ഓടി വരുന്നുണ്ടെങ്കിലും അവൾ മൈൻഡ് ആക്കുന്നില്ല. ലൂണ പോകില്ല എന്ന് പറഞ്ഞ് തടയാൻ നോക്കുന്ന കാലിക്സിന്റെ കാരണം നോക്കി ലൂണ ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. ഞാൻ നിന്നെ എത്ര ഇഷ്ടപ്പെട്ടതാ, എത്ര വിശ്വസിച്ചതാ, എത്ര ആഗ്രഹത്തിലാ ആ വാലന്റൈൻസ് ഡേക്ക് നിന്നെ കാണാനായിട്ട് ഞാൻ വന്നത്. പക്ഷെ നീ അങ്ങനെ ഒരു ചതിയല്ലേ എന്നോട് ചെയ്തതെന്ന് പറഞ്ഞ് അവനെ ചീറ്റർ എന്നെല്ലാം അവൾ വിളിക്കുന്നു. നീ ചതിയനാണെന്ന് ആവർത്തിച്ച് അവൾക്ക് അറിയുന്ന സമയത്ത് നീ അത് വിശ്വസിക്കല്ലേ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്, സത്യം അതല്ല എന്ന് പറഞ്ഞ് അവൻ എന്തോ പറയാനായി വരുന്നുണ്ടെങ്കിലും അത് കേൾക്കാതെ അവൾ ട്രൂത്ത് ഓർ ഡെയർ കളിച്ച് ഡെയർ ഒപ്പിച്ചതാന്ന് കള്ളം പറഞ്ഞു മെനക്കെടണ്ട, എനിക്കത് കേൾക്കാൻ വേണ്ടെന്ന് പറഞ്ഞ് അവൾ അവനെ തീർത്തും അവോയ്ഡ് ചെയ്ത് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നു. കാലിക്സിന് ഒന്നും തന്നെ ലൂണയെ പറഞ്ഞു മനസ്സിലാക്കാനായി സാധിച്ചില്ല. അങ്ങനെ ഈ ഒരു രീതിയിൽ ലൂണ വളരെ തകർന്നിരിക്കുകയാണെങ്കിലും അവൾക്ക് കിരയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഓരോ ഡെവലപ്മെന്റ്സും വലിയ സന്തോഷമായിരുന്നു. കിര അങ്ങനെ ആരോടും മിണ്ടാതെ മൂകമായി ഇരിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ കിര ഉപദ്രവിച്ച ഈ ഒരു കേസ് ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ ലൂണയ്ക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. കിര ഒന്നും പറയാതിരുന്നാല് അത് പ്രശ്നമാവുമല്ലോ. പക്ഷെ കിര ഇപ്പോ സംസാരിച്ചു തുടങ്ങുന്നു, അവള് ബെറ്റർ ആവുന്നുണ്ട്. ലൂണയോട് നടന്ന എല്ലാ കാര്യങ്ങളും താൻ കോടതിയിൽ വളരെ വ്യക്തമായി പറയാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ തന്നെ ലൂണ ഭയങ്കര ഹാപ്പി. കാരണം തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. അപ്പം ഇവളൊന്നും മിണ്ടുന്നില്ല, മൊഴി നൽകുന്നില്ല എന്ന കാര്യം കൊണ്ട് അവൻ എസ്കേപ്പ് ആവാൻ എന്തെങ്കിലും ഒരു പഴുത് കിട്ടുമോ എന്നൊരു പേടി ലൂണയ്ക്കുണ്ടായിരുന്നു. എന്തായാലും പിന്നീട് ലൂണയെ കാലിക്സിന്റെ ഫ്രണ്ട്സ് വിളിക്കുന്നു. കാലിക്സ് അവള് ചെല്ലുമ്പോൾ ആകെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയി കിടക്കുന്നതാണ് അവള് കാണുന്നത്. ഓൾറെഡി കാലിക്സിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ലൂണയുമായി ഡേറ്റിംഗ് കാലിക്സ് ആരംഭിച്ച ശേഷം അവന് മാർക്ക് വളരെ കുറവാണെന്ന് എമ്മി പറഞ്ഞെന്ന്. അത് സത്യമാണ്. അവൻ ഇപ്പൊ നന്നായി പഠിക്കുന്നില്ല എന്ന് പറയുന്ന ഫ്രണ്ട് അവൻ ഇങ്ങനെ ഓഫായി കിടക്കുന്ന ഒരാളേ അല്ല. പക്ഷെ ഇപ്പൊ അത് കണ്ടോ, ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയി അവന്റെ കിടത്തം കണ്ടോ. ഇങ്ങനെ പോയാല് അവൻ ഒരിക്കലും പഠിച്ച് പാസ് ആവാനേ പോകുന്നില്ല. ഇതാകെ പ്രശ്നവും. ഇവന് ഞങ്ങൾ ഇങ്ങനെ നശിച്ച് കണ്ടിട്ടേ ഇല്ല എന്നല്ല ഫ്രണ്ട്സ് പറയുമ്പോ താൻ കാരണമാണ് അവൻ ഈ ഒരു അവസ്ഥ എന്നൊരു കുറ്റബോധം ലൂണയ്ക്ക് വരുന്നു. കിരയുടെ കാര്യത്തിൽ വന്ന അതേ കുറ്റബോധമാണ് ഇവിടെ ഇവൾക്ക് ഇപ്പൊ ഫീൽ ആവുന്നത്. താൻ കാരണമാണ്, താൻ ഒരു നല്ല ഗേൾ ഫ്രണ്ട് അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ, തനിക്ക് അവന്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കാൻ യോഗ്യതയില്ല എന്ന രീതിയിലൊക്കെ അവൾക്ക് തോന്നുന്നുണ്ട്. അതിനൊത്ത് ഫ്രണ്ട്സും എന്തായാലും തൽക്കാലം നിങ്ങളുടെ ഈ ഡേറ്റിംഗ് ഒന്ന് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഈ ഡേറ്റിംഗ് ആരംഭിച്ചത് കൊണ്ടാണ് പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന അവൻ ആ ഒരു ശ്രദ്ധ ഡൈവേർട്ടായി ഈ രീതിയിൽ പോയതെന്ന് ഫ്രണ്ട്സും പറയുമ്പോൾ അവനും ഈ ഒരു ലോ ഫുള്ള് പഠിച്ച് തീർക്കണമെങ്കിൽ അതിന് വീട്ടിൽ നിന്ന് അമ്മയുടെ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, ഏതെങ്കിലും സെമ്മില് മാർക്ക് കുറഞ്ഞാല് പഠിത്തം നിർത്തി കൂടെ ചെല്ലേണ്ടി വരുമെന്ന്. അപ്പൊ അതും വേണ്ടാന്ന് കരുതി താൻ അവനൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാനായി അവൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിക്കുന്നു. അതായത് അവനോട് ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓൾറെഡി ഇവർക്ക് ഇടയിൽ ഇങ്ങനെ പ്രശ്നം തുടങ്ങി. അപ്പോ അതിന്റെ പേരിൽ ഇവള് ദേഷ്യപ്പെട്ടു പോയെന്ന് പറഞ്ഞാണ് അവൻ ഈ സങ്കടപ്പെട്ടിപ്പോ ഡ്രിങ്ക്സ് അടിച്ചോണ്ടിരിക്കുന്നത്. അതേ ടൈം തന്നെ ഇവളിപ്പോ ഇങ്ങനെ മാറിയാൽ ചിലപ്പോ അത് സീരിയസ് ആയി പോകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണെങ്കിലും അവന്റെ നന്മയ്ക്ക് വേണ്ടി അവൻ നന്നായി പഠിക്കാൻ, അവന്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഒക്കെയായി അവൾ മാറാനായി തീരുമാനിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ അവൾ സെവിയോട് പറഞ്ഞ് സങ്കടപ്പെടുന്നുമുണ്ട്. സെവിയും അവൾ പറയുന്ന പോലെ എല്ലാം അവളുടെ കൂടെ നിന്ന് എല്ലാം ചെയ്യാനും ഒക്കെ തയ്യാറുമാണ്. അങ്ങനെ എന്തായാലും അടുത്ത ദിവസം ലൂണയെ കാണാനായി കാലിക്സ് വരുന്നു. ലൂണ, നീ എന്നോട് ക്ഷമിക്കും, നീ എന്നെ തെറ്റിദ്ധരിച്ച് പിണങ്ങല്ലേ, ഞാൻ പറയുന്നത്
പറയുന്നൊന്ന് കേൾക്ക് എന്നൊക്കെ അവൻ റിക്വസ്റ്റ് ചെയ്യുമ്പോ എനിക്ക് നീ പറയുന്നത് ഒന്നും കേൾക്കാൻ വേണ്ട, ഞാനും നീയും തമ്മിൽ ഒരു റിലേഷനും ഇല്ലാന്ന് പറയുന്ന അവൾക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന് പറയുന്നു. ദേ ഇവനാണ് എന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവൾ കാണിക്കുന്ന ടീം അങ്ങോട്ടേക്ക് നോക്കുന്ന കാലക്സ് അവിടെ കാണുന്നത് സെവിയാണ്. അപ്പോഴേ കാലക്സ് ഷോക്ക് ആവുന്നുണ്ട്. അതിന്റെ കൂടെ ലൂണ സെവിയുടെ കൈയും പോയി പിടിച്ച് അവന്റെ ഗേൾ ഫ്രണ്ട് കണക്ക് ചേർന്ന് നിൽക്കുമ്പോ അത് കാണുന്ന കാലക്സ് ആകെ തകരാണ്. അവന്റെ കണ്ണൊക്കെ നിറഞ്ഞ് കാഴ്ച മങ്ങുന്നുണ്ട്. അവൻ ലൂണയുടെ അടുത്തേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചിട്ട് ലൂണ നീ ഇത് മറക്കരുത്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരയുമ്പോ അവളും കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിൽക്കാണ്. പക്ഷെ അത് അവനെ അറിയിക്കാതിരിക്കാനും അവൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഇപ്പൊ പോവാ, ശല്യം ചെയ്യാൻ വരുന്നില്ല എന്നും പറഞ്ഞ് വളരെ സങ്കടത്തിൽ കാലക്സ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ലൂണയെ വല്ലാതെ തകർക്കുന്നു. അവൾക്ക് സത്യം പറഞ്ഞ അവനെ വെറുപ്പുണ്ടായിട്ടല്ല ഇപ്പൊ ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് അവള് പറഞ്ഞത്. അവൾ അത്രയേറെ ഇഷ്ടപ്പെട്ട് നേടിയെടുത്തതായിരുന്നു അല്ലെ അവന്റെ സ്നേഹം. ആ സ്നേഹം പക്ഷെ അവന്റെ ഡ്രീംസിനെ ഇല്ലാണ്ടാക്കരുത്, കാരണം അവന്റെ ഡ്രീംസ് ആണ് അവൻ എന്നത് അവൾക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അതിനൊരു തടസ്സമാവാതിരിക്കാനായി അവൾ ഇങ്ങനെ ബ്രേക്കപ്പ് പറഞ്ഞതാണ്. അതും ആ ഒരു സിറ്റുവേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, കറക്റ്റ് ആ ഒരു സിറ്റുവേഷനിൽ അത് ആവശ്യമായി വന്നപ്പോ അവൻ അങ്ങനെ പോയത് അവളെ വല്ലാണ്ട് വിഷമിപ്പിച്ചു. അവൾ അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതാണ് അവരുടെ ബ്രേക്കപ്പ് സംഭവിച്ച ആ ഒരു ദിവസം. അതായിരുന്നു അവരുടെ ബ്രേക്കപ്പിനുള്ള കാരണം. സത്യം പറഞ്ഞാൽ പരസ്പരമുള്ള വെറുപ്പ് കൊണ്ടല്ല, സാഹചര്യം മൂലം അങ്ങനെ സംഭവിച്ചതാണ്. എന്തായാലും അതിനുശേഷം രണ്ടുപേരും അവരവരുടെ പഠനത്തിൽ ഫോക്കസ് ചെയ്ത് പരസ്പരം കാണാനോ വീണ്ടും ഒരു കൂടിച്ചേരലിന് എഫേർട്ട് എടുക്കാതെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ പഠനശേഷം ലൂണ അവൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ആർക്കിടെക്റ്റ് ആയി, കാലക്സ് അവൻ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ലോയറുമായി. അങ്ങനെ അവരുടെ ലൈഫിലെ 10 വർഷങ്ങളും പെട്ടെന്ന് തന്നെ കടന്നു പോകുന്നു. അല്ലെങ്കിൽ ഇപ്പോ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ കണ്ണടച്ച് തുറക്കുന്ന പോലെ പോകുന്നതായിട്ടാ തോന്നുന്നത് അല്ലെ. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് എന്താണ് അവർക്കിടയിൽ സംഭവിച്ചതെന്ന് ഫ്ലാഷ് ബാക്കിന് ശേഷം ഇപ്പോഴത്തെ കാര്യങ്ങളിലേക്ക് വീണ്ടും വരുമ്പോ ഓഫീസിലിരിക്കുന്ന ലൂണയോട് അവളുടെ അതേ ഓഫീസിൽ തന്നെ അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കിറ വന്ന് സംസാരിക്കുന്നു. നീ എന്തിനും കാലക്സിനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്, നിനക്ക് അവനോട് മിണ്ടിക്കൂടെ, അവൻ പണ്ട് ചെയ്തെന്ന് നീ പറയുന്നത് തെറ്റ് തന്നെയാണ്, ഞാൻ സമ്മതിച്ചു, പക്ഷേ എന്നാലും ഒന്ന് മുന്നോട്ട് പൊക്കൂടെ എന്ന രീതിയിൽ കിറ പറയുമ്പോ കിറ പ്രോജക്റ്റ് ചെയ്തു കൊടുക്കുന്നതിനെ പറ്റിയുമാണ് പറയുന്നത്. പക്ഷെ ലൂണ അതിന് തയ്യാറാവുന്നില്ല. ആ ഒരു സമയത്ത് കിറയെ പണ്ട് മേയറിന്റെ മകൻ ഉപദ്രവിച്ചതിന്റെ കേസ് കോടതിയിൽ മുന്നോട്ട് പോയ ടീം അഡ്വക്കേറ്റായി കാലക്സ് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കാലക്സിനെ ആ ഒരു കേസ് ഏറ്റെടുക്കാനായി അപ്രോച്ച് ചെയ്തിട്ടും കാലക്സ് അത് ഏറ്റെടുക്കാതെ ഒഴിഞ്ഞു മാറി മേയറിന് ഒരു സപ്പോർട്ടും കൊടുക്കാതെ നിന്ന കാര്യമൊക്കെ ഇപ്പോ ചെറുതായി കിറ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ലൂണയുടെ മനസ്സ് മാറുന്നില്ല. അവളിപ്പോ നേരെ കാലക്സിനെ കാണാനായി അവന്റെ ഓഫീസിലേക്ക് ചെന്നിട്ട് നിങ്ങളുടെ ഫയൽ എന്റെ കയ്യിൽ നിന്ന് വെള്ളം തട്ടി ഡാമേജ് ആയതിന് എത്ര കാശെന്ന് വെച്ചാൽ ഞാൻ പരിഹാരം ചെയ്യാം, പക്ഷേ എനിക്ക് നിങ്ങളുടെ പ്രോജക്റ്റ് ഏറ്റെടുത്ത് വീടിന്റെ റെനോവേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവള് പറയുന്ന ടീം. ഞാൻ അതിന് പകരമായിട്ട് ആവശ്യപ്പെട്ടത് കാശല്ലല്ലോ, റെനോവേഷൻ അല്ലേ, അത് തന്നെ ചെയ്തു തരണമെന്ന് അവൻ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ അവൾക്ക് വേറെ വഴിയില്ലാതെ വീണ്ടും സമ്മതിക്കേണ്ടി വരുന്നു. അങ്ങനെ റിനോവേറ്റ് ചെയ്യാനായി പോകുന്ന ആ ഒരു വീട്ടിലേക്ക് കാലക്സിന്റെ കൂടെ ലൂണ ചെല്ലുന്നു. ഇതേ സ്ഥലത്ത് വെച്ചാണ് അവൻ അവളെ അന്ന് പ്രപ്പോസ് ചെയ്തത്. നമ്മൾ അതൊക്കെ കണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തി ഇപ്പൊ നിൽക്കുമ്പോൾ അവൾക്ക് ആ പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. റിനോവേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി അവിടുത്തെ ചില ക്ലിപ്പിംഗ്സും മെഷർമെന്റ്സും ഒക്കെ എടുക്കണം. അപ്പൊ അതിനായിട്ടൊക്കെ നിൽക്കുന്ന ടീം അവൾക്ക് അതൊക്കെ ഓർമ്മ ആകെ ഡിസ്റ്റർബ്ഡ് ആവുന്നു. അപ്പോഴാണ് അവൾ ഇവിടെ അവനുമായി ഒന്നിച്ച് ടെലസ്കോപ്പ് നോക്കിയതൊക്കെ ഓർമ്മ വരുന്നത്. ആ ടെലസ്കോപ്പ് എവിടെയെന്ന് അത് അവിടെ കാണാതെ അവൾ ചോദിക്കുമ്പോൾ അത് ഞാനെടുത്ത് മാറ്റി വെച്ചു. ഓ അതൊക്കെ ഓർമ്മയുണ്ടല്ലേ, മറന്നുപോയി കാണുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയുന്ന അവൻ ഈ വീട്ടില് എനിക്ക് വേണ്ട ചേഞ്ചസ് എന്റെ വൈഫിന്റെ കൂടെ ഞാനിവിടെ താമസിക്കാനായി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു നല്ല ഫാമിലി എൻജോയ് ചെയ്യുന്ന കണക്ക് അവർക്ക് വേണ്ടി നല്ലൊരു സെറ്റപ്പ്, അതാണ് ഞാനിവിടെ റെനോവേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് അവൻ കല്യാണം കഴിച്ച അവന്റെ ഭാര്യയുടെ കൂടെ ഇവിടെയാണ് താമസിക്കുന്നത്, അവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വീടെന്നാണ് അവൻ പറഞ്ഞു വെക്കുന്നത്. അതൊക്കെ ലൂണ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. ഒരു ചെവിയിലൂടെ അത് കേൾക്കുമ്പോൾ അവളുടെ മനസ്സിലെല്ലാം അവൻ പ്രപ്പോസ് ചെയ്ത കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. ഇതേ സമയം അവിടേക്ക് സെവി വരുന്നുണ്ട്. സെവിയും ലൂണയുടെ കൂടെ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സെവിയെ കാണുമ്പോൾ കാലക്സ് നോർമലായി ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം ഒരു ഫോൺ കോൾ വന്ന് സംസാരിക്കാനായി കാലക്സ് പുറത്തേക്ക് പോകുമ്പോൾ സെവി അവിടെ മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ലൂണ കാലക്സിനെ തുറച്ചു നോക്കി നിൽക്കുന്നത് കണ്ട് നീ അവനെ നോക്കി ദഹിപ്പിക്കുവോ എന്ന് ചോദിച്ച് കളിയാക്കുന്നു. അതിനുശേഷം ദേ നോക്ക്, അന്ന് ഇവനെ എന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ പോലെ ഒന്നും ഇപ്പൊ പോയി പറഞ്ഞേക്കല്ലേ, ഒരു വട്ടവേ ഞാൻ സഹായിക്കൂ, എപ്പോഴെപ്പോഴും അതൊന്നും പറ്റില്ല, എനിക്കാണെങ്കിൽ ഇപ്പൊ നിന്നോട് ഒരു ക്രഷും ഇല്ല എന്ന് പറഞ്ഞ് ലൂണയെ കളിയാക്കിക്കൊണ്ട് സെവി അവളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് മാറി നിന്ന് കാലക്സ് ഒരുമാതിരി നോക്കുന്നുണ്ട്. ലൂണ അവൾ ആർക്കിടെക്ചർ പഠിച്ച അതേ കോളേജില് ഇപ്പോ ഒരു സെഷൻ എടുക്കാനായി വന്നിരിക്കുന്നതാണ്. അവളൊരു സക്സസ്ഫുൾ ആയ ആർക്കിടെക്റ്റ് ആണ്. ഇതേ കോളേജിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിനിയും കൂടി ആയതുകൊണ്ട് അവൾ അവിടെ വന്ന് അവിടുത്തെ സ്റ്റുഡൻസിന് ഒരു ക്ലാസ് എടുത്ത ശേഷം പോകാനായി നിൽക്കുന്ന സമയം ഹേയ് ലൂണ എന്നൊരു വിളി. അവൾ ആരാണത് എന്ന് നോക്കുമ്പോൾ ഒരു പയ്യൻ അവളുടെ അടുത്തേക്ക് ഓടിയെത്തി ലൂണയോട് സംസാരിക്കുന്നു. ആ സമയം ലൂണയ്ക്ക് ആ പയ്യനെ മനസ്സിലാവുന്നില്ല. ആരാ മോനെ നീ എന്ന് ലൂണ ചോദിക്കുമ്പോ എന്നും മനസ്സിലായില്ലേ, ഞാൻ കിയോ, കാലക്സിന്റെ ബ്രദർ എന്ന് അവൻ സ്വയം പരിചയപ്പെടുത്തുമ്പോ ലൂണ ആകെ
അതിശയിച്ചു പോവാണ്. കാരണം ലാസ്റ്റായി ഇവനെ കണ്ടത് ഒരു 10 വർഷത്തിന് മുന്നേ ആണ്. പക്ഷെ അന്ന് കണ്ട ആളെ അല്ല, അവൻ ഒരുപാട് മാറിയിരിക്കുന്നു. എന്നാലും നിനക്ക് എന്നെ ഓർമ്മയുണ്ടായിരുന്നു എന്ന് ലൂണ ചോദിക്കുമ്പോ ലൂണ ഇപ്പൊ അങ്ങ് സുന്ദരിയായെന്ന് കമന്റ് അടിക്കുന്നവൻ ലൂണയുടെ ചോദ്യത്തിന് ഉത്തരം പറയാനായി വരുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കാലിക്സ് വരുന്നു. നീ എന്ത് ഇവിടെന്ന് കിയോയോട് കാലിക്സ് ചോദിക്കുമ്പോ ഞാൻ ലൂണെ കണ്ട് സംസാരിച്ചതാ, ലൂണ ഇപ്പൊ ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും അവൻ അവളെ പ്രശംസിക്കുകയാണ്. എന്നാലും ലൂണയ്ക്ക് അപ്പോഴും ഡൗട്ട് 10 വർഷത്തിൽ കൂടുതലായി ഇവൻ തന്നെ കണ്ടിട്ട് ഇവൻ എങ്ങനെ തന്നെ ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നതാണ്. കാരണം അന്ന് ഇവൻ കുഞ്ഞായിരുന്നല്ലോ. അവൾ അതിനെപ്പറ്റി വീണ്ടും ചോദിക്കുമ്പോ അത് പിന്നെ ഞാൻ ഈ അടുത്തും കാലിക്സിന്റെ ഫോണില് ലൂണയുടെ ഫോട്ടോ കണ്ടിരുന്നു എന്ന് പറയുന്നവൻ കാലിക്സ് അവനെ പോകാനായി നിർബന്ധിക്കുമ്പോ ഞാനൊന്ന് നിന്റെ എക്സിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ ശേഷം കാലിക്സിനായിട്ട് ഒരു പണി കൊടുക്കാനായിരിക്കാം ഇപ്പോ എമിയെ വിട്ടിട്ട് ലൂണയുടെ പുറകിനായോ വീണ്ടും എന്ന് ഒരു കമന്റും കൂടി അടിച്ചാണ് അവിടെ നിന്ന് പോകുന്നത്. അനിയൻ കൊടുത്ത പണി കേട്ട് കാലിക്സ് ഒന്ന് ഷോക്കാവുന്നുണ്ട്. ചുമ്മാ അവൻ പറയുന്ന ഒന്നും വിശ്വസിക്കല്ലേ, അവൻ ഉടായ്പ പറയുന്നതാണെന്ന് കാലിക്സ് പറയുമ്പോ ഉടായ്പ ആണെങ്കിൽ എന്ത് അല്ലെങ്കിൽ എനിക്ക് എന്തെന്നുള്ള മട്ടില് അവളും നിൽക്കുന്നു. തന്റെ അനിയനും എന്തോ ഒരു തെറ്റിദ്ധാരണ വെച്ചിട്ട് താൻ എമയുമായി റിലേഷനിലാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുകയാണെന്ന് എന്തായാലും കാലിക്സിനപ്പം മനസ്സിലാവുന്നുണ്ട്. അവൻ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊന്നും ലൂണ വലിയ പരിഗണിക്കുന്നില്ല. കാരണം അവൾക്കിപ്പോ കാലിക്സിനോട് ഫീലിങ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് കാലിക്സിനെ പറ്റി എന്ത് പറഞ്ഞാലും കാലിക്സ് ആരുടെ കൂടെ പോയാലും തനിക്ക് എന്താ എന്ന ഒരു ഭാവത്തിലാണ് അവൾ ഇരിക്കുന്നത്. ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവള് പോകാനായി നിൽക്കുമ്പോ ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് കാലിക്സ് പറയുന്നു. വേണ്ട, അല്ല ഞാൻ വീട്ടിലേക്കാ പോകുന്ന, നീയും സൈറ്റിലേക്കല്ലേ, ഇത് രണ്ടും ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് കാലിക്സ് പറയുമ്പോ വേണ്ട വേണ്ട ഞാൻ സെവിയുടെ കൂടെ പൊക്കോളാം എന്ന് പറഞ്ഞു അവള് വേഗം അവിടെ നിന്നുകൊണ്ട് സെവിയെ വിളിക്കുമ്പോ എനിക്ക് വരാൻ പറ്റില്ല ലൂണ, ഞാൻ ഇത്തിരി ബിസി ആണെന്ന് പറഞ്ഞ് സെവി കട്ട് ചെയ്യുന്നു. അങ്ങനെ ലൂണയ്ക്ക് കാലിക്സിന്റെ കൂടെ തന്നെ പോകേണ്ടി വരികയാണ്. അങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് ക്യൂ തന്റെ ഫോട്ടോ കണ്ട കാര്യം ലൂണ ഓർക്കുന്നു. അല്ല, എവിടെ ആയിരിക്കും ക്യൂ ഫോട്ടോ കണ്ടത്? നിന്റെ അക്കൗണ്ടിൽ എന്റെ ഫോട്ടോ ഒന്നും ഇല്ലല്ലോ എന്ന് ലൂണ പറയുമ്പോ ഓഹോ അപ്പോ നീ എന്റെ അക്കൗണ്ട് ഒക്കെ നോക്കുന്നുണ്ടല്ലേന്ന് അവൻ ചിരിക്കുമ്പോ അവളൊന്നും മിണ്ടുന്നില്ല. എന്തായാലും ആ സമയത്ത് എമിയുടെ കോള് കാലിക്സിന് വരുന്നുണ്ട്. ഇത് കാണുമ്പോ ലൂണയുടെ മുഖം വാടുന്നു. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യാതെ അത് കട്ട് ചെയ്ത് വിടുന്നത് കാണുന്നവൾ അല്ല എന്താ അറ്റൻഡ് ചെയ്യാഞ്ഞത്, സംസാരിക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഓ വേണ്ട ഇമ്പോർട്ടന്റ് ഒന്നും അല്ലാന്ന് പറഞ്ഞ് അങ്ങനെ അവര് പോകുന്നു. പിന്നീട് അടുത്ത ദിവസം ലൂണ തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു പബ്ബിൽ പാർട്ടിയിൽ പങ്കെടുത്തിരിക്കുമ്പോ അവിടേക്ക് കാലിക്സും അവന്റെ ഫ്രണ്ട്സും ഒക്കെ വരുന്നുണ്ട്. കാലിക്സിനെ അവിടെ കാണുന്ന അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾ അവനെ മൈൻഡ് ആക്കാതെ അവളുടെ പാട്ടിന് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് അങ്ങനെ കൂളായിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഓവറായിട്ട് ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ട് ചെറിയൊരു പ്രശ്നം അവിടെയുള്ള ഒരാളുമായി അവൾക്ക് ഉണ്ടാവാനായി തുടങ്ങുമ്പോഴേക്കും കാലിക്സ് അതിൽ ഇടപെടുന്നു. ഞാൻ നിന്നെ കൊണ്ടാന്ന് പറഞ്ഞ് അവൻ കൂടെ വിളിക്കുമ്പോ വേണ്ട, ഇത്രയും നാള് എന്റെ കാര്യങ്ങൾ ഞാനല്ലേ നോക്കിയത്, ഇനി മുന്നോട്ട് ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം, നീ അതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞ് അവൾ അവനെ മൈൻഡ് ആക്കുന്നില്ല. അങ്ങനെ അവള് കാറിൽ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്നു വാശി പിടിക്കുമ്പോൾ അവൻ കുറേ ശ്രമിക്കുന്നുണ്ട് അവൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഒറ്റയ്ക്ക് വിടാതിരിക്കാൻ. വാശി പിടിച്ചവൾ കാറിൽ കയറിയിരുന്ന് സ്റ്റാർട്ട് ആക്കാനെന്നും പറഞ്ഞ് നോക്കിയിട്ട് കാറ് നേരെ റിവേഴ്സ് എടുത്ത് പുറകിൽ പാർക്ക് ചെയ്തിരുന്ന കാറിനിട്ട് തട്ടുന്നുണ്ട്. ഇത് കാണുന്ന കാലിക്സ് വേണ്ട വേണ്ട മതി നിർത്ത്, ഈ അവസ്ഥയിൽ നീ വണ്ടി എടുത്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ബലമായി തന്നെ അവൻ അന്ന് ഡ്രൈവ് ചെയ്ത് അവളെ വീട്ടിൽ കൊണ്ടാക്കുന്നു. അതിനുശേഷം സേഫ് ആയിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ടൈം അവനെ കാണുമ്പോഴെല്ലാം തന്നെ ഇവൾക്ക് പഴയ ആ ഒരു ഇഷ്ടം ഭയങ്കരമായി വീർപ്പ് മുട്ടുന്നുണ്ട്. പക്ഷെ അത് പ്രകടിപ്പിക്കാതെ നല്ല പാടുപെട്ട് തന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കാണ്. അങ്ങനെ അടുത്ത ദിവസമായിട്ട് അവൾ ഓഫീസിലേക്ക് പോകാനായി ഇറങ്ങുമ്പോഴേ കാലിക്സ് വരുന്നുണ്ട്. അവളുടെ വണ്ടി ഇന്നലെ തട്ടി കുറച്ച് റിപ്പയർ ആയിട്ടുണ്ടല്ലോ, അത് റെഡിയാക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ടെന്നും തന്റെ കൂടെ ഓഫീസിലേക്ക് വാ, ഒരേ സ്ഥലത്തേക്കല്ലേ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞ് അവൻ വിളിക്കുമ്പോൾ അവൾ അങ്ങനെ കൂടെ പോകുന്നു. കറക്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴാണ് ചറബറ മഴ. ഉടനെ കാലിക്സ് അവന്റെ കോട്ട് ഊരി കൂടെ ഇല്ലാത്തത് കൊണ്ട് അവൾക്കും കൂടി ഒരു ലിഫ്റ്റ് കൊടുത്ത് രണ്ടുപേരും അങ്ങനെ ഒന്നിച്ച് ഓഫീസിലേക്ക് പോകുന്നു. അന്ന് ഓഫീസിലെത്തുന്ന ലൂണെ കാത്ത് അവൾ മുന്നേ ഡിസൈൻ ചെയ്തു കൊടുത്ത വീടിന്റെ ഉടമയായ ലേഡി ഉണ്ടായിരുന്നു. അവർക്ക് ആ ഡിസൈൻ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടെന്നും കാണുന്നവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നതെന്ന് സന്തോഷത്തിൽ തുള്ളിച്ചാടുന്ന അവരുടെ പരിചയത്തിലുള്ള ഒരു പയ്യന് വേണ്ടി വീട് ഡിസൈൻ ചെയ്യണമെന്ന് പറയുന്നു. ആ പയ്യൻ അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നതെന്നും അവൻ സിംഗിൾ ആണെന്നും പറയുന്നവർ ലൂണയും സിംഗിൾ ആയതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാം എന്നെല്ലാം ഇങ്ങനെ ഒരു മാരേജ് പ്രപ്പോസൽ പോലെ പറയുന്നതൊക്കെ കേട്ട് ലൂണ ചിരിക്കുന്നുണ്ടെങ്കിലും അവിടെ ഉണ്ടായിരുന്ന കാലിക്സിന് അത് കേട്ടിട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പിന്നീട് കാലിക്സിന്റെ വീട് ഡിസൈൻ ചെയ്യുന്നതിന്റെ ഭാഗമായി ലൂണ മാസ്റ്റർ ബെഡ്റൂമിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്ത് കളർ വേണം വോളിന് എന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ എന്റെ മാസ്റ്റർ ബെഡ്റൂം ഞാൻ എന്റെ ഭാവി വൈഫിന്റെ കൂടെ ഷെയർ ചെയ്യാനായി ആഗ്രഹിക്കുന്ന ഒരിടമല്ലേ, അതുകൊണ്ട് തന്നെ അവൾക്ക് അതെങ്ങനെ ഇഷ്ടമാകുമോ എന്ന രീതിയിൽ നിന്റെ കാഴ്ചപ്പാടിനൊത്ത് നീ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാനായി കാലിക്സ് ലൂണയോട് പറയുന്നു. അങ്ങനെ പിന്നീട് ആ വർക്കൊക്കെ തകൃതിയിൽ നടക്കാണ്. നല്ല സ്ട്രെസ്സായി ലൂണ ഫുഡ് പോലും കഴിക്കാതെ ഫുള്ള് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന കാലിക്സും ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ റെസ്റ്റ് എടുക്കുക, ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കുന്നില്ല. അതിന്റെ ഫലമായി അവൾക്ക് തലകറക്കമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഭാഗ്യവശാൽ അത് കാലിക്സ് കാണുകയും വേഗം തന്നെ അവൾക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അവൾക്ക് മാത്രമല്ല സൈറ്റിൽ വർക്ക്
ചെയ്തിരുന്ന എല്ലാവർക്കും അവൻ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവൻ നിർബന്ധിക്കുമ്പോൾ അവളും കഴിക്കാനായി ഇരിക്കുന്നു. ആ സമയത്താണ് കാലക്സിനെ അമ്മ വിളിക്കുന്നത്. അമ്മ അച്ഛനും വർക്ക് കാണാനായി വരികയാണെന്ന് അറിയിക്കുന്നു. അമ്മ വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോഴേ ലൂണയ്ക്ക് ഒരുമാതിരി പേടിയാവുന്നുണ്ട്. കാരണം അമ്മാതിരി അനുഭവമാണല്ലോ അമ്മയുടെ അടുത്തുനിന്നുണ്ടായിരുന്നത്. എന്തായാലും ആദ്യം ഈ വർക്കൊക്കെ വന്ന് കാണുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ലൂണയാണ് ഇതിന്റെ ആർക്കിടെക്ട് എന്ന് മനസ്സിലാക്കുന്ന അമ്മ കുറ്റം പറയുന്നു. ഇത് എന്തിനു കൊള്ളാം, ഒന്നും സ്പെഷ്യൽ ആയിട്ട് എവിടെയും ചെയ്തിട്ടില്ല, എല്ലാം വെറും സാധാരണ രീതിയിലുണ്ടെന്നെല്ലാം പറഞ്ഞ് അമ്മ ഒരുപാട് കുറ്റങ്ങൾ കുത്തി പറയുമ്പോൾ ഞാൻ എന്താണോ ലൂണയോട് ആവശ്യപ്പെട്ടത് അതിലും ഒരുപാട് കൂടുതൽ അവൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതൊക്കെ തന്നെ വളരെ ധാരാളം, എത്ര മനോഹരമായിട്ടാണ് അവൾ ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ അവൻ ലൂണയെ സപ്പോർട്ട് ചെയ്ത് തിരിച്ചമ്മയോട് പറയുന്നു. അങ്ങനെ ഈ ഒരു സംസാരമെല്ലാം മാറി നിന്ന് ലൂണയും സെവിയും കേൾക്കുന്നുണ്ട്. ദേ നോക്ക്, അവൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നൊക്കെ കേട്ടോ, അവൻ ഇപ്പോഴും നിന്നെ ഇഷ്ടമാണെന്നാ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നതെന്ന് സെവി പറയുമ്പോൾ ഒന്നും മിണ്ടായിരുന്നേന്ന് ലൂണ ദേഷ്യപ്പെടുന്നു. അങ്ങനെ അമ്മ പോയ ശേഷം ലൂണ ഇതൊക്കെ കേട്ടു എന്നറിയാവുന്ന കാലക്സ് അതൊന്നും കാര്യമാക്കണ്ട, നീ വളരെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിരിക്കുന്നത് എന്നെല്ലാം ലൂണയുടെ അടുത്ത് വന്ന് പറയുമ്പോൾ അത് സാരമില്ല, പക്ഷെ എനിക്ക് വേണ്ടി അമ്മയോട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന് ഒരുപാട് താങ്ക്സ് എന്ന് ലൂണ പറയുന്ന ടീം, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞല്ലേ ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിട്ടുകൊടുത്ത് എവിടെയും സംസാരിക്കില്ല, നിനക്ക് വേണ്ടി ഏത് സിറ്റുവേഷനിലും ഞാൻ കാണുമെന്ന് പണ്ട് ഇവര് പ്രണയിച്ച സമയം അമ്മയുടെ മുന്നിൽ ഒന്നും തന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞില്ലല്ലോ എന്ന കാര്യത്തിന്റെ പേരിൽ ലൂണ സങ്കടപ്പെട്ടപ്പോൾ കാലക്സ് അവളോട് പറഞ്ഞിരുന്നു. ഇപ്പൊ അതേ കാര്യം അവൻ വീണ്ടും അവളോട് ആവർത്തിക്കുകയാണ്. എന്തോ അത് കേൾക്കുമ്പോൾ ലൂണ ഒന്നും മിണ്ടുന്നില്ല. ഒരുപക്ഷെ പഴയ മെമ്മറീസ് ഒക്കെ അവൾക്ക് വന്നതുകൊണ്ടാവാം. അങ്ങനെ പിന്നീട് കാലക്സിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരൻ ലൂണയുടെ നല്ല ഫ്രണ്ടാണ്, കാലക്സ് വഴി പരിചയപ്പെട്ടതാണ്. ആളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ലൂണ ചെല്ലുന്നു. ഈ ഫ്രണ്ടിനെ തന്നെയാണ് ലൂണ കാലക്സിന്റെ പ്രോജക്ട് ഏറ്റെടുക്കാഞ്ഞപ്പോ ക്ലയന്റ് ആണെന്നും പറഞ്ഞ് കാലക്സ് കൊണ്ടുവന്ന് നിർത്തിയതും. എന്തായാലും അവിടെ വെച്ച് കാലക്സ് കേക്ക് എടുക്കാനായി പോകുന്ന ഗ്യാപ്പില് ലൂണ അയാളോട് സംസാരിക്കുന്നു. ആ ടീം കാലക്സ് സ്വന്തമായിട്ട് ഒരു ഫേം ഇപ്പൊ നടത്താണ്, അത് കണക്കല്ല വേറെ വലിയൊരു കമ്പനിയുടെ ബിഹാഫിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഈ ഫ്രണ്ട് എന്ന കാര്യം ലൂണയ്ക്ക് മനസ്സിലാവുന്നു. എന്ത് നിങ്ങൾ രണ്ടുപേരും രണ്ടിടത്ത് വർക്ക് ചെയ്തത് എന്നിങ്ങനെ ലൂണ ഒരു ഡൗട്ട് പോലെ ചോദിക്കുമ്പോൾ കാലക്സ് ഞാനും ആദ്യം ഒന്നിച്ച് ആ ഫേമിലായിരുന്നു, പക്ഷെ പിന്നീട് ആ ഫേം മുഖാന്തരമാണ് മേയറിന്റെ മകന്റെ കേസ് വന്നത്. ആ കേസ് അപ്പോൾ ഏറ്റെടുക്കാനായി കാലക്സിനോട് ആവശ്യപ്പെട്ടു. അവൻ അതിന് തയ്യാറായില്ല. അങ്ങനെ അവൻ അവിടുത്തെ ജോലി നഷ്ടപ്പെട്ടു. പിന്നെ അവൻ സ്വന്തമായിട്ട് ഇത് തുടങ്ങിയതാണെന്ന് ഫ്രണ്ട് പറയുമ്പോഴാണ് ലൂണ അത് അറിയുന്നത്. ലൂണയ്ക്ക് ഓൾറെഡി ഇങ്ങനെ കാലക്സിന് ആ ഒരു കേസിന്റെ ഇത് വന്നത് അവൾക്ക് അറിയാം, പക്ഷെ അവൾ അത് വലിയ അവനോടുള്ള ദേഷ്യം കൊണ്ട് കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അവൻ എത്തുന്ന സമയം എന്തുകൊണ്ടാണ് ആ കേസ് ഏറ്റെടുക്കാഞ്ഞത് എന്ന് അവൾ ചോദിക്കുമ്പോൾ അത് നിനക്ക് വേണ്ടിയാ, ഞാൻ ആ കേസ് ഏറ്റെടുത്ത നീ എന്നെ ഒരുപാട് വെറുക്കും, എനിക്ക് ഓൾറെഡി നിന്നെ ഞാൻ വിഷമിപ്പിച്ചോ എന്ന ഒരു കുറ്റബോധമുണ്ട്, അതിന്റെ പേരിൽ വീണ്ടും വീണ്ടും നിന്നെ ഞാൻ വിഷമിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. അന്ന് ആ കേസ് ഏറ്റെടുത്തിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് പേരും പ്രശസ്തിയും കിട്ടിയേനെ, പക്ഷെ വിജയം ഉറപ്പായിട്ടും ഞാൻ നിനക്ക് വേണ്ടിയാ അത് ഏറ്റെടുക്കാഞ്ഞത്. കിറയ്ക്ക് സംഭവിച്ചത് അനീതിയാണെന്നും അവൾക്ക് നീതി കിട്ടണമെന്നും അതിന്റെ പേരിൽ നീ എത്ര സങ്കടപ്പെട്ടെന്നും എനിക്ക് അറിയാമായിരുന്നു എന്നെല്ലാം കാലക്സ് പറയുന്നത് കേൾക്കുമ്പോൾ ലൂണയ്ക്ക് പെട്ടെന്ന് സങ്കടം വരുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും അവൾക്ക് ഓഫീസിൽ നിന്ന് ഒരു കോള് വരുന്നതിനെ തുടർന്ന് കൂടുതൽ സംസാരിക്കാതെ ലൂണ അവിടെ നിന്ന് പോകുന്നു. ആ കേസ് അന്ന് പിന്നീട് ഏറ്റെടുത്തത് എമിയാണ്. അവൾ ആ കേസിൽ അന്ന് തോൽക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കാലക്സ് പറഞ്ഞിട്ട് തന്നെ അവൾ ആ കേസ് ഏറ്റെടുത്ത് കാലക്സ് പറഞ്ഞ കണക്ക് തന്നെ കേസിലെ മേയർ, അതായത് അവളുടെ തന്നെ കക്ഷിയായിരുന്ന ആളിനെ തോൽപ്പിച്ചതാണ്. അതും കാലക്സ് ആവശ്യപ്പെട്ടിട്ടാണ്. അത് ഇപ്പോഴാണ് ലൂണ അറിയുന്നത്. ലൂണ അതൊക്കെ കാലക്സിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടീം കാലക്സ് ലൂണയുടെ കൈ പിടിച്ചിട്ട് തനിക്ക് ഒരു ചാൻസും കൂടി തരുമോ എന്ന് ചോദിക്കുന്നു. ഒരേ ഒരു അവസാന ചാൻസ്. ലൂണ, ഇപ്പോഴും നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വേണം, നീ എവിടെയാണോ എന്നെ ഉപേക്ഷിച്ചു പോയത് അവിടെ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലെന്നെല്ലാം അവൻ ഇങ്ങനെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് അവളൊന്നും തന്നെ മറുപടി പറയുന്നില്ല. പക്ഷെ കാര്യങ്ങൾ പിന്നീട് നല്ല രീതിയിൽ മാറുന്നുണ്ട്. കാരണം കാലക്സ് പറഞ്ഞ അതിന് അവൾ ആലോചിച്ച് മറുപടി പറയാൻ കുറച്ച് സമയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ലൂണ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്ത് നടക്കുമ്പോഴും കാലക്സ് എന്തെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് ട്രിപ്പ് പോകുമ്പോഴും ഒക്കെ രണ്ടുപേരും മെസ്സേജുകളിലൂടെയും വീഡിയോ കോൾസിലൂടെയും ഫോൺ കോൾസിലൂടെയും ഒക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒന്നിച്ച്. അങ്ങനെ ഇവർക്കിടയിൽ നടക്കുന്ന ഈ നല്ല മാറ്റം കാണുന്ന കിറ എന്തായാലും ഇപ്പൊ വീണ്ടും പഴയതുപോലെ കാര്യങ്ങളായി തുടങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും ഒന്നിക്കുന്നത് തന്നെയാ എനിക്കിഷ്ടം, നീ അധികം വൈകാതെ തന്നെ അവനൊരു പോസിറ്റീവ് റിപ്ലൈ കൊടുക്കണമെന്നെല്ലാം ലൂണയോട് കിറ പറയുമ്പോൾ ലൂണ ചിരിക്കുന്നു. എന്തായാലും ലൂണയും കാലക്സും ആ ഒരു ടൈം വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചിരുന്നു. കാലക്സ് ആരോ വിളിച്ചത് കൊണ്ട് ശരി പിന്നെ വിളിക്കാന്നും പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അവൻ കോൾ കട്ട് ചെയ്യാൻ കാലക്സ് മറന്നിട്ടുണ്ടായിരുന്നു. ലൂണയാകട്ടെ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ക്രീനിലൂടെ കാണുന്നത് കാലക്സ് ഉള്ള സ്ഥലത്ത് എമി ഉള്ളതും അവൾ ഒരുമാതിരി ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന് എങ്ങനെയാ തുടങ്ങല്ലേന്ന് അവനോട് ചോദിക്കുന്നതാണ്. ഇത് കണ്ട് ആകെപ്പാടെ ദേഷ്യമെന്ന് ലൂണ ഫോൺ കട്ട് ചെയ്യുന്നു. ഇപ്പോഴും അവൻ അവളുടെ കൂടെ തന്നെയല്ലേ, അവൻ നന്നാവുന്ന ലക്ഷണം ഇല്ലല്ലോ എന്നെല്ലാമാണ് അവൾക്ക് ദേഷ്യം വരുന്നത്. ലൂണയ്ക്ക് ആകെ സങ്കടം വരുന്നു. ഈ സമയം കിറിയും മറ്റു ഫ്രണ്ട്സും അവളെ സമാധാനിപ്പിക്കുന്നു. എന്തുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് കാര്യങ്ങൾ നോക്കാമെന്നെല്ലാം അവര് പറയുമ്പോൾ ലൂണ
അപ്പോഴും നല്ല സങ്കടത്തിലാണ്. ഇവരിപ്പോ ഒരു ചെറിയ ട്രിപ്പ് വന്നിരിക്കുകയാണ്, ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. അവളിങ്ങനെ അവളുടെ റൂമിൽ ആകെ ഉറക്കമൊന്നുമില്ലാതെ സങ്കടപ്പെട്ട് തന്നെ ഇരിക്കുകയാണ്. ആ സമയം അവൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ മുറിയുടെ അവിടേക്ക് കാലിക്സ് വരുന്നു. കാലിക്സിനെ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ലൂണ അമ്പരക്കുന്നുണ്ട്. കാരണം അവൻ ഫിലിപ്പീൻസിലല്ലായിരുന്നു ഉണ്ടായിരുന്നത്, മലേഷ്യയിൽ പോയിരിക്കായിരുന്നു ഒരു കേസ് സംബന്ധമായി. ഞാൻ ഇനിയും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനായി അനുവദിക്കില്ല. അത് ഞാൻ ഇപ്പൊ തന്നെ വന്നത് കേസിന്റെ ആവശ്യത്തിന് ഞാനും എമിയും ഞങ്ങളുടെ മറ്റു ഫ്രണ്ട്സും പോയിരിക്കുകയാണെന്ന് നിനക്ക് അറിയായിരുന്നല്ലോ. മറ്റു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആ ബർത്ത്ഡേ പാർട്ടി നടത്തിയ ക്ലയന്റ് ആയിട്ട് വന്ന ആ ഒരു ഫ്രണ്ട്. എമി കുറച്ച് ഡ്രിങ്ക്സ് അടിച്ചിരുന്നതുകൊണ്ട് അവള് ചുമ്മാ ഓരോ വട്ട് കാണിച്ചതാ. അവൻ വേഗം തന്നെ അവളെ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി അവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തു. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ എനിക്ക് അവളുമായിട്ട് ഒരു ബന്ധവുമില്ല. അവള് ചുമ്മാ ഡ്രിങ്ക്സ് അടിച്ച് എന്തൊക്കെയോ കാണിക്കുന്നതാണെന്നല്ല കാലിക്സ് പറയുമ്പോൾ ലൂണ ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് കാലിക്സ് ലൂണയോട് മുന്നേ നടന്ന ആ ഒരു തെറ്റിദ്ധാരണയുടെ കാര്യം പറയണം. അതായത് ഇവരുടെ ബ്രേക്കപ്പിലേക്ക് പ്രധാന പങ്ക് വഹിച്ച ആ ഒരു തെറ്റിദ്ധാരണ. അന്ന് വാലന്റൈൻസ് ഡേ ആയിരുന്നു. ഫ്രണ്ട്സ് എല്ലാരും കൂടി ഒത്തുകൂടി ഡ്രിങ്ക്സ് അടിച്ച് എപ്പോഴത്തെയും പോലെ ട്രൂത്ത് ഓർ ഡെയർ കളിക്കായിരുന്നു. ആ സമയം എമിക്ക് ഡെയർ കിട്ടുന്നു ആരെങ്കിലും കിസ് ചെയ്യാനേ. കാലിക്സ് അതൊന്നും മൈൻഡ് ആക്കാതെ ഞാൻ പോവാ, എന്റെ ഗേൾ ഫ്രണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുന്ന സമയം അവനെ പിടിച്ചു നിർത്തി ബലമായി എമി കിസ് ചെയ്യായിരുന്നു. അവൻ അവളെ പെട്ടെന്ന് തട്ടിമാറ്റി, നിന്റെ വിചാരം എന്താ? നിനക്കറിയാലോ എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന്, പിന്നെ നീ മനഃപൂർവ്വം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ച് അവൻ ഷൗട്ട് ചെയ്തിരുന്നു. അവൾ അയ്യോ സോറി എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൻ അവളോട് വളരെ ദേഷ്യപ്പെട്ട് അന്ന് നേരെ ലൂണയെ കാണാനേ വന്നു. എന്തായാലും അന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് താൻ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് വന്നതാണെന്ന് പറഞ്ഞപ്പോഴേ ആ കൂട്ടത്തിൽ എമി ഉണ്ടെന്ന് അറിയാവുന്ന ലൂണയുടെ മുഖം വാടിയിരുന്നു. പിന്നെ ഈ നടന്ന കാര്യങ്ങളും കൂടി പറഞ്ഞാൽ അവൾ അത് ഏത് രീതിയിൽ എടുക്കും എന്ന് അറിയത്തില്ല. വാലന്റൈൻസ് ഡേ ആയിട്ട് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് പറയാഞ്ഞത് എന്ന് പറയുന്ന അവൻ അവൾ അറിയാത്ത മറ്റു ചില കാര്യങ്ങളും കൂടി ആ ടീം നടന്നത് പറയുന്നു. അതായത് കിറ അബ്യൂസ്ഡ് ആയി അവൾക്ക് വയ്യാതെ വന്ന അതേ സമയം തന്നെ കാലിക്സിന്റെ സഹോദരൻ കിയോയ്ക്കും വയ്യാഴിക വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഓൾറെഡി ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. അതുകൊണ്ടാണ് അന്ന് ഇവർ മൂന്നുപേരും റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടുമുട്ടിയ സമയവും അവൻ ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞ് ആദ്യം ബഹളം വെച്ചപ്പോ അത് കൊടുക്കാതെ ഫുഡ് കഴിക്കാനായി കാലിക്സ് നിർബന്ധിച്ചത്. അവന് തീരെ വയ്യാണ്ടായി ആകെപ്പാടെ മെന്റലി തകർന്ന് നിൽക്കുന്ന സമയമായിരുന്നു കാലിക്സിന്. അവനത് ലൂണയോട് പറയാനേ വരുമ്പോഴാണ് കിറയ്ക്ക് ഇങ്ങനെ വയ്യാണ്ടായെന്ന് കാലിക്സ് അറിയുന്നത്. ലൂണ അതിലും സങ്കടത്തിൽ നിൽക്കുന്നത് കണ്ട് തന്റെ സങ്കടം കൂടി പറഞ്ഞ് അവളെ സങ്കടപ്പെടുത്തണ്ട എന്ന് കരുതി അവനതപ്പോ അവളോട് പറഞ്ഞിരുന്നില്ല. അങ്ങനെ അനിയന്റെ കാര്യവും പിന്നെ ഇവിടെ കിറയുടെ കാര്യത്തില് ലൂണ തകർന്ന് നിൽക്കുന്നതും അവൾക്ക് ഒരു സപ്പോർട്ടായി താൻ നിൽക്കണമെന്ന കാര്യവും ഒക്കെ കൂടി അവന് പഠനത്തില് ശ്രദ്ധ കൊടുക്കാനായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ കാര്യം കൊണ്ട് അവന് മാർക്ക് നന്നായി കുറഞ്ഞു. എന്തായാലും അനിയന്റെ വയ്യാഴിക അവളോട് പറയാൻ പറ്റാതെ ആ ഒരു സങ്കടത്തിൽ അവൻ നിന്ന സമയത്താണ് ഇങ്ങനെ മാർക്കും കുറഞ്ഞ് കാര്യങ്ങളൊക്കെ ആയതും അതിന്റെ ഇടയിൽ എമ്മയുടെ കാര്യത്തില് ലൂണ തെറ്റിദ്ധരിച്ച് ബ്രേക്കപ്പ് പറഞ്ഞതും. അങ്ങനെ ആകെ മൊത്തത്തില് അവൻ ആകെ പ്രശ്നത്തിലാവുന്നു. മാർക്ക് കുറഞ്ഞ കാര്യം അറിഞ്ഞ അമ്മ അവനെ നിയമപഠനം ഉപേക്ഷിച്ച് മെഡിസിനിന് ചേരാനായി നിർബന്ധിച്ചു. പക്ഷെ അവൻ അത് പറ്റില്ല എന്ന് വാശി പിടിച്ചപ്പോ എങ്കില് പഠിക്കാനുള്ള കാശ് സ്വയം കണ്ടെത്തിക്കോ, ചില്ലി പൈസ ഇനി തരില്ല എന്ന് അമ്മ പറഞ്ഞപ്പോ പാർട്ട് ടൈം ജോലിക്ക് പോകാനായി അവൻ തീരുമാനിച്ചു. അങ്ങനെ ആകെ മൊത്തത്തിൽ അവന്റെ ലൈഫിൽ വലിയൊരു ചേഞ്ച് നടന്ന ആ ഒരു മൊമെന്റിലാണ് അവന് താങ്ങായി നിൽക്കേണ്ട ലൂണ ഉപേക്ഷിച്ച് പോയതും. അവൾ ഇത് അറിഞ്ഞിട്ടല്ലെങ്കിൽ പോലും അവൾ അവനെ വേണ്ടെന്ന് പറഞ്ഞു പോയത്. അങ്ങനെ ആകെ മൊത്തത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന ആ ഒരു സമയം അവളെ അവസാനമായി ചെന്ന് കണ്ടവൻ അവന് ഒരുപാട് ഇഷ്ടമാണെന്നും അവളെ അവന് വേണമെന്നും പറഞ്ഞ് അന്ന് അവിടെ നിന്ന് പടി ഇറങ്ങിയത് പിന്നെ ലൈഫിനോടുള്ള ഒരു പടവെട്ടലും കൂടിയായിരുന്നു. ലാസ്റ്റ് ആയി ലൂണയെ കണ്ടപ്പോ സെവി എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് ലൂണ പറഞ്ഞെങ്കിലും അത് അവൻ അന്ന് വിശ്വസിച്ചിരുന്നില്ല. കാരണം ലൂണയ്ക്ക് അതിന് കഴിയില്ല. ലൂണ തന്നെ അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാലിക്സ് ലൂണ ആവശ്യപ്പെട്ടതുപോലെ അവളുടെ മുന്നിൽ പോവാതെ മാറി നിന്നത്. അപ്പോഴും അവന്റെ മനസ്സിലുള്ള സ്ഥാനത്തിന് സ്നേഹത്തിന് ഒരു കോട്ടവും വരാതെ അവൻ സൂക്ഷിച്ചു. ഇതൊക്കെ ഇപ്പൊ അറിയുന്ന ലൂണ ആകെ ഞെട്ടുന്നു. കാരണം എമിയുടെ കാര്യത്തില് കാലിക്സ് തെറ്റ് ചെയ്തിട്ടില്ല എന്നത് മാത്രമല്ല അവൻ ആ സമയം എത്രത്തോളം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴല്ലേ അവൾ അറിയുന്നത്. അവൾക്ക് ആകെ സങ്കടം വരുന്നു. ഒരു തെറ്റിദ്ധാരണയും അതുമൂലം നടന്ന കാര്യങ്ങളും ഇവരുടെ ലൈഫിലെ മനോഹരമായി മാറേണ്ട 10 വർഷങ്ങളാണ് നശിപ്പിച്ച് കളഞ്ഞത്. പരസ്പരം ഒരു കോണ്ടാക്റ്റും ഇല്ലാണ്ടാക്കി. കൂടാതെ ലൂണയ്ക്ക് എന്തൊക്കെ ആവശ്യം വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ കാലിക്സ് അവളുടെ കൂടെ നിന്നിട്ടുണ്ട്. അത് പ്രണയിച്ചിരുന്നപ്പോഴും ആ ഒരു ബ്രേക്കപ്പ് നടന്ന ശേഷമാണെങ്കിൽ പോലും കേസ് ഏറ്റെടുക്കാതിരുന്നതൊക്കെ അതിന്റെ ഭാഗമാണല്ലോ. പക്ഷെ അവൻ ആവശ്യം വന്നപ്പോ ഒന്നും ഒരു മെന്റൽ സപ്പോർട്ട് നൽകാനായി താൻ അടുത്തുണ്ടായിരുന്നില്ല എന്ന സങ്കടത്തിൽ അവള് പൊട്ടിക്കരയുമ്പോൾ കാലിക്സ് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് നീ എനിക്കൊരു അവസരം കൂടി തരുമോ, നമുക്ക് വീണ്ടും പഴയ പോലെ പ്രണയിച്ചൂടെ എന്ന് അവൻ അവളോട് ചോദിക്കുമ്പോൾ അവൾ കിസ് ചെയ്യാനായി വരുന്ന അവനെ തടുക്കുന്നു. എന്തോ പെട്ടെന്ന് അവൾ അങ്ങോട്ട് ഓക്കെ പറയുന്നില്ല. ഒന്ന് കുറച്ച് സമയം തരണം എന്ന രീതിയിൽ അവൾ റെസ്പോണ്ട് ചെയ്യുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൻ തെറ്റ് ചെയ്തിട്ടില്ല. അവൻ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നത് മനസ്സിലാക്കുന്ന അവൾ വളരെ ഹാപ്പിയാണ്. ഫ്രണ്ട്സിനോട് ഞാൻ നാളെ കാലിക്സിനോട് ഇവിടെ മുഴുവൻ ചുറ്റി കാണാൻ പോവാ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്നും നേരെ ചൊവ്വേ കാണാൻ പറ്റിയില്ല എന്നവള് പറയാണ്. കാരണം അന്ന് കാലിക്സിന്റെ കൂടെ വൺ ഡേ ട്രിപ്പിന് ലൂണ വന്ന അതേ ബീച്ചിന്റെ ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ അവള് ഫ്രണ്ട്സിന്റെ കൂടെ വന്നിരിക്കുന്നതും കാലിക്സ് അവിടെ ഉള്ളതും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ കാലിക്സ് ലൂണയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഇന്നലെ അത്രയും യാത്ര കഴിഞ്ഞ് വന്നിട്ട് റെസ്റ്റ് എടുക്കാതെ ഇങ്ങനെ കറങ്ങി നടക്കാൻ പോവാണോ എന്ന് ലൂണ ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ മിസ് ചെയ്യാൻ പറ്റില്ല, അതിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാവുമെന്ന് തോന്നിയപ്പോൾ അപ്പൊ തന്നെ ഞാൻ എത്ര ഇമ്പോർട്ടന്റ് ആയ മീറ്റിംഗ് പോലെ ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടൈമും വേസ്റ്റ് ആക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ്
അങ്ങനെ എന്തെങ്കിലും അവരന്ന് ഒരുപാട് ടൈം ഹാപ്പി ആയി സ്പെൻഡ് ചെയ്യുന്നു. അതിന്റെ ഇടയിൽ ഹൂഡി എടുക്കാനായി റൂമിൽ പോകുന്ന ടീം കാലക്സിന്റെ ഹൂഡി ലൂണ ഇട്ട് നിൽക്കുമ്പോൾ അവന് പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് ഒക്കെ റേസ് ആവുന്നുണ്ട്. അവൾ പോകാനായി തുടങ്ങുമ്പോൾ അവൻ അടുത്തേക്ക് ചേർത്ത് നിർത്തി. എനിക്ക് നീ ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ടീം അതിനാര് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു എന്ന് ചോദിച്ച് അവള് ചിരിക്കുന്നു. അങ്ങനെ അവൾ തനിക്ക് ഗ്രീൻ സിഗ്നൽ തന്നു എന്ന് മനസ്സിലാക്കുന്ന അവൻ അവളുടെ കൂടെ ഹാപ്പിയായി ഒരുപാട് സമയം റൂമിൽ ചെലവഴിക്കുകയാണ്. ഇപ്പൊ ഇവര് വീണ്ടും പ്രണയിക്കാനായി ആരംഭിച്ചിരിക്കുന്നു. കാലക്സിന് ഇമ്പോർട്ടന്റ് ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് അവളോട് യാത്ര പറഞ്ഞ് ഒരു കിസ്സും കൊടുത്ത് പുറപ്പെട്ടു പോവാണ്. അങ്ങനെ ഇവിടുത്തെ ട്രിപ്പ് കഴിഞ്ഞ് ലൂണ തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും കാലക്സും അവന്റെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. കാലക്സ് ഈ അടുത്തായി മേടിച്ച ഒരു സ്ഥലം ലൂണെ കാണിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ബിൽഡിംഗ് വെക്കുന്നതിനെ പറ്റി ഐഡിയ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നല്ല പ്ലേസ്, ഇതെനിക്ക് തന്നേക്കാവോ, എത്ര രൂപയാകും എന്നെല്ലാം അവള് ചോദിക്കുമ്പോൾ നിനക്ക് ഇത് ഞാൻ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ തരാം, കാശിന് പോയാല് നല്ല റേറ്റ് ആവും, അതുകൊണ്ട് നിനക്ക് ഈ സ്ഥലം ഫ്രീ ആയിട്ട് വേണമെങ്കിൽ വേഗം എന്നെ കല്യാണം കഴിച്ചോ, അപ്പൊ എന്റെ വൈഫ് ആകും നീ, പിന്നെ നിനക്കുള്ളതല്ലേ ഇതെല്ലാം എന്ന് അവനിങ്ങനെ മാരേജ് പ്രപ്പോസൽ പറയുന്ന ടീം അവള് ചിരിക്കുന്നു. അപ്പോഴാണ് ഫ്രണ്ട് ഫോൺ ചെയ്ത് എമി ഹോസ്പിറ്റലാണെന്ന കാര്യം കാലക്സിനെ അറിയിക്കുന്നത്. പെട്ടെന്ന് ലൂണയും കാലക്സിന്റെ കൂടെ അവിടേക്ക് റെഡിയായി പോകുന്നു. എമ്മി കാണുന്നതിന് ലൂണയ്ക്ക് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് കാലക്സ് കൊണ്ടുപോയത്. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവളും കൂടെ പോയിരുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് കിരയുടെ ആ ഒരു മേയർ പയ്യന്റെ കേസ് എമ്മി ഏറ്റെടുത്തിരുന്നല്ലോ. അത് ഡിസ്ട്രിക്ട് കോർട്ടിലെ തോറ്റ സമയത്ത് ഹൈക്കോർട്ടിലേക്കൊക്കെ പോയ ടീമും എമ്മി തന്നെയാണ് അത് വാദിച്ചത്. അവള് മനഃപൂർവ്വം അത് തോപ്പിച്ചു ആ ഒരു കേസ്. അതുമൂലം മേയറിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ വലിയ തിരിച്ചടി ഉണ്ടായി. മകൻ പീഡന കേസിലെ പ്രതിയാവുമ്പോ അതൊരു വലിയ മോശമല്ലേ. അങ്ങനെ കലിപ്പ് വന്ന മേയർ മനഃപൂർവ്വം ഇവള് വിശ്വസ്തത പിടിച്ചു പറ്റി കേസിൽ തോൽപ്പിച്ചതാണെന്ന് കണ്ടെത്തി അവളെ വിരട്ടി. അങ്ങനെ ഇപ്പോൾ അവള് ആകെ പ്രശ്നത്തിലായി ഹോസ്പിറ്റലായിരിക്കാണ്. അവിടെ വെച്ച് ലൂണയും കാലക്സിനെയും ഒന്നിച്ച് കാണുന്ന എമി ഞാൻ കാരണം നിങ്ങൾക്കിടയിൽ എന്തുമാത്രം തെറ്റിദ്ധാരണ ഉണ്ടായത്, സോറി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി കാലക്സ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കേസ് തോറ്റതെങ്കിലും ഞാൻ കാരണം നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ അതിനൊരു പ്രായശ്ചിത്തം എന്ന കണക്ക് തന്നെയാണ് ഞാനും ആ തോൽവിക്ക് സംബന്ധിച്ചത്. എനിക്കിപ്പോ കാലക്സ് എന്റെ ഫ്രണ്ട് മാത്രം, എനിക്ക് അവനോട് വേറൊരു രീതിയിലുള്ള ഫീലിങ്സ് ഇല്ല, അവൻ പണ്ടേ എന്നോട് അങ്ങനെ ഫീലിങ്സ് ഒന്നും തോന്നിയിട്ടില്ല എന്നെല്ലാം എമി പറയുമ്പോൾ ലൂണയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നു. എന്നാലും കിരയെ ഉപദ്രവിച്ചവന് തക്ക ശിക്ഷ കിട്ടുകയും ചെയ്തു. അതും വലിയ സന്തോഷമായ ഒരു വാർത്തയാണ്. അങ്ങനെ പിന്നീട് ലൂണയും കാലക്സും കണ്ടുമുട്ടുമ്പോൾ കാലക്സ് അവളെ വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുന്നു. നീ എന്നെ വിവാഹം ചെയ്യൂ പ്ലീസ് എന്ന് അവൻ അവളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവൾ അതിന് ഓക്കെ പറയാണ്. അവരുടെ സന്തോഷത്തിന് സാക്ഷിയായി അവിടെ ആകാശത്ത് മനോഹരമായ ഫയർ വർക്ക്സും നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇനി ഈ വിവാഹകാര്യം വീട്ടുകാരോട് പറയണം. കാലക്സിനെ പറ്റി ലൂണയുടെ വീട്ടിൽ ഓൾറെഡി സമ്മതമാണ്. കാലക്സിന്റെ അമ്മയോട് സംസാരിക്കണം. അതിനായി പോകുന്ന ടീം കാലക്സിന്റെ സഹോദരിയെ ലൂണ ആദ്യമായി കാണുന്നു. സഹോദരിക്ക് ഓക്കെയാണ്, പിന്നെ അനിയന്റെ കാര്യം പറയണ്ടല്ലോ, അവന് പണ്ടേ ഡബിൾ ഓക്കെയാണ്. കൂടാതെ അമ്മ ഇത്തവണ കാണുമ്പോൾ അമ്മ ലൂണയോട് തനിയെ സംസാരിക്കണമെന്ന് പറയുമ്പോൾ കാലക്സിന് സ്വല്പം പേടിയാവുന്നുണ്ട്, അമ്മ എന്തെങ്കിലും ഇടങ്കോൽ ഇടുവോന്ന്. പക്ഷെ ഭാഗ്യവശാൽ അമ്മ അവളോട് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി അവനെ ഒന്ന് നേരെ ചൊവ്വേ ചിരിച്ചു കണ്ടിട്ടില്ലെന്നും ലൂണ ലൈഫിലേക്ക് ഇപ്പോൾ തിരിച്ചു വന്ന ശേഷമാണ് കാലക്സ് ഇപ്പോൾ ഇങ്ങനെ ഹാപ്പി ആയി നിൽക്കുന്നതെന്നും അതുകൊണ്ട് അവളെക്കാൾ തന്റെ മരുമകളാകാനായി യോഗ്യതയുള്ള മറ്റൊരു പെൺകുട്ടിയും ഇല്ല എന്നുമാണ്. കാലക്സിന് പറ്റിയ പെണ്ണ് ലൂണ തന്നെയാണെന്ന് അമ്മ പറയുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു. പക്ഷേ വിവാഹത്തിന്റെ ചടങ്ങുകൾക്ക് തൊട്ടു മുന്നേ മറ്റൊരു ഗുഡ് ന്യൂസ്, ലൂണ പ്രഗ്നന്റ് ആണെന്ന് ടെസ്റ്റ് എടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ലൂണയുടെ ഫ്രണ്ട്സ് ആണ് ഇത് ആദ്യം അറിയുന്നത്. അവർ ഒരുപാട് ഹാപ്പി. വേഗം തന്നെ ഈ കാര്യം അവൾ കാലക്സിനെ അറിയിക്കാനായി ആ പ്രഗ്നൻസിയുടെ ആ ഒരു റിസൾട്ട് ഒരു ഗിഫ്റ്റ് ബോക്സിലൊക്കെ ഇട്ട് അവന് കൊടുക്കുമ്പോൾ അത് കണ്ട് അവൻ ഒരുപാട് ഹാപ്പി ആവുന്നു. നമ്മളൊരു ഫാമിലി ആവുകയാണെന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്നവൻ കഴിഞ്ഞ 10 വർഷങ്ങളായി അവളുമായി ഒന്നു ചേരുന്നതും മുന്നോട്ട് ലൈഫ് ലോങ് ഹാപ്പിയായി ജീവിക്കുന്നതുമാണ് തന്റെ ഒരേ ഒരു സ്വപ്നമായി ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി ഈ വീട്ടില് ഹാപ്പിയായി നമ്മുടെ കുഞ്ഞിന്റെ കൂടെ ജീവിക്കുമെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു ക്ലയന്റായി അവളെ അപ്രോച്ച് ചെയ്ത് അവർക്ക് ഇനി ഒന്നിച്ച് താമസിക്കാനുള്ള വീട് പോലും കാലക്സ് ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിരുന്നില്ല. ഇപ്പോ അവിടെ വെച്ച് തന്നെ ആദ്യം അവന്റെ പ്രണയം അവൻ അവളോട് തുറന്നു പറഞ്ഞ അതേ സ്ഥലത്ത് വെച്ച് തന്നെ അവൻ അവൾക്ക് റിംഗ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ഹാപ്പിയായി അവരിവിടെ അവരുടെ കുഞ്ഞിനെ സാക്ഷിയാക്കി ഒന്നിച്ചെന്നും ഉണ്ടാകും എന്ന ഒരു സന്തോഷം പങ്കിട്ട് നിൽക്കുന്നിടത്ത് ഈ ഒരു മനോഹരമായ ഡ്രാമ അവസാനിക്കുന്നു. ഇതൊരു റൊമാൻറ്റിക് ഫീൽ ഗുഡ് സ്റ്റോറി എന്നതിലുപരി തെറ്റിദ്ധാരണ ആളുകളുടെ ജീവിതം എത്രത്തോളം ആഴത്തിൽ നശിപ്പിക്കും എന്ന ഒരു വലിയ തിരിച്ചറിവ് തന്ന ഒരു കഥയും കൂടിയായിരുന്നു. അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ എത്രയും പെട്ടെന്ന് മാറ്റി ലൈഫ് വളരെ സന്തോഷകരമായി വെറുതെ സമയം കളയാതെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു കഥയുമായി നമുക്ക് കണ്ടുമുട്ടാം. മൂവി മാനിയ പ്ലസ് എന്ന ചാനലിലും നമ്മൾ സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു കഥയുമായി കാണും വരെ ബൈ.